Hello everyone, welcome to iPlus. So എഡിറ്റോറിയൽ അനാലിസിസ് സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ ഒരു സമയമാണല്ലോ, ഫിഫ വേൾഡ് കപ്പിൻ്റെ ഒരു ആവേശത്തിലാണ് എല്ലാ ആൾക്കാരും. അപ്പോൾ ഈ വേൾഡ് കപ്പിനിടയിൽ വളരെ ശ്രദ്ധ നേടിയ ഒരു സംഭവത്തെക്കുറിച്ചാണ്. അത് ഈ വേൾഡ് കപ്പിന് മാത്രമല്ല, ഇതിന് മുമ്പുള്ള വേൾഡ് കപ്പിനൊക്കെ ശ്രദ്ധ നേടിയ ഒരു സംഭവം. നമുക്ക് എല്ലാവർക്കും അറിയാം ജപ്പാൻ എന്ന ഫുട്ബോൾ ടീമിനെ കുറിച്ച്. അൺഫോർച്ചുനേറ്റ്ലി അവർ കളിയിൽ നിന്ന് ഔട്ടായിട്ടുണ്ട്. പക്ഷേ അവരുടെ ആരാധകർ, ജപ്പാൻ ടീമിൻ്റെ ആരാധകർ കളി കഴിഞ്ഞതിന് ശേഷവും അവർ സ്റ്റേഡിയം വൃത്തിയാക്കി, അതായത് അവിടുത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അവരായിട്ട് കൊണ്ടുവന്ന് ഇപ്പോൾ പേപ്പറും മറ്റു കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ട് പോകുന്ന ഒരു പ്രാക്ടീസ്, അത് വലിയ രീതിയിൽ ശ്രദ്ധ പിടിച്ചിട്ടുണ്ട്. ഒരു ഗ്ലോബൽ അറ്റൻഷൻ കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു എഡിറ്റോറിയൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഈ പറയുന്ന ന്യൂസ് പോർട്ടലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വായിക്കാനിടയായി. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടൊരു അനാലിസിസ് നടത്തിയാൽ അതിൽ നിന്ന് കുറേ കാലം നമുക്ക് പഠിക്കാം. പ്രാക്ടീസ് എന്താണെന്ന് പഠിക്കുകയും ചെയ്യാം. അതിൽ നിന്നൊരു പ്രസയും ഒരു കോംപ്രിഹെൻഷനൊക്കെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടായി. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് പോസ്റ്റിൻ്റെ ഒരു എഡിറ്റോറിയൽ അനാലിസിസ് നടത്താമെന്ന് വിചാരിച്ചത്. സോ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ് ആ പാസേജ് എന്ന് നോക്കാം. ആദ്യമേ എഡിറ്റോറിയൽ നമുക്കൊന്ന് വായിക്കാം. ഓക്കെ, പിന്നെ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, എഡിറ്റോറിയൽസിൻ്റെ ഒരു വായന നിങ്ങളുടെ ശീലമാക്കി മാറ്റണം ഇനി അങ്ങോട്ട്. കുറേ ദിവസങ്ങളായിട്ട് ഞാനത് പറയുന്നു, കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും പറഞ്ഞു. ഇപ്പോൾ ഹിന്ദുവിൻ്റെ ആയാലും ഡെക്കാൻ ക്രോണിക്കലിൻ്റെ ഒക്കെ അനാലിസിസ് നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്ഥിരം എല്ലാ ആഴ്ച എഡിറ്റോറിയൽസ് വായിച്ച് ശീലിക്കണം. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വൊക്കാബുലറി ഒക്കെ അപ്ഗ്രേഡ് ആവും. സോ തുടങ്ങാം. ജാപ്പനീസ് ഫാൻസ് ക്ലീനിങ് സ്റ്റേഡിയംസ് ആഫ്റ്റർ മേജർ സ്പോർട്ടിംഗ് ഇവന്റ്സ് ഓഫൺ ലീവ് ദ വേൾഡ് ഇംപ്രസ്ഡ്. ജാപ്പനീസ് ഫാൻസ്, ജാപ്പനീസ് ആരാധകർ, അവർ സ്റ്റേഡിയം ക്ലീൻ ചെയ്യുന്ന, അതായത് പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവരായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്യുന്ന ആ സംഭവം, അവരുടെ ആ ഒരു പ്രാക്ടീസ്, ഓഫൺ ലീവ് ദ വേൾഡ് ഇംപ്രസ്ഡ്. ചുരുക്കം പറഞ്ഞാൽ മാധ്യമ ശ്രദ്ധ വരെ പിടിച്ചു പറ്റിയിട്ടുള്ള, എല്ലാവരും ഇംപ്രസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അത് ഈ വേൾഡ് കപ്പിന് മാത്രം, ഇതിനു മുമ്പുള്ള വേൾഡ് കപ്പിലൊക്കെ ശ്രദ്ധ നേടിയിട്ടുള്ള കാര്യമാണ്. ബട്ട് ദ പ്രാക്ടീസ് ഇസ് റൂട്ടഡ് ഇൻ എ മച്ച് ഡീപ്പർ കൾച്ചറൽ ട്രഡീഷൻ. പക്ഷെ അവരാ ചെയ്യുന്ന ആ ഒരു പ്രക്രിയ, ആ ഒരു പ്രാക്ടീസ്, അത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഇസ് റൂട്ടഡ് ഇൻ എ മച്ച് ഡീപ്പർ കൾച്ചറൽ ട്രഡീഷൻ. ഇവരുടെ ഒരു സാംസ്കാരിക പാരമ്പര്യവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഫീച്ചർ, ഈ ഒരു എഡിറ്റോറിയൽ ഞാൻ അനലൈസ് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്. ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നമ്മുടെ ഒരു ധാർമ്മിക സിവിക് റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണല്ലേ. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും വേസ്റ്റ് അതിന് നമ്മൾ കാരണമാവുകയാണെങ്കിൽ അത് ക്ലീൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ സിവിക് റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ കർത്തവ്യമാണ്. പക്ഷേ ഒരു കർത്തവ്യം എന്നതിലുപരി അതൊരു സാംസ്കാരിക പാരമ്പര്യമാണ് അവരുടെ. അതുകൊണ്ടാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത് അവരുടെ ഒരു പ്രാക്ടീസിൽ. എവറി ടൈം എ മേജർ സ്പോർട്ടിംഗ് ഇവന്റ് ടേക്സ് പ്ലേസ്, എപ്പോഴൊക്കെ പ്രധാനപ്പെട്ട ഒരു കായിക പരിപാടി നടന്നാലും the internet seems to rediscover the same heartwarming phenomenon. ഇന്റർനെറ്റിൽ എപ്പോഴും നമ്മുടെയൊക്കെ എന്താ പറയുക, ഹൃദയത്തെ കുളിരണിയിപ്പിക്കുന്ന ആ പ്രതിഭാസം, ഫിനോമിനൻ, ആ പ്രതിഭാസം വീണ്ടും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. എന്താണ്? ജാപ്പനീസ് ഫാൻസ് സ്റ്റേയിങ് ബിഹൈൻഡ് ആഫ്റ്റർ ദ ഫൈനൽ വിസിൽ. കളി തീർന്നതിന് ശേഷവും ജാപ്പനീസ് ഫാൻസ് സ്റ്റേഡിയം വിട്ട് പുറത്തു പോകാറില്ല. ഇൻ എ വീഡിയോ ദാറ്റ്സ് നൗ മേക്കിംഗ് റൗണ്ട്സ് ഓൺ സോഷ്യൽ മീഡിയ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്ന ഒരു വീഡിയോ, അതിൽ ജാപ്പനീസ് ഫാൻസ് അറ്റ് ദ ഫിഫ വേൾഡ് കപ്പ് 2026, 2024 ഫിഫ വേൾഡ് കപ്പിലെ ജാപ്പനീസ് ആരാധകർ ക്യാൻ ബി സീൻ ക്ലീനിങ് ദ സ്റ്റേഡിയം ആഫ്റ്റർ ദ ജാപ്പാൻ നാഷണൽ ഫുട്ബോൾ ടീംസ് 2-2 ഡ്രോ വിത്ത് ദ നെതർലാൻഡ്സ്. നെതർലാൻഡ്സുമായിട്ടുള്ള മത്സരത്തിൽ അവർ 2-2 സമാസമം ഡ്രോ പിടിച്ചു. അതിനുശേഷവും ജാപ്പനീസ് ഫാൻസ് നിന്ന് ആ പരിസരം മുഴുവൻ വൃത്തിയാക്കിയിട്ട് പോകുന്ന ഒരു വീഡിയോ ആണ് ഇപ്പം ഇങ്ങനെ ഇന്റർനെറ്റിൽ കിടന്ന് കറങ്ങുന്നത്. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു ജാപ്പനും നെതർലാൻഡ് തമ്മിലുള്ള കളി തുടക്കത്തിലൊക്കെ ആയിരുന്നു അല്ലേ. ഇതിപ്പോൾ ഏകദേശം കുറച്ച് ദിവസങ്ങൾ മുമ്പ് വന്ന ഒരു എഡിറ്റോറിയലാണ്. വൈൽ മെനി പീപ്പിൾ വ്യൂ ഇറ്റ് ആസ് ആൻ എക്സ്ട്രോർഡിനറി ആക്ട് ഓഫ് സിവിൽ റെസ്പോൺസിബിലിറ്റി, എല്ലാ ആൾക്കാരും, ഇത് കാണുന്ന എല്ലാ ആൾക്കാരും ഇതിനെ ചർച്ച ചെയ്യുന്നത് ആസ് ആൻ എക്സ്ട്രോർഡിനറി ആക്ട് ഓഫ് സിവിക് റെസ്പോൺസിബിലിറ്റി, ഒരു പൗരധർമ്മം എന്ന നിലയിലാണ്. ആ പൗരധർമ്മത്തിന്റെ ഒരു എക്സ്ട്രോർഡിനറി ആയ ഒരു ആക്ട് എന്ന നിലയിലാണ് എല്ലാ ആൾക്കാരും എന്നെ കാണുന്നതെങ്കിലും ജപ്പാനിൽ അത് കേവലം ഒരു പൗരധർമ്മം മാത്രമല്ല, ഇറ്റ് ഇസ് സീൻ ആസ് സംതിങ് ഫാർ മോർ ഓർഡിനറി ആൻഡ് ഡീപ്ലി കൾച്ചറൽ. ഇത് അവരുടെ സംസ്കാരത്തിൽ ഊന്നിയിരിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാതെ എന്താ പറയുക, ഒരു പൗരധർമ്മം എന്നതിലുപരി അവരുടെ സംസ്കാരത്തിലുള്ള ഒരു കാര്യമാണ്. ബിഹൈൻഡ് ദീസ് വൈറൽ സ്റ്റേഡിയം ക്ലീനപ്പ്. സോ നമ്മൾ ഈ എഡിറ്റോറിന്റെ 2ാമത്തെ പാരഗ്രാഫിലേക്ക് വരുമ്പോൾ, ഈ വൈറൽ സ്റ്റേഡിയം ക്ലീനപ്പിന്റെ പിറകെ ലൈസ് എ സെഞ്ചുറീസ് ഓൾഡ് ഫിലോസഫി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഫിലോസഫി, ഒരു തത്വം അതിൻ്റെ പിറകിലുണ്ട്, ഒരു തത്വശാസ്ത്രം അതിൻ്റെ പിറകിലുണ്ട്. അതിൻ്റെ പേരാണ്
ഒസോജി, ഇതിനെക്കുറിച്ച് ഞാൻ പിന്നീട് യൂട്യൂബിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല രസമാണ് കേട്ടോ. ഒസോജി ഇതൊരു ട്രഡീഷണൽ, ഒരു പാരമ്പര്യമാണ് ദാറ്റ് റിഫ്ലെക്ട്സ് ജപ്പാൻസ് എംഫസിസ് ഓൺ ക്ലെൻലിനെസ്, ശുചിത്വം, റെസ്പെക്ട്, ബഹുമാനം, ആൻഡ് കളക്റ്റീവ് റെസ്പെക്ട്, കൂട്ടായ ഉത്തരവാദിത്വം. ഇത്തരം കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു ജാപ്പനീസ് പാരമ്പര്യ ബോധമാണ്, ഒരു ജാപ്പനീസ് പാരമ്പര്യമാണ് ഒസോജി എന്ന് പറയുന്നത്. അവരൊരു ചിട്ടയാണ്, ഒരു നിഷ്ഠയാണ്. ഓക്കെ, ഒസോജി വിച്ച് ട്രാൻസ്ലേറ്റ്സ് ആസ്, ജാപ്പനീസ് വാക്കാണ് ഒസോജി, അതിന്റെ ട്രാൻസ്ലേഷൻ ആണ് ബിഗ് ക്ലീനിങ് എന്നാണ് അർത്ഥം. ബിഗ് ക്ലീനിങ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ അർത്ഥം വരുന്നത്. ഇറ്റ് ഇസ് എ ട്രഡീഷണൽ ജാപ്പനീസ് പ്രാക്ടീസ്, ഇതൊരു ജാപ്പനീസ് പാരമ്പര്യമാണ്. അവർ കാലകാലങ്ങളായിട്ട് ചെയ്ത് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രാക്ടീസാണ്, ഒരു രീതിയാണ്. ഓഫ് ഡീപ് ക്ലീനിങ് ഹോംസ്, അവരവരുടെ ഗൃഹങ്ങളെല്ലാം, വീടൊക്കെ അതുപോലെ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാറുണ്ട്. അതുപോലെ അവരുടെ വർക്ക് പ്ലേസസ്, ജോലി സ്ഥലങ്ങൾ, ആൻഡ് കമ്മ്യൂണൽ സ്പേസസ് ബിഫോർ ദ ന്യൂ ഇയർ, അതായത് ന്യൂ ഇയറിന് മുമ്പ്. ഇതാണ് അവരുടെ പാരമ്പര്യം. ഒസോജി എന്ന് പറയുന്ന ഒരു ട്രഡീഷനാണ്, ഒരു പാരമ്പര്യം. ആ ഒരു പാരമ്പര്യത്തിൽ ഊന്നിരിക്കുന്ന ഒരു കൾച്ചർ, ഒരു സാംസ്കാരിക പ്രാക്ടീസാണ്. അത് പ്രകാരം അവർ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ ന്യൂ ഇയറിന് മുമ്പ് അവരുടെ വീടും അവരുടെ ജോലി ചെയ്യുന്നവരുടെ സ്ഥലങ്ങളും കമ്മ്യൂണൽ പ്ലേസും, അതായത് ആൾക്കാർ ഒത്തുകൂടുന്ന സ്ഥലങ്ങളെല്ലാം അവർ നല്ല രീതിയിൽ വൃത്തിയാക്കി സൂക്ഷിക്കാറുണ്ട്. ദ കസ്റ്റം ഹാസ് ബീൻ ഒബ്സർവ്ഡ് ഫോർ സെഞ്ചുറീസ്, നൂറ്റാണ്ടുകളായിട്ട് ഇത് ജപ്പാനിൽ ആൾക്കാർ കൃത്യമായിട്ട് ചെയ്തു പോകുന്നതാണ്. ആൻഡ് ഇസ് റൂട്ടഡ് ഇൻ ദ ബിലീഫ് ദാറ്റ് എ ക്ലീൻ എൻവയൺമെന്റ് ഹെൽപ്സ് ക്രിയേറ്റ് എ ഫ്രഷ് സ്റ്റാർട്ട് ഫോർ ദ ഇയർ എഹെഡ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ന്യൂ ഇയറിന് മുമ്പ് തന്നെ ഇത് ചെയ്യുന്നത്? കാരണം അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. ദ കസ്റ്റം ഹാസ് ബീൻ ഒബ്സർവ് ഫോർ സെഞ്ചുറീസ്, നൂറ്റാണ്ടുകളായിട്ട് ഇവർ ഇത് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് റൂട്ടഡ് ഇൻ ദ ബിലീഫ് ദാറ്റ്, കാരണം അവർക്കൊരു അടിയുറച്ച വിശ്വാസമുണ്ട്. ആ വിശ്വാസം എന്ന് പറയുന്നത് ദാറ്റ് എ ക്ലീൻ എൻവയൺമെന്റ്, വൃത്തിയുള്ള ഒരു പരിസ്ഥിതി, വൃത്തിയുള്ള ചുറ്റുപാട്, ഹെൽപ്സ് ക്രിയേറ്റ് എ ഫ്രഷ് സ്റ്റാർട്ട് ഫോർ ദ ഇയർ എഹെഡ്. പുതുതായി ഒരു വർഷം വരാൻ പോവുകയാണ്. ആ പുതുവർഷത്തിന് ഒരു പുതിയ തുടക്കം വേണമെങ്കിൽ നമ്മുടെ വീടും ചുറ്റുപാടും പരിസരവും എല്ലാം വൃത്തിയായിരിക്കണം. അപ്പോൾ ഒരു വൃത്തിയുള്ള ഈ പറയുന്ന ഒരു പരിസരം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ പരിസ്ഥിതിയൊക്കെ കഴിയുന്നത്ര വൃത്തിയായിരുന്നാൽ മാത്രമേ പുതിയ വർഷത്തിൽ പുതിയ തുടക്കം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ പുതിയ വർഷത്തിൽ പുതിയ തുടക്കത്തിന് ഇത് വേണമെന്നുള്ളതാണ് ഇവരുടെ വിശ്വാസം. അപ്പൊ ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് അത് ചെയ്തത്. ഇപ്പൊ ഇവരുടെ ഒരു കൾച്ചറൽ പ്രാക്ടീസ്, ഇവരുടെ കൾച്ചറിലുള്ളതാണ്. മനസ്സിലായില്ലേ? അൺലൈക്ക് റൂട്ടീൻ ഹൗസ് ഹോൾഡ് കോഴ്സ്, സി, സാധാരണ വീടുകൾ നമ്മളെല്ലാവരും വീടൊക്കെ വൃത്തിയാക്കാറുണ്ട്. അതുപോലെയല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായി, നമ്മൾ സാധാരണ വീടുകളിൽ ചെയ്യാറുള്ള ജോലിയിൽ നിന്ന് വ്യത്യസ്തമായി ഒസോജി ഇൻവോൾവ്സ്, ഒസോജി എന്ന് പറയുന്ന ഈ ഒരു പ്രാക്ടീസിൽ ഉൾപ്പെടുന്നത് thoroughly cleaning areas that are often overlooked. ഇപ്പോൾ നമ്മൾ വീട്ടിലായാൽ പോലും നമ്മുടെ അടുക്കള നമ്മൾ വൃത്തിയാക്കാറുണ്ട്, നമ്മൾ കിടക്കുന്ന നമ്മുടെ കട്ടിൽ നമ്മൾ വൃത്തിയാക്കാറുണ്ട്, നമ്മുടെ ബെഡ്റൂം വൃത്തിയാക്കാറുണ്ട്, ടോയ്ലറ്റ്സ് വൃത്തിയാക്കാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒസോജി എന്ന് പറയുമ്പോൾ അങ്ങനെ വീട് നമ്മുടെ ഇമ്മീഡിയറ്റ് സ്പേസസിന് അപ്പുറത്തേക്ക് ക്ലീനിങ് ഏരിയാസ് ദാറ്റ് ആർ ഓവർലുക്ഡ് ഡ്യൂറിങ് ദ ഇയർ, നമ്മളധികം ശ്രദ്ധ കൊടുക്കാത്ത ചില സ്ഥലങ്ങളുണ്ട് അല്ലെ. ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു 3 മുറിയുണ്ട്, 2 മുറികളെ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. ഓക്കെ, മൂന്നാമതൊരു മുറി ആരും ഉപയോഗിക്കാതെ അവിടെ കിടക്കുകയാണ്. അതങ്ങനെ എപ്പോഴും അടിച്ചു വരാറില്ല. അത് ഈ പറയുന്ന വല്ലപ്പോഴും ആയിരിക്കും ചെയ്യുന്നത്. ഇതാണ് ഒസോജി എന്ന് പറയുന്നത്. നമ്മൾ പൊതുവെ ശ്രദ്ധിക്കാറില്ലാത്ത സ്ഥലങ്ങൾ കൂടെ വൃത്തിയായിട്ട് സൂക്ഷിക്കും. ഇറ്റ് ഇസ് ബോത്ത് എ പ്രാക്ടിക്കൽ ആൻഡ് സിംബോളിക് ആക്ട്. അപ്പൊ ഇതൊരു സിംബോളിക് ആക്ട് ആണ്. ഓക്കെ, റെപ്രസെന്റിങ് പ്യൂരിഫിക്കേഷൻ, ശുദ്ധീകരണം, റിന്യൂവൽ, പുതുമ, ആൻഡ് പ്രിപ്പറേഷൻ ഫോർ എ ന്യൂ ബിഗിനിങ്. അപ്പൊ ഇതൊരു പ്രാക്ടിക്കൽ ആൻഡ് സിംബോളിക് ആക്ട് ആണ്. പല കാര്യങ്ങളെയും സിംബലൈസ് ചെയ്യുന്ന ഒരു പ്രതീകാത്മകമായ ഒരു പ്രവൃത്തിയാണ്. സിംബോളിക് ആക്ട് എന്ന് വെച്ചാൽ പ്രതീകാത്മകമായ പ്രവൃത്തിയാണ്. കാരണം ഈ ഒരു പ്രവൃത്തി എന്തിനെയാണ് പ്രതിദാനം ചെയ്യുന്നത്? പ്യൂരിഫിക്കേഷൻ, ശുദ്ധീകരണം, റിന്യൂവൽ, പുതുക്കൽ, ആൻഡ് പ്രിപ്പറേഷൻ ഫോർ എ ന്യൂ ബിഗിനിങ്, പുതിയ തുടക്കത്തിന് വേണ്ടിയുള്ള നമ്മുടെ തയ്യാറെടുപ്പിന് പ്രതീകാത്മകമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഈ വൃത്തിയാക്കൽ എന്ന് പറയുന്നത്. ഇൻ ജപ്പാൻ, അടുത്ത പാരഗ്രാഫിലേക്ക് വരുമ്പോൾ, ഒസോജി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് മിയർലി അബൌട്ട് റിമൂവിംഗ് ഡസ്റ്റ് ആൻഡ് ക്ലറ്റർ. നമ്മുടെ വീടുകളിൽ ഈ പറയുന്ന പോലെ ചെലന്തി വലയും പൊടി അടിച്ചു തൂക്കുന്ന അല്ല ഒസോജി എന്ന് പറയുന്നത്. ഇറ്റ് റിഫ്ലെക്ട്സ് എ ബ്രോഡർ കൾച്ചറൽ മൈൻഡ് സെറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ വിപുലമായ സാംസ്കാരികമായ ഒരു ബോധമാണ്, ഒരു സാംസ്കാരിക ബോധമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒസോജി എന്ന് പറയുന്നത്. ദാറ്റ് വാല്യൂസ് ഓർഡർ, ഹാർമണി ആൻഡ് റെസ്പെക്ട് ഫോർ ഷെയർഡ് സ്പേസസ്. വൃത്തിയാക്കുക, കേവലം വൃത്തിയാക്കി ഇടുക എന്നത് മാത്രമല്ല ഒസോജി. അത് വളർത്തിയെടുക്കുന്ന ചില ബോധങ്ങളുണ്ട് നമ്മുടെ ഉള്ളിൽ, ചില ബോധ്യങ്ങളുണ്ട്. ഇറ്റ്സ് എ ബ്രോഡർ കൾച്ചറൽ മൈൻഡ് സെറ്റ്. ഒരു ശരിക്കും പറഞ്ഞ ഒരു വിശാലമായ ഒരു സാംസ്കാരിക ബോധമാണ് ഈ ഒസോജി വളർത്തിയെടുക്കുന്നത്. ദാറ്റ് വാല്യൂസ് ഓർഡർ,
ഹാർമണി ആൻഡ് റെസ്പെക്ട് ഫോർ ഷെയർഡ് സ്പേസസ്. ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ഒരിടം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഒരു കോളേജിൽ ജോലി ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനൊരു കോളേജ് ജോലി ചെയ്യുന്നെങ്കിൽ ഞാൻ ഒരു സ്റ്റാഫ് റൂമിലായിരിക്കും ഇരിക്കുന്നത്. ആ സ്റ്റാഫ് റൂമിൽ എന്നെ കൂടാത്ത ചിലപ്പോൾ ഒരു 10ഓളം ടീച്ചേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ 10 പേര്, ഞങ്ങൾ 10 പേര് ഉപയോഗിക്കുന്ന ഒരു റൂമാണ്. അപ്പോൾ അത് വൃത്തിയാക്കിയിടുക എന്നുള്ളത്, ഞാൻ ഇന്നലെ അത് ചെയ്തില്ലേ നാളെ അവനത് ചെയ്യട്ടെ എന്നതിലുപരി അത് നമ്മളെല്ലാവരും ഷെയർ ചെയ്യുന്ന ഒരിടത്തിനോടുള്ള എൻ്റെ ബഹുമാനം കൂടെയാണ്. മനസ്സിലായി? അപ്പോൾ വിശാലമായ ഒരു മൈൻഡ് സെറ്റാണ്. The origins of Ossoji can be traced back to the Heian period. അപ്പോൾ ഇതൊക്കെ ഒരുപക്ഷെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഇനി ഒസോജിയുടെ തുടക്കം നമുക്ക് എവിടെ നോക്കാം. അത് തുടക്കം നമ്മൾ ട്രേസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് ഹിയൻ പീരിയഡിലാണെന്ന് മനസ്സിലാക്കും. അത് ഏകദേശം 794 to 1185 ഈ കാലയളവിലാണ് ഈ ഒരു പ്രാക്ടീസ് ഉയർന്നു വരുന്നത്. When a ritual known as Susuherai or suit sweeping was carried out in palaces, shrines and temples. ഇനി നമുക്ക് ഒസോജിയുടെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്, ഇത് തുടങ്ങിയത് ഏകദേശം ഈ ഒരു പീരീഡിലാണ്, 795 to 1185 ഈ ഒരു കാലയളവിലാണ് തുടങ്ങുന്നത്. ആ സമയത്ത് ഒരു റിച്വൽ ഉണ്ടായിരുന്നു. ഓക്കെ, ആ റിച്വലിന്റെ പേര് ഇതാണ്, സുസുഹെറായി അഥവാ സൂട്ട് സ്വീപ്പിംഗ്. സുസുഹെറായി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? പാലസസ്, ഈ വലിയ വലിയ കൊട്ടാരങ്ങളിലും വലിയ വലിയ ക്ഷേത്രങ്ങളിലും എല്ലാം ഈ പറയുന്ന പോലെ എന്താ പറയുക, വൃത്തിയാക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. അതാണ് ഈ സുസുഹെറ. അപ്പൊ ഇവിടുന്നാണ് ഈ ഒസോജി ആരംഭിച്ചത്. ഓക്കെ, ദ പ്രാക്ടീസ് ലേറ്റർ സ്പ്രെഡ് ടു ഹൗസ് ഹോൾഡ്സ്. അപ്പോൾ എന്താ പറയുക, വലിയ വലിയ കൊട്ടാരങ്ങളിലും ക്ഷേത്രങ്ങളിലും തുടങ്ങിയ ഈ ഒരു സംഭവം പിന്നീട് വീടുകളിലേക്ക് വ്യാപിക്കുന്നു. ആൻഡ് ഇവൻച്വലി ബിക്കേം എ നേഷൻ ഇയർ എൻഡ് ട്രഡീഷൻ. പിന്നീട് ശരിക്കും പറഞ്ഞാൽ അത് ഒരു രാജ്യം തന്നെ അത് ഏറ്റെടുത്ത് ഒരു വർഷം അവസാനിക്കുമ്പോൾ ചെയ്യുന്ന ഒരു ട്രഡീഷൻ, ഒരു പാരമ്പര്യമായി മാറുകയാണ്. മനസ്സിലായില്ലേ? ദ കസ്റ്റം ഇസ് ഓൾസോ ലിങ്ക്ഡ് ടു, ഈ ഒരു കസ്റ്റം, ഈ ഒരു രീതിക്ക് ഷിൻഡോ ബിലീവ്സ്, ഷിൻഡോ വിശ്വാസങ്ങളുമായിട്ട് അതിന് ബന്ധമുണ്ട്. വിച്ച് പ്ലേസ് സിഗ്നിഫിക്കൻറ്റ് ഇമ്പോർട്ടൻസ് ഓൺ ക്ലെൻലിനെസ് ആൻഡ് പ്യൂരിഫിക്കേഷൻ. സോ ഈ ഷിൻഡോ വിശ്വാസങ്ങൾ, ഷിൻഡോ ബിലീവ്സ് വൃത്തിക്കും ശുദ്ധീകരണത്തിനും ഒക്കെ ഒരുപാട് ഊന്നൽ കൊടുക്കുന്ന ഒരു വിശ്വാസ പ്രമാണമാണ്. ഓക്കെ, അപ്പൊ അതുമായിട്ട് ഇതിന് ബന്ധമുണ്ട് ഒസോജിക്ക്. ട്രഡീഷണലി നോക്കിക്കഴിഞ്ഞാൽ ഹോംസ് വെയർ ക്ലീൻഡ് തറലി ബിഫോർ വെൽക്കമിങ് ടോഷിഗാമി. അപ്പൊ പണ്ട് നമ്മൾ ഇനിയും ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പണ്ടൊക്കെ വീടുകൾ നല്ല പോലെ വൃത്തിയാക്കിയിടും. എന്തിനു മുമ്പ്? ബിഫോർ വെൽക്കമിങ് ടോഷിഗാമി. ടോഷിഗാമിയെ സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ്. ടോഷിഗാമി എന്താ? ദ ഡീറ്റി അസോസിയേറ്റഡ് വിത്ത് ദ ന്യൂ ഇയർ, അതായത് പുതുവർഷവുമായി ബന്ധപ്പെട്ട ദൈവം അല്ലെങ്കിൽ ദേവത. ഡീറ്റി എന്നൊക്കെ പറഞ്ഞാൽ ദൈവം, ദേവത എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ മനസ്സിലാക്കുക, ടോഷിഗാമി എന്ന് പറയുന്ന ദേവത അല്ലെങ്കിൽ ദേവൻ, ആ ഡീറ്റിയെ വെൽക്കം ചെയ്യുന്നതിന് മുമ്പ് വീടുകളൊക്കെ നമ്മൾ തൂത്ത് വൃത്തിയാക്കിയിടാറ്. ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഓണത്തിന് നമ്മൾ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി, എന്താണ് മാവേലി വരുന്നു എന്നുള്ള വിശ്വാസം. അതുപോലെ ഏകദേശം അതൊക്കെ പോലെ തന്നെ. സോ ഓവർ ടൈം പിന്നീട് ഒസോജി ഇവോൾവ് ഇൻ ടു എ കൾച്ചറൽ പ്രാക്ടീസ്. ഇതൊരു സാംസ്കാരിക പ്രാക്ടീസായി മാറുന്നു. ദാറ്റ് എക്സ്റ്റെൻസ് ബിയോണ്ട് ദ ഹോം. കണ്ടില്ലേ, ഇത് എവിടെ തുടങ്ങി? കൊട്ടാരങ്ങളിൽ തുടങ്ങി, ക്ഷേത്രങ്ങളിൽ തുടങ്ങി, വീടുകളിലേക്ക് വന്നു. ഇപ്പൊ വീട്ടിൽ നിന്ന് പൊതു ഇടങ്ങളിലേക്ക് അത് വ്യാപിച്ചില്ലേ? മനസ്സിൽ ഇപ്പൊ ജപ്പാൻകാർ അവരുടെ പരിസരങ്ങൾ, അവരുടെ ജോലി സ്ഥലങ്ങൾ മാത്രമാണോ? അവർ രാജ്യം കടന്ന് മറ്റൊരു രാജ്യത്ത് വന്ന് കളി കാണുമ്പോൾ പോലും അത് വൃത്തിയാക്കിയണം എന്നുള്ള ബോധം അവർക്കില്ലേ? കണ്ടില്ലേ? അപ്പോൾ ഇറ്റ് ഇവോൾവ് ഇൻ ടു എ കൾച്ചറൽ പ്രാക്ടീസ് ദാറ്റ് എക്സ്റ്റെൻസ് ബിയോണ്ട് ദ ഹോം. അവരുടെ വീട്ടിൽ നിന്നും അവിടെ നിന്നും അത് എക്സ്റ്റെൻഡ് ചെയ്ത് ആൻഡ് ഇൻഫ്ലുവൻസസ് ഹൗ മെനി ജാപ്പനീസ് പീപ്പിൾ ഇന്ററാക്ട് വിത്ത് പബ്ലിക് സ്പേസസ്. കണ്ടില്ലേ? അപ്പോൾ ഇത് എവിടെ തുടങ്ങിയതാണ്? ഇത് ഒരു സ്ഥലത്തുനിന്ന് തുടങ്ങി വീടുകളിലേക്ക് എത്തി, പിന്നീട് വീടിൽ നിന്നും അതീതമായിട്ട് എക്സ്റ്റെൻഡ് ബിയോണ്ട് ദ ഹോം, വീടുകൾക്കും അപ്പുറത്തേക്ക്, അവരുടെ സ്വകാര്യ ഇടങ്ങളിൽ നിന്നും അപ്പുറത്തേക്ക് ഇത് വ്യാപിച്ചു. ആൻഡ് ഇൻഫ്ലുവൻസസ് മെനി ജാപ്പനീസ് പീപ്പിൾ യു ഇന്ററാക്ട് വിത്ത് പബ്ലിക് സ്പേസസ്. കണ്ടില്ലേ? ഇപ്പോൾ ചുറ്റു ലോകം മുഴുവനുള്ള ഈ പറയുന്ന പോലെ ജപ്പാനീസ് പീപ്പിൾ, ജപ്പാൻകാരെ മുഴുവൻ സ്വാധീനിക്കുന്ന ഒരു കാര്യമായിട്ട് ഇത് മാറുന്നു. Japanese football fans first attracted widespread international attention for cleaning stadiums during the 1998 FIFA World Cup. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് ആദ്യത്തെ സംഭവമല്ല. 1998 ഫിഫ വേൾഡ് കപ്പിലാണ് ജാപ്പനീസ് ഫുട്ബോൾ ആരാധകർ ഇത്തരത്തിലൊരു അന്തർദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. സിൻസ് ദെൻ, അതിനുശേഷം ദ ട്രഡീഷൻ കണ്ടിന്യൂഡ് അറ്റ് ടൂർണമെന്റ്സ്. ലോകം മുഴുവൻ നടക്കാറുള്ള ഇതുപോലെ കായിക പരിപാടികൾ തുടർന്നുകൊണ്ടേയിരുന്നു. 2018 2022 വേൾഡ് കപ്പിലും ഇതേ സമാനമായ സംഭവങ്ങൾ നടന്നു. ആൻഡ് മോസ്റ്റ് റീസെന്റ് 2026 നടന്നു. അറിയാലോ, 2026 നമ്മൾ കണ്ടതാണ്. ഫോർ മെനി ജാപ്പനീസ് സപ്പോർട്ടേഴ്സ്, ക്ലീനിങ് അപ്പ് ആഫ്റ്റർ ദംസെൽസ്
is not viewed as a special just. ഒരുപാട് ഈ പറയുന്ന ജപ്പാൻ സപ്പോർട്ടേഴ്സിനെ സംബന്ധിച്ച്, ജപ്പാൻ ആരാധകരെ സംബന്ധിച്ച് അവിടെ വൃത്തിയാക്കുക എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായ ഒരു ജസ്റ്റർ, സ്പെഷ്യലായ ഒരു പ്രവൃത്തിയൊന്നുമല്ല അവരെ സംബന്ധിച്ച്, സ്വാഭാവിക കാര്യമാണ്. ഇറ്റ് ഈസ് സിംപ്ലി കൺസിഡേർഡ് ദ റൈറ്റ് തിങ് ടു ഡു. കണ്ടില്ല, ഇതൊരു സ്പെഷ്യൽ കാര്യം, ശ്രദ്ധിക്കാൻ വേണ്ടി സ്പെഷ്യൽ കാര്യം ചെയ്യുന്നതല്ല, ഇത് സ്വാഭാവികമായ കാര്യമാണ്. അങ്ങനെയാണ് അവരതിനെ കാണുന്നത്. ദ ബിഹേവിയർ ഇസ് ഓഫൻ ലിങ്ക്ഡ് ടു ലെസൺസ് ലേൺഡ് ഫ്രം ചൈൽഡ്ഹുഡ്. ഇതെല്ലാം കുട്ടികളിലെ എന്താ പറയുക വളർത്തിക്കൊണ്ട് വരുന്ന ശീലങ്ങളാണ് അവരുടെ നാട്ടിൽ. ഇൻ മെനി ജാപ്പനീസ് സ്കൂൾസ്, ഒരുപാട് ജാപ്പനീസ് വിദ്യാലയങ്ങളിൽ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ക്ലീനിങ് ക്ലാസ് റൂംസ്, കോറിഡോർസ് ആൻഡ് കമ്മ്യൂണൽ ഏരിയാസ് റാദർ ദാൻ റിലൈങ് എൻറ്റയർലി ഓൺ കസ്റ്റോഡിയൽ സ്റ്റാഫ്. പല ജാപ്പനീസ് സ്കൂളുകളിലും സ്റ്റുഡൻസ് പലപ്പോഴും ക്ലാസ് റൂം വൃത്തിയാക്കുന്നതിലും അല്ലെങ്കിൽ കോറിഡോർസ് വൃത്തിയാക്കുന്നതിലും ഈ പറയുന്ന പോലെ കമ്മ്യൂണൽ ഏരിയാസ് വൃത്തിയാക്കുന്നതിലും ഒക്കെ അവർ സഹായിക്കാറുണ്ട്, അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അതായത് എല്ലാം ഈ പറയുന്ന പോലെ സ്റ്റാഫ് ചെയ്യട്ടെ എന്നൊരു ധാരണയല്ല. ഇപ്പൊ നമ്മുടെയൊക്കെ ഈ പറഞ്ഞ പോലെ സ്കൂൾസിലോ കോളേജിലോ അങ്ങനെ ഒരു കൾച്ചർ ഈ വന്ന് തുടങ്ങിയിട്ടില്ല നല്ല പോലെ, മനസ്സിലായില്ലേ? ദ പ്രാക്ടീസ് ഹെൽപ്സ് ഇൻസ്റ്റിൽ റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഈ ഒരു പ്രക്രിയ ശരിക്കും പറഞ്ഞാൽ വളർന്നു വരുന്ന ഓരോ വ്യക്തികളിലും ഉത്തരവാദിത്ത ബോധം, റെസ്പെക്ട് ഫോർ ഷെയർഡ് എൻവയൺമെന്റ്സ്, ഈ പറഞ്ഞ പോലെ മറ്റു കാര്യങ്ങളുള്ള പൊതുവിടങ്ങളോടുള്ള ബഹുമാനം, ആൻഡ് കൺസിഡറേഷൻ ഫോർ അതേഴ്സ്, മറ്റുള്ളവരുടെ പരിഗണന, ഇത്തരം നല്ല ശീലങ്ങൾ അവരിൽ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്, ഇത്തരത്തിലുള്ള സംസ്കാരം. ആസ് എ റിസൾട്ട്, അതിന് കാരണമായി ക്ലീനിങ് ഇസ് ഓഫൻ വ്യൂഡ് നോട്ട് ആസ് സമ്മൺ എൽസ് ജോബ് ബട്ട് ആസ് എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഇതിന്റെ ഗുണം എന്താണ്? വൃത്തിയാക്കുക എന്ന് പറയുന്നത് ഏതോ ഒരാളുടെ ജോലിയല്ല, അത് എല്ലാവരും കൂടെ ചെയ്യേണ്ട എന്നുള്ള ബോധം എല്ലാവരിലും ഉണ്ടാകും. ദ അണ്ടർലൈൻ മെസ്സേജ് ഇസ് സിമ്പിൾ. ഇതിന്റെ സന്ദേശം ഇത്രയേ ഉള്ളൂ: ലീവ് എ പ്ലേസ് ബെറ്റർ ദാൻ യു ഫൗണ്ട് ഇറ്റ്. നമ്മളൊരു സ്ഥലത്ത് എത്തുന്നു, നമ്മളവിടെ എത്തുമ്പോൾ ആ സ്ഥലം എങ്ങനെയാണോ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ അതിനെ അങ്ങനെ ആക്കിയിട്ട് നിങ്ങൾ പോവുക. In many parts of the world, people are accustomed to leaving public venues expecting staff to handle the cleanup. ഇന്ന് ഇത് പറയുന്ന പോലെ പല പൊതുസ്ഥലങ്ങളിലും പരിപാടികൾ കഴിയുമ്പോൾ ജനങ്ങളുടെ മനോഭാവം എന്നാണ് അവിടുത്തെ സ്റ്റാഫ് അത് ക്ലീൻ ചെയ്യട്ടെ എന്നാണ്. Seeing thousands of spectators to voluntarily stay behind to collect rubbish challenges those expectations. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, seeing thousands of spectators voluntarily stand behind to collect rubbish challenges those expectations, which is one reason the videos continue to attract millions of views on. അപ്പോൾ ഇത്തരം ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ടാണ് ഇന്നും ഇവരുടെ ഈ വീഡിയോയ്ക്ക് ലക്ഷക്കണക്കിന് ആരാധകരുള്ളതും ഇത് വലിയ ഇതിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. ഓക്കെ, റീസെന്റ് ഫുട്ടേജ് ഫ്രം ദ 2026 FIFA World Cup once again sparked admiration across social media. ഇപ്പോൾ 2026 വൈറലായ വീഡിയോ പോലും ഒരുപാട് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്, with fans around the world praising the discipline, humility and respect demonstrated by Japanese supporters. അപ്പോൾ ഈ വീഡിയോ വൈറലായതോടുകൂടി ജാപ്പനീസ് ജനങ്ങളുടെ അവരുടെ ഡിസിപ്ലിൻ, അവരുടെ അച്ചടക്കം, അവരുടെ വിനയം, അവരുടെ ബഹുമാനം, ഇതിനെല്ലാം ആൾക്കാർ നല്ല രീതിയിൽ അഭിനന്ദിക്കുന്നുണ്ട്. The clips may appear extraordinary, but they are rooted in everyday habits that many Japanese people learn from an early age. ഇതെല്ലാം കാണുമ്പോൾ, ഈ പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് എക്സ്ട്രാordinary ആയിട്ട് തോന്നാം, പക്ഷേ ഇതെല്ലാം തന്നെ അവരുടെ ജീവിതത്തിൽ എന്താ ദൈനംദിന ഹാബിറ്റ്സിൽ നിന്ന്, ശീലങ്ങളിൽ നിന്നുണ്ടായതാണ്, പ്രത്യേകതയൊന്നുമില്ല. At its heart, ചുരുക്കി പറഞ്ഞാൽ ഒസോജി is not really about cleaning. വൃത്തിയാക്കുക എന്നുള്ളത് മാത്രമല്ല ഒസോജി. It is about taking responsibility for the spaces we share and showing respect for the people who use them. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂടെ ചേർന്ന് പങ്കിടുന്ന ഒരിടം, ആ ഇടത്തിനോടുള്ള നമ്മുടെ ബഹുമാനം മാത്രമല്ല, അത് യൂസ് ചെയ്യുന്ന മറ്റാൾക്കാരോടുള്ള നമ്മുടെ ബഹുമാനം, അതാണ് ഈ ഒസോജി എന്ന് പറയുന്ന ഈ പ്രാക്ടീസ്. That philosophy helps explain why Japanese stadium cleanup videos continue to resonate globally. അപ്പോൾ ഈ ഒരു തത്വം മനസ്സിലാക്കിയാൽ തന്നെ നമുക്കറിയാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഇവരുടെ വീഡിയോസ് ഇങ്ങനെ വൈറലാവുന്നത്. In an era when viral content often celebrates spectacle, ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ പറയുക, നമ്മളെ ദൃശ്യവിസ്മയം ഒരുക്കുന്ന വീഡിയോസ് ആണ് പൊതുവെ വൈറലാവാറുള്ളത്, നമ്മളെ അമ്പരപ്പിക്കുന്ന വീഡിയോസ് ആണ് വൈറലാവാറുള്ളത്. അപ്പം അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ദീസ് സിമ്പിൾ ആക്ട്സ് ഓഫ് കൺസിഡറേഷൻ, ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രവൃത്തികൾ ഓഫർ സംതിങ് ഡിഫറെൻറ്റ്, വ്യത്യസ്തമായ ചില മെസ്സേജുകളാണ് നമുക്ക് തരുന്നത്. എ റിമൈൻഡർ ദാറ്റ് സ്മോൾ ആക്ഷൻസ് ക്യാൻ റിഫ്ലക്ട് പവർഫുൾ വാല്യൂസ്. എന്താണ് ആ മെസ്സേജ്? ചെറിയ പ്രവൃത്തികൾക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ആൻഡ് പെർഹാപ്സ് ദാറ്റ് ഇസ് വൈ മില്യൺസ് ഓഫ് പീപ്പിൾ കണ്ടിന്യൂ ടു വാച്ച്, ഷെയർ ആൻഡ് അഡ്മയർ ദം എവറി ടൈം ദേ അപ്പിയർ ഓൺലൈൻ. അതുകൊണ്ടാണ് ഇന്നും കോടിക്കണക്കിന് ആൾക്കാർ ജാപ്പനീസ് ഫാൻസിന് ഈ പ്രവൃത്തികൾ വരുമ്പോൾ അത് കാണുന്നതും ഷെയർ ചെയ്യുന്നതും വരെ ആരാധിക്കുന്നത്. അപ്പോൾ ഏകദേശം എനിക്ക് നല്ലൊരു എഡിറ്റോറിയൽ ആയിരുന്നു. എന്താ പറയുക, നമ്മളിപ്പോൾ അതിൽ നിന്ന് പ്രസിയോ കോമ്പിനേഷനോ ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും നല്ലപോലെ വായിച്ചിരിക്കേണ്ട അത്യാവശ്യം ഒരു പൊതുവിജ്ഞാനവും കൂടെ ഉൾപ്പെടുന്ന ഒരു എഡിറ്റോറിയലായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ അത് വായിച്ചു, ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി. ഇനി
എങ്ങനെ നമുക്ക് ഇതിൽ നിന്നൊരു റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്രാക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഡോണ്ട് റീഡ് വേർഡ്സ്, റീഡ് ദ റൈറ്റേഴ്സ് മൈൻഡ്. ഇപ്പോൾ ആദ്യമേ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ആ വാക്കുകൾ മാത്രം എടുത്ത് നിങ്ങളുടെ തലയിലേക്ക് കയറ്റാനായിട്ട് നോക്കുന്നു. വായിക്കും തോറും എന്താണ്, എവിടേക്കാണ് ഈ എഴുത്തുകാരൻ നമ്മളെ കൊണ്ടുപോകുന്നത്, ആ വഴിക്ക് വേണം നമ്മൾ പോകാൻ. ബിഫോർ റീഡിംഗ് ദ പാസേജ് ആസ്ക് യുവർ സെൽഫ് 5 ക്വസ്റ്റ്യൻസ്. എപ്പോഴും ഒരു പാസേജ് വായിച്ച് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് റീഡിംഗ് ലൈൻ ബൈ ലൈൻ, ട്രെയിൻ യുവർ സെൽഫ് ടു ആൻസർ ദീസ് 5 ക്വസ്റ്റ്യൻസ്. ഇതാണ് നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട 5 ചോദ്യം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, വാട്ട് ഇസ് ദ സെൻട്രൽ ഐഡിയ? എന്താണ് ഈ പാസേജിന്റെ സെൻട്രൽ ഐഡിയ? എന്തിനെ കുറിച്ചാണ് പറയുന്നത്? നോട്ട് ദ ഫസ്റ്റ് പാരഗ്രാഫ്, നോട്ട് ദ ടൈറ്റിൽ, ദ എൻറ്റയർ പാസേജ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മുഴുവൻ പാസേജിൽ എന്താണ് പറയുന്നത്, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ആദ്യത്തെ പാരഗ്രാഫിൽ എന്ത് പറയുന്നു, ആ ടൈറ്റിൽ കാണുമ്പോൾ എന്ത് മനസ്സിലാവുന്ന ആളല്ല. പിന്നെ ഒരു ഈസി ടിപ്പ് എന്ന നിലയിൽ എന്താണ് ആ പാസേജിന്റെ സെൻട്രൽ ഐഡിയ എന്നുള്ളത് പലപ്പോഴും ആദ്യ പാരഗ്രാഫിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, സംശയമില്ല, സമ്മതിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ വായിച്ചു വരുമ്പോൾ കിട്ടും നമ്മുടെ സെൻട്രൽ ഐഡിയ എന്താണ്? ജാപ്പനീസ് സ്റ്റേഡിയം ക്ലീനിങ് ഇസ് നോട്ട് ആൻ ഐസൊലേറ്റഡ് ആക്ട് ഓഫ് ഡിസിപ്ലിൻ. അച്ചടക്കത്തിന്റെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ജാപ്പനീസ് ആരാധകരുടെ ഈ ക്ലീനിങ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് ഔട്ട്കം ഓഫ് എ സെഞ്ചുറീസ് ഓൾഡ് കൾച്ചറൽ ഫിലോസഫി ഓഫ് ക്ലെൻലിനെസ്, റെസ്പോൺസിബിലിറ്റി ആൻഡ് റെസ്പെക്ട് ഫോർ ഷെയർഡ് സ്പേസസ്. ഇത് റിസൾട്ടാണ്. എന്തിന്റെ റിസൾട്ട്? ഇവരുടെ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിന്റെ റിസൾട്ട് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. രണ്ടാമത്തെ ചോദ്യം, വൈ ഡിഡ് ദ റൈറ്റർ ചൂസ് ദിസ് ടോപ്പിക്? എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ എഴുതിയത്? ബിക്കോസ് സോഷ്യൽ മീഡിയ ട്രീറ്റ്സ് ജാപ്പനീസ് ഫാൻസ് ആസ് എക്സ്ട്രോർഡിനറി. കാരണം ഇത്തരം വീഡിയോസ് വൈറലാവുമ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച എന്നാണ്, ഇതൊരു എക്സ്ട്രോർഡിനറി ആക്ട് ആണെന്ന നിലയിലാണ് ഇതിനെ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, സോ ദ റൈറ്റർ വാണ്ട്സ് ടു ഷോ, ഇവിടെ എഴുത്തുകാരന്റെ ലക്ഷ്യം ഇതാണ്, ദിസ് ഇസ് നോട്ട് എക്സ്ട്രോർഡിനറി ഫോർ ജപ്പാൻ, ഇറ്റ് ഇസ് ഓർഡിനറി ബിക്കോസ് ഓഫ് കൾച്ചർ. ഇത് എക്സ്ട്രോർഡിനറി ഒരു കാര്യമേ അല്ല, ഇത് അവരുടെ കൾച്ചറിലെ വളരെ സ്വാഭാവികമായ കാര്യമാണ്. ഇതാണ് എഴുത്തുകാരൻ നമ്മളെ നയിക്കുന്ന സംഭവം. ഒസോജി എന്ന് പറയുന്ന ട്രഡീഷനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഇത് അണ്ടർലൈൻ മെസ്സേജ് എന്താണ്? ഇത് എക്സ്ട്രോർഡിനറി അല്ല, ഇത് അവരെ സംബന്ധിച്ച് വളരെ ഓർഡിനറി ആയ കാര്യമാണ്. മനസ്സിലായി? ആൻഡ് ദാറ്റ് ബിക്കംസ് ദ ഹിഡൻ ആർഗ്യുമെന്റ്. ഇതാണ് ഹിഡൻ ആർഗ്യുമെന്റ്. ശരിക്കും മെയിൻലി പെരിഫറൽ ലെവലിൽ നമ്മൾ വായിക്കുമ്പോൾ ഇറ്റ് ഇസ് അബൌട്ട് ഒസോജി എന്ന ട്രഡീഷനെ കുറിച്ചാണ്. എന്നാൽ അതിന്റെ താഴെ കിടക്കുന്ന ഒരു ആർഗ്യുമെന്റ് എന്താണ്? ഇത് എക്സ്ട്രോർഡിനറി അല്ല, ഇത് ഓർഡിനറി ആണെന്നാണ്. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഇസ് ദ റൈറ്റർ ട്രൈങ് ടു പ്രൂവ്? എന്താണ് ഈ പാസേജ്? എവിടേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്? എന്താണ് ഇയാൾക്ക് തെളിയിക്കാനുള്ളത്? ഇവിടെ റൈറ്റർ തെളിയിക്കാനുള്ളത് എന്താണ്? സിവിക് ബിഹേവിയർ ബിഗിൻസ് ഫ്രം ചൈൽഡ്ഹുഡ്. കുട്ടിക്കാലത്ത് നിന്നാണ് ഈ പൗരധർമ്മം ഉണ്ടാവേണ്ടത്. കൾച്ചർ ക്രിയേറ്റ്സ് റെസ്പോൺസിബിൾ സിറ്റിസൺസ്. നല്ല സംസ്കാരം ഉത്തരവാദിത്തമുള്ള ജനങ്ങളെ സൃഷ്ടിക്കും. സ്മോൾ ആക്ഷൻസ് റിഫ്ലക്ട് ഗ്രേറ്റ് വാല്യൂസ്. ചെറിയ പ്രവർത്തികൾ വലിയ മൂല്യങ്ങൾ സൃഷ്ടിക്കും. ഇതാണ് എഴുത്തുകാരൻ നമുക്ക് തെളിയിക്കാനുള്ളത്, ആണല്ലോ. നാലാമത്തത്, വാട്ട് എവിഡൻസ് സപ്പോർട്ട്സ് ദ ആർഗ്യുമെന്റ്? ഓക്കെ, ഇദ്ദേഹം ഒരു ആർഗ്യുമെന്റ് പറയുന്നുണ്ട്, സോജി ഇങ്ങനെയാണ്, ഇതൊക്കെയാണ് അതിന്റെ ഗുണങ്ങളെന്ന് പറയുന്നുണ്ട്. ഇതിന് ഉദാഹരണങ്ങളും തെളിവുകളും തന്നിട്ടുണ്ട്. ഉണ്ട്. 98 വേൾഡ് കപ്പ്, 2008 വേൾഡ് കപ്പ്, 22 വേൾഡ് കപ്പ്, 26 വേൾഡ് കപ്പ്, സ്കൂളുകൾ, ഷിൻഡോ വിശ്വാസങ്ങൾ, ഇതെല്ലാം ഇത്രയധികം തെളിവുകൾ തരുന്നുണ്ട്. ദെൻ ഹിയൻ പീരിയഡിലാണ് തുടങ്ങിയത്, ഒസോജി പ്രാക്ടീസ് എല്ലാം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദീസ് ആർ സപ്പോർട്ടിങ് എവിഡൻസ്, നോട്ട് ദ മെയിൻ ഐഡിയ. അപ്പോൾ ഇത് പ്രധാന ആശയത്തെ താങ്ങി നിർത്തുന്ന ഉദാഹരണങ്ങളാണ് ഇത്രയും പറഞ്ഞത്. വാട്ട് ലെസൺ ഷുഡ് ദ റീഡർ ടേക്ക്? ഇനി അടുത്തത് എന്താണ് ഇതിൽ പറയുന്നത്? എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്? ഇയാൾക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളത്? എന്തൊക്കെയാണ് ഇദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന തെളിവുകൾ? എന്താണ് നമ്മൾ എടുക്കേണ്ടത്? എവരി എഡിറ്റോറിയൽ ഹാസ് എ ടേക്ക് അവേ. ഓരോ എഡിറ്റോറിയലിന്റെ ലക്ഷ്യം എന്താണ്? നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ റെസ്പെക്ട് ഫോർ പബ്ലിക് സ്പേസസ് ബിഗിൻ വിത്ത് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. പൊതു ഇടങ്ങളോടുള്ള നമ്മുടെ ബഹുമാനം തുടങ്ങുന്നത് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി എന്നാണ്. നമുക്ക് നമ്മളോടുള്ള ചില ഉത്തരവാദിത്വമുണ്ട്, അവിടുന്നാണ് പൊതു ഇടങ്ങളോടുള്ള ഉത്തരവാദിത്വവും ബഹുമാനവും തുടങ്ങുന്നത്. ഈ 5 ചോദ്യങ്ങളാണ് നിങ്ങൾ ഒരു പാസേജ് വായിക്കുമ്പോൾ മനസ്സിലുണ്ടാവേണ്ടത്. ഓക്കെ, എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്? എന്താണ് ഇതിൽ പറയുന്നത്? എങ്ങോട്ട് കൊണ്ടുപോകുന്നു? അയാൾക്ക് എന്താണ് പറയാനുള്ളതിന്റെ തെളിവ് എന്താണ്? നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ, സിമ്പിൾ. ഇനി നമുക്ക് ഈ പാസേജ് വായിച്ചപ്പോൾ കിട്ടിയ ഇൻസൈറ്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ഇൻസൈറ്റ് 1, ജാപ്പനീസ് സ്റ്റേഡിയം ക്ലീനിങ് എന്ന് പറയുന്നത് ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് അല്ല. അറിയാലോ, അവര് വൈറലാവാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഇപ്പൊ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ വൈറലാവാൻ വേണ്ടി മനുഷ്യർ എന്തൊക്കെ കാണിക്കുന്നു, ഇല്ലേ? ഇതൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് അല്ല.
പുറമെയുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് ജാപ്പനീസ് ഫാൻസ് എക്സ്ട്രാ ഓർഡിനറി ആണ്, അവർ അവരുടെ സ്റ്റേഡിയം വൃത്തിയാക്കുന്നു, ഇതൊരു മഹത്തായ സംഭവമാണ്. ആർട്ടിക്കിൾ പറയുന്നു അല്ല, ഇറ്റ് ഇസ് സിംപ്ലി ദെയർ എവരിഡേ കൾച്ചർ. ഇത് അവരെ സംബന്ധിച്ച് മഹത്തായ കാര്യമല്ല. ഈ മഹത്തായ കാര്യം ചെയ്യാനല്ല ഫ്ലൈറ്റ് പിടിച്ച് ലക്ഷങ്ങൾ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് അവർ ചെന്നത്. അവർ കളി ആസ്വദിക്കാൻ ചെന്നവരാണ്. പക്ഷേ അവരാ ചെയ്യുന്ന പ്രവൃത്തി അവരുടെ കൾച്ചറിന്റെ ഭാഗമാണ്. മനസ്സിലായില്ലേ? ഇതാണ് ഒന്നാമത്തെ ഇൻസൈറ്റ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഓൾവേസ് ഡിസ്റ്റിംഗ്വിഷ് അപ്പിയറൻസസ് വേഴ്സസ് റിയാലിറ്റി. എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് യാഥാർത്ഥ്യം. 2, ഒസോജി ഈസ് മച്ച് മോർ ദാൻ ക്ലീനിങ്. നമ്മൾ വിചാരിക്കും ഓക്കെ ഇവർ വൃത്തിയാക്കുന്നു, ഇത് ഒസോജി എന്ന് പറഞ്ഞൊരു പ്രാക്ടീസ് അല്ല. ഒസോജി എന്ന പ്രാക്ടീസ് ക്ലീനിങ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. മെനി സ്റ്റുഡൻസ് മേ ആൻസർ ഇറ്റ് മീൻസ് ഡീപ് ക്ലീനിങ്. ഒസോജി എന്ന് പറഞ്ഞാൽ ഡീപ് ക്ലീനിങ് ആണ്. അല്ല, ഇറ്റ് ഇസ് ഇൻകംപ്ലീറ്റ്. പിന്നെ എന്താണ് ഒസോജി? ഒസോജി എന്ന് പറഞ്ഞാൽ പ്യൂരിഫിക്കേഷൻ, ശുദ്ധീകരണം, പുതുമ, അച്ചടക്കം, ബഹുമാനം, ഉത്തരവാദിത്തം, ഹാർമണി, പുതു തുടക്കം, ഇതൊക്കെയാണ്. സോ ദ ക്ലീനിങ് ഇറ്റ് സെൽഫ് ഇസ് ഓൺലി ദ വിസിബിൾ പാർട്ട്. ക്ലീനിങ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന അതിൻ്റെ ഒരു പ്രവൃത്തി മാത്രമേ ഉള്ളൂ. ഒസോജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു അച്ചടക്കം ഉണ്ടാവണം, നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടാവണം, നമ്മൾ ഉത്തരവാദിത്തം ഏൽക്കണം. ഇത്തരം കാര്യങ്ങളാണ് ഒസോജി എന്ന് പറയുന്നത്. അതൊരു സാംസ്കാരിക പാരമ്പര്യമാണ്. 3, സിവിക് സെൻസ് ബിഗിൻസ് ഇൻ ചൈൽഡ്ഹുഡ്. ഈ പറഞ്ഞ പോലെ പൗരബോധം, പൗരധർമ്മം, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കുട്ടിക്കാലത്ത് തന്നെ ഉണ്ടാവേണ്ടതാണ്. നോക്കിയേ, 1 ബ്യൂട്ടിഫുൾ പാരഗ്രാഫ് എക്സ്പ്ലെയിൻ സ്കൂൾസ് ഡോണ്ട് ഹയർ സമ്മൺ ടു ക്ലീൻ ക്ലാസ് റൂംസ്. കൃത്യമായിട്ട് പറയുന്നില്ലേ, ക്ലാസ് റൂമുകൾ ക്ലീൻ ചെയ്യാൻ കുട്ടികൾ തന്നെ മുന്നിട്ടിറങ്ങാറുണ്ട്. സ്റ്റുഡൻസ് ക്ലീൻ ദം, ദാറ്റ് ഡെവലപ്സ് ഓണർഷിപ്പ് ഇൻസ്റ്റെഡ് ഓഫ് ഡിപെൻഡൻസി. കണ്ടില്ല, അവരാരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അവർ തന്നെ അവരുടെ പ്രവർത്തികൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. ദിസ് ഇസ് പെർഹാപ്സ് ദ സ്ട്രോങ്ങസ്റ്റ് ആർഗ്യുമെന്റ് ഇൻ ദ പാസ്റ്റ്. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കുട്ടികൾ അവരായിട്ട് തന്നെ ഇറങ്ങിത്തിരിക്കാറുണ്ട് സ്കൂളുകളിലെ കോറിഡോഴ്സും വരാന്താസും ക്ലീൻ ചെയ്യാൻ. ഇതൊരു പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് ആണ്. ഇൻസൈറ്റ് 4, കൾച്ചർ ഷേപ്സ് ബിഹേവിയർ. ഒരു സംശയമില്ല, ഒരു പ്രദേശത്തിന്റെ സംസ്കാരം എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും അവിടുത്തെ ജനങ്ങൾ. നോക്കിയേ, ദ ആർട്ടിക്കിൾ ഷോസ് കൾച്ചർ ഒരു സംസ്കാരമാണ് ശീലങ്ങൾ ഉണ്ടാക്കുന്നത്. ശീലങ്ങളിൽ നിന്ന് പെരുമാറ്റം ഉണ്ടാവും. ആ പെരുമാറ്റമാണ് പിന്നീട് ഈ നാഷണൽ ഇമേജ് സൃഷ്ടിക്കുന്നത്, അല്ലേ? ഇപ്പോൾ ജാപ്പനീസ് ഫാൻസിന് എങ്ങനെയാണ് ഈ പറയുന്ന ഒരു നാഷണൽ ഇമേജ് സൃഷ്ടിക്കാൻ സാധിച്ചത്? അവരുടെ കൾച്ചറിൽ അതുണ്ട്. ആ കൾച്ചറിൽ ഉള്ളത് കൊണ്ടാണ് അത് അവരുടെ ബിഹേവിയറിൽ വന്നത്. ആ ബിഹേവിയർ ഒരു സ്വാഭാവികമായി ചെയ്ത കാര്യത്തിൽ നിന്നാണ് ഇത്രയും വലിയ ശ്രദ്ധ ഉണ്ടായത്. അപ്പോൾ ഈ ചെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ചെയിൻ ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. 5ാമത്തെ ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ ആക്ഷൻസ് കമ്മ്യൂണിക്കേറ്റ് ഗ്രേറ്റ് വാല്യൂസ്. അവസാന പാരഗ്രാഫിൽ അതാണ് പറയുന്നത്. സിമ്പിൾ മെസ്സേജ് ആണ്. ചെറിയ കാര്യങ്ങൾ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. റൈറ്റർ എങ്ങനെ അവസാനിപ്പിക്കുന്നു നോക്കിയേ, ക്ലീനിങ് റബ്ബിഷ് ഇസ് നോട്ട് ക്ലീനിങ് ഒൺലി. ഒരു കാര്യം വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ഈ വൃത്തിയാക്കുക മാത്രമല്ല, ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് ഹ്യൂമിലിറ്റി, ഡിസിപ്ലിൻ, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, റെസ്പെക്ട് ആൻഡ് കൺസെഷൻ. നമ്മളൊരു പൊതുവിടം വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മറ്റുള്ളവരോടുള്ള ബഹുമാനം, പൊതുസ്ഥലങ്ങളുള്ള കരുതൽ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അതിൽ നിന്ന് വിളിച്ചു പറയുന്നത്. സോ അതുകൊണ്ടാണ് മില്യൺസ്, കോടിക്കണക്കിന് ആൾക്കാർ ജപ്പാനെ ആരാധിക്കുന്നത്. ഇവിടെ കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ 5 ഇൻസൈറ്റ് ഏകദേശം നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഈ ഒരു എഡിറ്റോറിയലിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. സോ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. എക്സ്പ്ലെയിൻ ദ ഫിലോസഫി ഓഫ് ഒസോജി ആൻഡ് ഡിസ്കസ് ഹൗ ഇറ്റ് എക്സ്റ്റെൻഡ്സ് ബിയോണ്ട് ദ ആക്ട് ഓഫ് ക്ലീനിങ്. അപ്പോൾ നമ്മുടെ ഒരു എൻറ്റയർ പാസേജ് ഈ ഒസോജി ട്രഡീഷനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ചോദ്യം ഇതാണ്, എന്താണ് ഈ ഒസോജി എന്ന് പറയുന്ന ഫിലോസഫി? എന്താണ് ഇത്? കേവലം ക്ലീനിങ് മാത്രമല്ല എന്ന് പറയാൻ എന്തുകൊണ്ടാണ് കാരണം? അപ്പോൾ എൻറ്റയർ പാസേജിൽ, എൻറ്റയർ എഡിറ്റോറിയൽ അതാണ് പറയുന്നത്. അപ്പോൾ നമുക്കതൊരു മോഡൽ ആൻസർ ഞാനത് തരാം. ഒരു 95 വാക്കിൽ നമുക്കത് എങ്ങനെ എഴുതാം എന്നുള്ളതാണ്, വിത്ത് ഇമ്പോർട്ടൻറ്റ് കീവേഡ്സ്. ശ്രദ്ധിച്ചോളൂ. ഒസോജി ഇസ് എ ട്രഡീഷണൽ ജാപ്പനീസ് പ്രാക്ടീസ് ഓഫ് ഡീപ് ക്ലീനിങ് ബിഫോർ ദ ന്യൂ ഇയർ. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഇൻഫോ എല്ലാം ആഡ് ചെയ്യണം. അതായത് ന്യൂ ഇയറിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന ഡീപ് ക്ലീനിങ് ആണ് ഒസോജി എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് റൂട്ടഡ് ഇൻ സെഞ്ചുറീസ് ഓൾഡ് കൾച്ചറൽ ആൻഡ് റിലീജിയസ് ബിലീഫ്സ്. ഇതിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാംസ്കാരിക മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾക്ക് ഇതിൽ ബന്ധമുണ്ട്. വൈൽ ഇറ്റ് ഇൻവോൾവ്സ് ഫിസിക്കലി ക്ലീനിങ് എന്നൊരു പ്രക്രിയ ഇതിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിലും ഇറ്റ് സിഗ്നിഫിക്കൻസ് ഇസ് ഫാർ ഡീപ്പർ. ഇപ്പൊ വീടുകളും പരിസരവും ക്ലീൻ ചെയ്യുക എന്നൊരു സംഭവം ഉൾപ്പെടുന്നുണ്ട്, സമ്മതിക്കുന്നു. എന്നാൽ പോലും അതിനപ്പുറത്തേക്കാണ് ഒസോജി എന്ന് പറയുന്ന ഈ ഒരു കൾച്ചറൽ പ്രാക്ടീസ്. കേട്ടോ, ഇറ്റ് സിംബലൈസസ്, ഇത് പ്രതീകാത്മകമായ ഒരു കാര്യമാണ് എഡിറ്റോറിയൽ കൃത്യമായി പറയുന്നത്. പ്യൂരിഫിക്കേഷൻ, റിന്യൂവൽ, ഡിസിപ്ലിൻ ആൻഡ് പ്രിപ്പറേഷൻ. കണ്ടല്ലോ, ഈ 4 വാക്ക് കീവേഡ്സ് ആണ്. എന്തിനെയൊക്കെ പ്രതീകാത്മകമായി നിൽക്കുന്നു ഇത്? ശുദ്ധീകരണം, പുതുമ, അച്ചടക്കം,
പ്രിപ്പറേഷൻ ഫോർ എ ഫ്രഷ് ബിഗിനിങ്, ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. ദ പ്രാക്ടീസ് എൻകറേജസ് റെസ്പെക്ട് ഫോർ ഷെയർഡ് സ്പേസസ് ആൻഡ് പ്രൊമോട്ട്സ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. നമ്മളെല്ലാവരും പങ്കിടുന്ന പൊതുവിടങ്ങളോടുള്ള ബഹുമാനം വളർത്താനും കൂട്ടായ ഉത്തരവാദിത്വ ബോധം വളർത്തിയെടുക്കാനും വേണ്ടിയാണ് ഇത് കൊണ്ടുവരാ. മീൻസ് ഇത് ശരിക്കും പറഞ്ഞാൽ അത്തരം ഉത്തരവാദിത്വ ബോധം പ്രോത്സാഹിപ്പിക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഓവർ ടൈം, കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒസോജി ഹാസ് ബിക്കം എ വേ ഓഫ് ലൈഫ്. ഇതൊരു കൾച്ചറായിട്ട് തുടങ്ങി ഇന്ന് അവരുടെ ഒരു ജീവിത രീതിയാണ്. ദാറ്റ് ഷേപ്സ് സിവിക് ബിഹേവിയർ, ഇൻഫ്ലുവൻസിങ് ഹൗ ജാപ്പനീസ് പീപ്പിൾ കെയർ ഫോർ പബ്ലിക് സ്പേസസ്. പൊതു ഇടങ്ങളോടുള്ള ജാപ്പനീസ് ജനതയുടെ ഈ പറയും പോലെ പൊതുവിടങ്ങളോട് അവർക്ക് എത്രത്തോളം പരിഗണന ഉണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ഇതിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇൻക്ലൂഡിങ് സ്കൂൾ, സ്റ്റേഡിയംസ് ആൻഡ് അതർ കമ്മ്യൂണൽ എൻവയൺമെന്റ്സ്. അപ്പൊ ഇതൊരു 95 വാക്കിൽ ഒസോജി എന്താണെന്നും കേവലം അത് ക്ലീനിങ് മാത്രമല്ല ഉൾപ്പെടുന്നതെന്നും പറയുന്ന ഒരു പാസേജാണ്, പറയുന്ന ഒരു ആൻസർ ആണ്. ഓക്കെ, അപ്പോ എന്തുകൊണ്ട് ഈ ഉത്തരം നല്ലതാണ്? കാരണം ആ സ്ട്രക്ചർ നിങ്ങൾ നോക്കിയേ, ഡെഫിനിഷൻ കൊടുത്തു, ഏറ്റവും പ്രധാനമായിട്ട് മാർക്ക് സ്കോറിംഗ്, സിംബോളിസം, അത് എന്തിനെ സിംബലൈസ് ചെയ്യുന്നു കൊടുത്തു, അതിന്റെ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് കൊടുത്തു, വൈഡർ ആപ്ലിക്കേഷൻ കൊടുത്തു, അല്ലാതെ സമ്മറി മാത്രമല്ല. ഒസോജിയെ സമ്മറൈസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ 4 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഉത്തരമാണെങ്കിൽ നിങ്ങൾക്ക് വെറും 2 മാർക്കിലേക്ക് നിങ്ങൾ ഒതുങ്ങിപ്പോകും. വെറും 2 മാർക്കിലേക്ക് നിങ്ങൾ ഒരു പ്ലെയിൻ സമ്മറി എഴുതി വെച്ചാൽ, ഇതൊരു പ്ലെയിൻ സമ്മറി അല്ല, നമ്മൾ അത് എന്താന്ന് ഡിഫൈൻ ചെയ്തു, അതിൻ്റെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, അതിൻ്റെ സിംബോളിസം, അതിൻ്റെ വൈഡർ ആപ്ലിക്കേഷൻ, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഉത്തരം എഴുതിയിരിക്കുന്നത്. ആണല്ലോ. അടുത്ത ചോദ്യം നോക്കിയേ, ഹൗ ഡസ് ദ പാസേജ് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഡെവലപ്പിംഗ് സിവിക് റെസ്പോൺസിബിലിറ്റി എമംഗ് ജാപ്പനീസ് സിറ്റിസൺ? എങ്ങനെയാണ് ഈ പാസേജിൽ വിദ്യാഭ്യാസത്തിന്റെ പങ്ക്, അതായത് ഈ പറയുന്ന സാമൂഹിക ബോധം വളർത്തിയെടുക്കുന്നതിൽ വിദ്യാഭ്യാസത്തിന്റെ പങ്കിനെ കുറിച്ച് എങ്ങനെയാണ് പാസേജ് സംസാരിക്കുന്നത്? 90 വാക്കിൽ എങ്ങനെ കീവേഡ്സ് ഉപയോഗിച്ച് എഴുതാം? നോക്കിയേ, ദ പാസേജ് ആട്രിബ്യൂട്ട്സ് ജപ്പാൻസ് സിവിക് റെസ്പോൺസിബിലിറ്റി ലാർജ്ലി ടു ഇറ്റ്സ് എഡ്യൂക്കേഷണൽ പ്രാക്ടീസസ്. ഈ പാസേജിൽ മുഖ്യമായിട്ടും ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്ത് അവിടുത്തെ ജനങ്ങളുടെ പൗരബോധം വന്നത് അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്നാണെന്ന് പറയുന്നുണ്ട്. ഫ്രം ആൻ ഏർലി ഏജ്, ചെറുപ്രായം തൊട്ടേ സ്റ്റുഡൻസ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ക്ലീനിങ് ക്ലാസ് റൂംസ്. ഉദാഹരണം നമ്മൾ എടുത്ത് പറയുക, ഇവിടെ കുട്ടികൾ ക്ലാസ് റൂം, കോറിഡോർ, മറ്റ് സ്പേസസ് എല്ലാം തന്നെ അവർ സ്വന്തമായിട്ട് അതിൽ ക്ലീൻ ചെയ്യാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. റാദർ ഇൻസ്റ്റെഡ് ഓഫ് ഡിപ്പെൻഡിങ് എൻറ്റയർലി ഓൺ കസ്റ്റോഡിയൽ സ്റ്റാഫ്. അതായത് ഈ സ്ഥലങ്ങളിലെല്ലാം സ്റ്റാഫ് മെമ്പേഴ്സ് തന്നെ ഇത് ചെയ്യണമെന്ന് അവർ നിർബന്ധം പിടിക്കാറില്ല. ദിസ് പ്രാക്ടിക്കൽ ഇൻവോൾവ്മെന്റ് ഇൻസ്റ്റിൽസ് വാല്യൂസ് സച്ച് ആസ് ഡിസിപ്ലിൻ, റെസ്പോൺസിബിലിറ്റി, കോപ്പറേഷൻ ആൻഡ് റെസ്പെക്ട് ഫോർ പബ്ലിക് പ്രോപ്പർട്ടി. അപ്പോൾ ഈ ഒരു ഇൻവോൾവ്മെന്റ് ഇത് ശരിക്കും പറഞ്ഞാൽ വളർന്നു വരുന്ന കുട്ടികളിൽ എന്തൊക്കെ മൂല്യങ്ങളാണ് നിറയ്ക്കുന്നത്? ഇൻസ്റ്റിൽസ് വാല്യൂസ്, അച്ചടക്കം, ഉത്തരവാദിത്വം, സഹകരണ ബോധം ആൻഡ് റെസ്പെക്ട് ഫോർ പബ്ലിക് പ്രോപ്പർട്ടി. പൊതുസ്ഥലങ്ങളോടും പൊതുമുതലിനോടും ഒക്കെയുള്ള അവരുടെ ബഹുമാനം, ഇതെല്ലാം തന്നെ കൊച്ചു കുട്ടികളിൽ വളർത്തിയെടുക്കാൻ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് സാധിച്ചിട്ടുണ്ട്. സോ ക്ലീനിങ് ഇസ് ദെയർഫോർ വ്യൂഡ് ആസ് എ ഷെയർഡ് ഡ്യൂട്ടി. മറ്റൊരാളുടെ ഒബ്ലിഗേഷൻ അല്ല, എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തമായിട്ടാണ് ക്ലീനിങ്ങിനെ അവർ കാണുന്നത്. ദീസ് ഹാബിറ്റ്സ് കണ്ടിന്യൂ ഇൻ ടു അഡൾട്ട്ഹുഡ്. കൊച്ചിലേ വളർത്തുന്ന അല്ലെങ്കിൽ കൊച്ചിലേ പഠിക്കുമ്പോൾ വളരുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെ ചൈൽഡ്ഹുഡിൽ നിന്ന് പഠിച്ച എല്ലാം തന്നെ അഡൾട്ട്ഹുഡിലേക്ക് വരുന്നു. എക്സ്പ്ലെയിനിങ് വൈ ജാപ്പനീസ് സിറ്റിസൻസ് വോളണ്ടറിലി മെയിൻറ്റെയിൻ പബ്ലിക് സ്പേസസ് വിത്തൗട്ട് എക്സ്പെക്ടിങ് റെക്കഗ്നിഷൻ ഓർ സൂപ്പർവിഷൻ. വേറെ ആരെങ്കിലും വന്ന് പറഞ്ഞു ചെയ്യിപ്പിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വൈറലാവാൻ വേണ്ടിയോ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയോ അല്ല അവരിത് ചെയ്യുന്നത്. അതിനൊന്നും കാത്തു നിൽക്കാതെ അവർ സ്വയം ഇറങ്ങി പൊതു ഇടങ്ങൾ വൃത്തിയാക്കുന്നതിന്റെ കാരണം ഈ ശീലങ്ങളാണ്. മനസ്സിലായല്ലോ? അതായത് അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തുടങ്ങിയ ഈ ശീലങ്ങളാണ്. ഇനി ആ ഉത്തരം നിങ്ങൾ നോക്കിയേ, എങ്ങനെ എഡ്യൂക്കേഷനെ കുറിച്ചായിരുന്നു ചോദ്യം. എഡ്യൂക്കേഷന്റെ റോളിനെ കുറിച്ച് പറഞ്ഞു, അതുവഴി ഹാബിറ്റ് ഫോം ചെയ്തേ പറഞ്ഞു. ഹാബിറ്റ് എങ്ങനെ ക്യാരക്ടറായി, ക്യാരക്ടേഴ്സ് ചേർന്ന് എങ്ങനെ സൊസൈറ്റിയിൽ ആ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവന്നു. കൃത്യമായിട്ടുള്ള സോ ഓൾവേസ് റൈറ്റ് ദിസ് പ്രോഗ്രഷൻ. ഇങ്ങനെ വേണം റൈറ്റിംഗ് പ്രോഗ്രഷൻ. ഐഡിയാസിന്റെ ലോജിക്കൽ ഫ്ലോ ഇങ്ങനെ ആയിരിക്കണം. മനസ്സിലായല്ലോ? മൂന്നാമത്തെ ചോദ്യം, വൈ ഡു ജാപ്പനീസ് സ്റ്റേഡിയം ക്ലീനപ്പ് വീഡിയോസ് കണ്ടിന്യൂ ടു അട്രാക്ട് വേൾഡ് വൈഡ് അഡ്മിറേഷൻ? ഇന്നും ദേശീയ അന്തർദേശീയ ശ്രദ്ധ നേടുന്നതിൽ
എന്തുകൊണ്ട് ജാപ്പനീസ് സപ്പോർട്ടേഴ്സ് അവർ ക്ലീൻ ചെയ്യുന്ന വീഡിയോസ് ദേശീയ അന്തർദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു? ഇതാണ് ചോദ്യം. 95 വാക്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. നോക്കിയേ, ജാപ്പനീസ് സ്റ്റേഡിയം ക്ലീൻ അപ്പ് വീഡിയോസ് റിസീവ് ഗ്ലോബൽ അഡ്മിറേഷൻ ബിക്കോസ്, കാരണം നമ്മൾ ആദ്യ വരിയിൽ തന്നെ അതിന് ഉത്തരം പറയുന്നുണ്ട്. ബിക്കോസ് ദേ ചലഞ്ച് കോമൺ എക്സ്പെക്ടേഷൻസ്, ചില ധാരണകളെ അവർ വെല്ലുവിളിക്കുന്നു. റിഗാർഡിംഗ് പബ്ലിക് ബിഹേവിയർ, അതായത് പൊതുസ്ഥലങ്ങളിൽ എങ്ങനെ പെരുമാറണം എന്നതിനെ സംബന്ധിക്കുന്ന ചില ധാരണകളെ അവർ വെല്ലുവിളിക്കുന്നത് കൊണ്ടാണ്. ഇൻ മെനി കൺട്രീസ്, പല രാജ്യങ്ങളിലും സ്പെക്ടേറ്റേഴ്സ് ലീവ് റബ്ബിഷ് ബിഹൈൻഡ് ഫോർ ക്ലീനിങ് സ്റ്റാഫ്. ഇതൊക്കെ ക്ലീനിങ് സ്റ്റാഫിന്റെ ജോലിയല്ലേ എന്ന് കരുതി അവരവരുടെ വേസ്റ്റ് എല്ലാം അവിടെ കൊണ്ടിടും. ജാപ്പനീസ് ഫാൻസ് എന്ത് ചെയ്യും? വോളണ്ടറിലി റിമെയിൻ ആഫ്റ്റർ മാച്ചസ് കഴിഞ്ഞു അവരവിടെ ഉണ്ടാകും. നോട്ട് ഓൺലി ഫോർ ദിയർ ഓൺ വേസ്റ്റ് ബട്ട് ഓൾസോ ലിറ്റർ ലെഫ്റ്റ് ബൈ അതേഴ്സ്. അവരുടെ മാത്രം അവരിട്ട പേപ്പറും പാട്ടയും പറക്കാൻ വേണ്ടി മാത്രമല്ല, മറ്റുള്ള ആൾക്കാരിടുന്നത് കൂടെ അവർ പറക്കി മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദെയർ ആക്ഷൻസ് ഡെമോൺസ്ട്രേറ്റ് ഹ്യൂമിലിറ്റി, അവരുടെ പ്രവൃത്തിയിൽ വിനയമുണ്ട്, അച്ചടക്കമുണ്ട്, ബഹുമാനമുണ്ട്, ആൻഡ് കൺസേൺ ഫോർ കളക്റ്റീവ് ബീങ്, പൊതുസ്ഥലങ്ങളോടും മറ്റു മനുഷ്യരോടുള്ള കരുതൽ കൂടെയുണ്ട്. സോ ദ ബിഹേവിയർ അപ്പിയേഴ്സ് എക്സ്ട്രോർഡിനറി ടു ഔട്ട്സൈഡേഴ്സ്. ചുറ്റും കാണുന്ന, അപ്പോൾ എന്നെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ നമ്മളെയൊക്കെ സംബന്ധിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇതൊരു വലിയ പ്രധാനപ്പെട്ട എക്സ്ട്രോർഡിനറി ആയ കാര്യമായിട്ട് തോന്നും. പക്ഷേ ഇറ്റ് റിഫ്ലെക്ട്സ് വാല്യൂസ് ഡീപ്ലി എംബഡഡ് ഇൻ ജാപ്പനീസ് കൾച്ചർ റാദർ ദാൻ എ ഡിസയർ ഫോർ പബ്ലിസിറ്റി ഓർ അപ്രിസിയേഷൻ. ഇത് ശരിക്കും അവരുടെ സംസ്കാരത്തിലുള്ള വളരെ നോർമലായ ഓർഡിനറി ഒരു കാര്യമാണ്. ഇവരൊരിക്കലും ഇത് ചെയ്യുന്നത് പബ്ലിസിറ്റിക്കോ ആൾക്കാരുടെ കൈയടിക്കോ വേണ്ടിയല്ല. ഓക്കെ, ഈ ഒരു ഉത്തരം എങ്ങനെ എഴുതിയാൽ നോക്കിയ കൃത്യമായിട്ട് കമ്പാരിസൺ, റീസൺ, വാല്യൂസ്, കൺക്ലൂഷൻ. ഇതാണ് ആദ്യം നമ്മൾ താരതമ്യം ചെയ്തു പറഞ്ഞു, മറ്റു ഫാൻസിൽ നിന്ന് വ്യത്യസ്തമായി. അതിൻ്റെ കാരണം പറഞ്ഞു, ആ കാരണം ഉണ്ടാവാൻ സാധ്യതയുള്ള മൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞു, കൺക്ലൂഡ് ചെയ്തു. നാലാമത്തെ ചോദ്യം, ഡിസ്കസ് ഹൗ കൾച്ചർ ഇൻഫ്ലുവൻസസ് ഇൻഡിവിജ്വൽ ബിഹേവിയർ വിത്ത് റെഫറൻസ് ടു ദ പാസേജ്. ഇത് കുറച്ചുകൂടെ ബ്രോഡായ ചോദ്യമാണ്. ചോദ്യം എന്താണ്? എങ്ങനെയാണ് സംസ്കാരം ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നത്? ഈ പാസേജിന്റെ വെളിച്ചത്തിൽ ഇത് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, 100 വാക്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? The passage illustrates that individual behavior is largely shaped by cultural values. ഈ പാസേജിൽ എടുത്തു പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയുടെ സ്വഭാവം സാംസ്കാരിക മൂല്യങ്ങൾ സ്വാധീനിക്കുന്നതാണ്. അതായത് ഒരു നാട്ടിലെ സാംസ്കാരിക മൂല്യങ്ങൾ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കും. ജാപ്പനീസ് ട്രഡീഷൻ സച്ച് ആസ് ഒസോജി, ജാപ്പനീസ് ട്രഡീഷൻ, ഒസോജി ആൻഡ് എഡ്യൂക്കേഷണൽ പ്രാക്ടീസ്, ആ നാട്ടിൽ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം, ഇതെല്ലാം തന്നെ എന്തിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്? എൻകറേജ് ക്ലെൻലിനെസ്, വൃത്തി, റെസ്പെക്ട് ഫോർ പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഫ്രം ചൈൽഡ്ഹുഡ്. കുട്ടിക്കാലത്ത് നിന്ന് തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ബഹുമാനം, അച്ചടക്കം പോലെയുള്ള മൂല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ദീസ് വാല്യൂസ് ഗ്രാജുവലി ബിക്കം എവരിഡേ ഹാബിറ്റ്സ്. ഈ മൂല്യങ്ങൾ, സാംസ്കാരികമായി വളർത്തിയെടുത്ത ഈ മൂല്യങ്ങൾ അവരുടെ ശീലങ്ങളായി മാറുന്നു. ഇൻഫ്ലുവൻസിങ് ഹൗ ഇൻഡിവിജ്വൽസ് ബിഹേവ് ഇൻ പബ്ലിക് സ്പേസസ് വിത്തൗട്ട് എക്സ്റ്റേണൽ എൻഫോഴ്സ്മെന്റ്. ഇപ്പൊ ഇതുവഴി അവർ പൊതുവിടങ്ങളിൽ അവർ പെരുമാറുന്ന രീതി അതുപോലും സ്വാധീനിക്കപ്പെടുന്നു. കോൺസിക്വന്റ്ലി ആക്ഷൻസ് ലൈക്ക് വോളണ്ടറിലി ക്ലീനിങ് സ്റ്റേഡിയംസ് അപ്പിയർ നാച്ചുറൽ റാദർ ദാൻ എക്സെപ്ഷണൽ. അതുകൊണ്ട് തന്നെ ഇവർ സ്റ്റേഡിയംസ് ക്ലീൻ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് നാച്ചുറലാണ്, അവരെ സംബന്ധിച്ചത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. ദ ആർട്ടിക്കിൾ സജസ്റ്റ് ദാറ്റ് ലാസ്റ്റിംഗ് സിവിക് റെസ്പോൺസിബിലിറ്റി ഈസ് ക്രിയേറ്റഡ് നോട്ട് മിയർലി ത്രൂ റൂൾസ് ഓർ പണിഷ്മെന്റ്. പൗരധർമ്മം അല്ലെങ്കിൽ ധാർമ്മിക ബോധം ഇതൊന്നും തന്നെ കുറെ നിയമങ്ങളിലൂടെയോ ശക്തമായിട്ടുള്ള പണിഷ്മെന്റ്സ് നമ്മൾ നിഷ്കർഷിച്ചുകൊണ്ടോ ഉണ്ടാവുന്നതല്ല, മറിച്ച് ത്രൂ കൾച്ചറൽ വാല്യൂസ്, സാംസ്കാരിക മൂല്യങ്ങളിൽ നിന്നുണ്ടാവുന്നതാണ്. ദാറ്റ് ആർ കൺസിസ്റ്റന്റ്ലി പ്രാക്ടീസ്ഡ് ആൻഡ് പാസ്ഡ് ഓൺ ഫ്രം വൺ ജനറേഷൻ ടു അതർ. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുത്തുള്ള സാംസ്കാരിക മൂല്യങ്ങളിൽ നിന്നാണ് പൗരബോധവും പൗരധർമ്മവും ഉണ്ടാവുന്നത്. ഓക്കെ, ഈ പാസേജ് നിങ്ങൾ നോക്കി, അതിനകത്ത് പ്രധാനപ്പെട്ട കീവേഡ്സ് കണ്ടല്ലോ: കൾച്ചർ, വാല്യൂസ്, ഹാബിറ്റ്, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, സോഷ്യലൈസേഷൻ. ഇതെല്ലാം തന്നെ പ്രധാനപ്പെട്ട കീവേഡ്സ് ആണ്, ഹൈ സ്കോറിംഗ് കീവേഡ്സ് ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഇസ് ദ സെൻട്രൽ മെസ്സേജ് കൺവെയ്ഡ് ബൈ ദ ഓതർ? ഡു യു തിങ്ക് ഇറ്റ് ഇസ് റെലവെന്റ് ഇൻ ടുഡേ സൊസൈറ്റി? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാം ട്രാപ്പാണ്. കാരണം എന്താണ് ഓതർ തന്നിരിക്കുന്ന മെസ്സേജ്? നമ്മളൊരു പാസേജ് വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഓതർ എന്താണ് പറയുന്നത്? എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്? ചോദ്യം എന്താണ്? ഓതറിന്റെ മെസ്സേജ് എന്താണ്? ഓതർ എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ചോദ്യം കാണുമ്പോൾ ഇതിനോടകം തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്.
നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ചോദിക്കുമ്പോൾ എനിക്കിങ്ങനെയൊക്കെ തോന്നുന്നു എന്ന് എഴുതി വെക്കരുത്, മാർക്ക് പോവുകയാണ് ചെയ്യുന്നത്. കണ്ടോളൂ. ദ സെൻട്രൽ മെസ്സേജ് ഓഫ് ദ പാസേജ് ഇസ് ദാറ്റ്, ഈ പാസേജിന്റെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ്, ആ ഒരു സന്ദേശം എന്ന് പറയുന്നത്, ജെനുവിൻ സിവിക് റെസ്പോൺസിബിലിറ്റി ബിഗിൻസ് വിത്ത് പേഴ്സണൽ വാല്യൂസ്. പൗരബോധം വ്യക്തിപരമായ മൂല്യങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്, റാദർ ദാൻ എക്സ്റ്റേണൽ എൻഫോഴ്സ്മെന്റ്. വേറൊരാൾ വന്ന് എന്താ പറയുക, നമ്മളെ തള്ളിവിട്ട് ചെയ്യിപ്പിക്കേണ്ടതല്ല. ത്രൂ ദ എക്സാമ്പിൾ ഓഫ് ഒസോജി ആൻഡ് ജാപ്പനീസ് ഫുട്ബോൾ ഫാൻസ്, ദ ഓദർ ആർഗ്യൂസ് ദാറ്റ്, ഒസോജി എന്ന ഉദാഹരണത്തിലൂടെ, ജാപ്പനീസ് ഫുട്ബോൾ ആരാധകരുടെ ഉദാഹരണത്തിലൂടെ ഇവിടെ എഴുത്തുകാരൻ പറയുന്നത്, റെസ്പെക്ട് ഫോർ ഷെയർഡ് സ്പേസസ്, പൊതു ഇടങ്ങളോടുള്ള നമ്മുടെ ബഹുമാനം, അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മുടെ അച്ചടക്കം, നമ്മുടെ വിനയം, നമുക്ക് സമൂഹത്തോടുള്ള കരുതൽ തുടങ്ങിയവയാണ്. ദീസ് വാല്യൂസ് ആർ കൾട്ടിവേറ്റഡ് ത്രൂ കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. ഈ മൂല്യങ്ങളെല്ലാം തന്നെ വളർത്തിയെടുക്കുന്നത് സംസ്കാരവും വിദ്യാഭ്യാസവുമാണ്. ദ മെസ്സേജ് ഇസ് ഹൈലി റെലവൻറ്റ് ടുഡേ. ഈ മെസ്സേജ് റെലവൻ്റ് ആണോ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ആണ്, റെലവൻ്റ് ആണ്. കാരണം ഇൻക്രീസിങ് അർബനൈസേഷൻ ആൻഡ് എൻവയറമെന്റൽ ചലഞ്ചസ്, ഇന്ന് ഒരുപാട് പരിസ്ഥിതി വെല്ലുവിളികൾ നമ്മൾ നേരിടുന്നുണ്ട്. ഇറ്റ് റിക്വയർ സിറ്റിസൺസ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ പബ്ലിക് സ്പേസസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പരിസ്ഥിതി വെല്ലുവിളികൾ നേരിടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ തന്നെയല്ലേ പബ്ലിക് സ്പേസസ്, പൊതുവിടങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. അതുകൊണ്ട് ഇത് റെലവൻ്റ് ആണ്. സ്മോൾ ഇൻഡിവിജ്വൽ ആക്ഷൻസ് വെൻ പ്രാക്ടീസ്ഡ് കളക്റ്റീവ്ലി ക്യാൻ സിഗ്നിഫിക്കൻറ്റ്ലി ഇംപ്രൂവ് സൊസൈറ്റി. ചെറിയ ചെറിയ പ്രവൃത്തികൾ അത് കൂട്ടത്തോടെ ആവുമ്പോൾ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ എൻഡിങ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇത് എന്തുകൊണ്ടാണ് ഒരു റാങ്ക് സ്കോറിംഗ് എൻഡിങ് ആവുന്നത്? ഈ മെസ്സേജ് റെലവൻ്റ് ആണ്, അതിന്റെ കാരണവും പറഞ്ഞത്. കാരണം സസ്റ്റൈനബിൾ സോഷ്യൽ ചേഞ്ച് ബിഗിൻസ് നോട്ട് വിത്ത് ലോസ് അലോൺ ബട്ട് വിത്ത് റെസ്പോൺസിബിൾ സിറ്റിസൺസ്. ഇതാണ് അതിന് നല്ല കൊടുക്കാൻ പറ്റിയ ഒരു എൻഡിങ്. നോക്കിയേ, സസ്റ്റൈനബിൾ സോഷ്യൽ ചേഞ്ച്, നിലനിൽക്കുന്ന സാമൂഹിക മാറ്റങ്ങൾ തുടങ്ങുന്നത് നിയമങ്ങളിലൂടെയോ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ശക്തമായ പണിഷ്മെന്റ്സിലൂടെയോ അല്ല, റെസ്പോൺസിബിൾ സിറ്റിസൺസിലൂടെയാണ്. ഈ ഒരു സെന്റൻസ് കൊണ്ട് നിങ്ങൾ എൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു റാങ്ക് സ്കോറിംഗ് ആൻസർ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ ഇത് ഞാൻ ഇങ്ങനെ കരുതുന്നു എന്ന് എഴുതി വെക്കരുത്. ഐ തിങ്ക് ഇറ്റ് ഇസ് റെലവന്റ് ടുഡേ എന്നല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ദ മെസ്സേജ് ഇസ് റെലവന്റ് ടുഡേ ബിക്കോസ് ഐ തിങ്ക്, ഐ അസ്യൂം, ഇതൊന്നും നിങ്ങൾ എഴുതരുത്. ഓക്കെ, സോ ദീസ് 5 questions കവർ ഓൾ മേജർ കോംപ്രിഹെൻഷൻ സ്കിൽസ്. അപ്പൊ 5 ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം കോൺസെപ്റ്റ് ബേസ്ഡ് ആയിരുന്നു, രണ്ടാമത്തെ ചോദ്യം കോസ് ആൻഡ് ഇഫക്റ്റ് ആയിരുന്നു, മൂന്നാമത്തെ ചോദ്യം അനാലിസിസ് ആയിരുന്നു, നാലാമത്തെ ചോദ്യം ഇന്റർപ്രിട്ടേഷൻ, അഞ്ചാമത്തെ ചോദ്യം ഇവാലുവേഷൻ ആൻഡ് ഒപ്പീനിയൻ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, കഴിഞ്ഞ ഈ സീരീസിലെ കഴിഞ്ഞ 2 എപ്പിസോഡിലും ഇപ്പൊ 2 എഡിറ്റോറിയൽ അനാലിസിസിലും ചോദ്യങ്ങൾ 5 കൊണ്ടുവരുമ്പോൾ റാൻഡമായ 5 ചോദ്യമല്ല, നിങ്ങളുടെ 5 സ്കില്ല് ടെസ്റ്റ് ചെയ്യുന്ന 5 ചോദ്യങ്ങളായിരിക്കും കൊണ്ടുവരുന്നത്. ഓക്കെ, a student who can answer these 5 questions well has effectively understood the passage at every level. കാരണം ഈ 5 ലെവലിലും ഉത്തരം കൃത്യമായിട്ട് കണ്ടെത്തി എഴുതാൻ സാധിക്കുന്ന ഒരു കുട്ടിയാണ് നല്ല പോലെ പാസേജ് മനസ്സിലാക്കിയ കുട്ടി. അതുകൊണ്ടാണ് ഈ 5 ചോദ്യങ്ങൾക്കും 5 ലക്ഷ്യം ഉണ്ടായിരുന്നു. നിങ്ങളുടെ 5 സ്കിൽസ് ടെസ്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങളായിരുന്നു 5 ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ കോംപ്രിഹെൻഷൻ ഏകദേശം എല്ലാവർക്കും പിടികിട്ടിയല്ലോ. അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് ഞാൻ പറയാം, യൂസ് ദ 5D ഫോർമുല ഫോർ ഡിസ്ക്രിപ്റ്റീവ് കോംപ്രിഹെൻഷൻ. കോംപ്രിഹെൻഷനിലേക്ക് വരുമ്പോൾ ഈ 5D ഫോർമുല ഉപയോഗിക്കുക. 5D വീണ്ടും ഞാൻ പറയുന്നു, അടുത്ത എപ്പിസോഡിൽ ഒരുപക്ഷെ ഞാൻ വേറൊരു മെത്തേഡ് ആയിരിക്കും കൊണ്ടുവരുന്നത്. ഇങ്ങനെ അനവധി മെത്തേഡുകൾ നിങ്ങൾക്ക് പല പല ക്ലാസ്സുകളിൽ നിന്ന് കിട്ടും. ഇതെല്ലാം നല്ലപോലെ സന്നിവേശിപ്പിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്കത് മോഡിഫൈ ചെയ്യാം. ഡിഫൈൻ, ഡിസ്ക്രൈബ്, ഡെവലപ്പ്, ഡിസ്കസ്, ഡെലിവർ. ഡിഫൈൻ മീൻസ് കോൺസെപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒറ്റ സെന്റൻസിൽ ഡിഫൈൻ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഡിസ്ക്രൈബ്, മെയിൻ ഐഡിയ പാസേജിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. സപ്പോർട്ടിംഗ് പോയിന്റ്സ്, എക്സാമ്പിൾസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. അതിൻ്റെ സിഗ്നിഫിക്കൻസും ഇംപ്ലിക്കേഷൻസ്, സിഗ്നിഫിക്കൻസ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഇമ്പാക്റ്റ് കൃത്യമായി ഡിസ്കസ് ചെയ്യാൻ പറ്റണം. എൻഡ് വിത്ത് എ തോട്ട്ഫുൾ കൺക്ലൂഡിങ് സെന്റൻസ്. എല്ലാ എഡിറ്റോറിയൽസും അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? നല്ല സെന്റൻസുകളിലാണ് എഡിറ്റോറിയൽസ് അവസാനിപ്പിക്കുന്നത്. അതുപോലെ നിങ്ങൾക്കും അവസാനിപ്പിക്കാൻ പറ്റണം. ഓക്കെ, സോ വിത്ത് ദാറ്റ് നമ്മൾ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ വിശദമായിട്ട് ജാപ്പനീസ് ഫുട്ബോൾ ഫാൻസിൻ്റെ ആ ഒസോജി എന്ന ട്രഡീഷനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. അതിൽ നമ്മളൊരു പാസേജ് വൃത്തിയായിട്ട് പിടികിട്ടി. നമ്മൾ കോംപ്രിഹെൻഷൻ മനസ്സിലായതുകൊണ്ട് തന്നെ അടുത്തത് നമുക്ക് പ്രസ്സിയിലേക്ക് പോകണം.
അടുത്ത പ്രസിയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സോ യു കനോട്ട് റൈറ്റ് എ ഗുഡ് പ്രസി അൺടിൽ യു അണ്ടർസ്റ്റാൻഡ് ദ അനാട്ടമി ഓഫ് ദ പാസേജ്. അറിയാലോ, എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്ന കാര്യമാണ്. ആ പാസേജ് കൃത്യമായിട്ട് കീറി മുറിച്ച് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പ്രസി എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, കോംപ്രിഹെൻഷൻ നിങ്ങൾ കുറേ വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ഇനി പ്രസി എന്ന് പറഞ്ഞാൽ അത് ചുരുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമുക്കൊരു വേർഡ് കൗണ്ട് അനാലിസിസ് നടത്തി കളയാം. എപ്പോഴും നമ്മൾ ചെയ്യുന്നില്ലേ, ഒറിജിനൽ പാസേജിന്റെ വേർഡ് കൗണ്ട് ഏകദേശം 620 to 630 വേർഡ്സ് ആണ്. 620 തൊട്ട് ഒരു 630 വാക്കുകൾ വരെ ആ പാസേജിലുണ്ട്. ആറ് പാരഗ്രാഫിലായിട്ടാണ്. ഓക്കെ, 6 പാരഗ്രാഫിലായിട്ടൊരു 630ഓളം വരുന്ന വാക്കുകളുണ്ട്. അങ്ങനെയെങ്കിൽ 1/3 റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 204 വാക്ക്. ഒരു അക്സെപ്റ്റബിൾ റേഞ്ച് എന്ന് പറയുന്നത് 200 തൊട്ട് 210. ഓക്കെ, അതിൽ കുറേ വേണ്ട, 200 210 നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് നമ്മളിവിടെ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു 205 വാക്കാണ് കേട്ടോ. സോ ഡോണ്ട് എയിം ഫോർ എക്സാക്ട്ലി 204 വേർഡ്സ്, എയിം ഫോർ 200 to 200 വേർഡ്സ്. സോ യു റിമെയിൻ സേഫ്ലി വിതിൻ ദ അക്സെപ്റ്റഡ് ലിമിറ്റ്. പിന്നെ ഞാൻ പറഞ്ഞു, ഇതൊന്നും ഒരു റെസ്ട്രിക്ഷൻ അല്ല. ഞാനിപ്പോൾ പറയുകയാണ് 200 അക്സെപ്റ്റബിൾ റേഞ്ച്, 200 തൊട്ട് 210 എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 195 എഴുതിയിട്ട് ഇങ്ങനെ എണ്ണണമെന്നൊന്നും ഇല്ല. അതൊരു ഇത്തിരി ഈ പറയുന്ന 200 198 ആയാൽ എന്താ അവർ വെട്ടിക്കളയോ? ഇല്ല, ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് മാർക്ക് കൊണ്ടുവരുന്നത്. ഒരിക്കലും ഈ പറഞ്ഞ അക്സെപ്റ്റഡ് ലെങ്ത് അല്ല. പിന്നെ നമ്മളൊരു സേഫ് ലിമിറ്റിൽ നിൽക്കുന്നു എന്ന് മാത്രം. ഓക്കെ, പിന്നെ പറഞ്ഞല്ലോ, നിങ്ങളിത് എഴുതി ശീലിച്ച് പരിശീലിച്ച് വരുമ്പോൾ നിങ്ങൾ ആ ട്രാക്കിലേക്ക്, ആ ഫ്രെയിം വർക്കിലേക്ക് ഗ്രാജുവലി വന്നോളും, പേടിക്കണ്ട. ഓക്കെ, 2 സയന്റിഫിക് ഡിസെക്ഷൻ, പാരഗ്രാഫ് ബൈ പാരഗ്രാഫ് എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പാരഗ്രാഫ് അറിയാലോ, ദ ആർട്ടിക്കിൾ ഇൻട്രൊഡ്യൂസസ് ദ ഗ്ലോബൽ അഡ്മിറേഷൻ ഫോർ Japanese football fans who voluntarily clean stadiums after matches and states that this behavior is rooted in deeper cultural tradition rather than being an isolated act. ഇപ്പോൾ ഒന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ജാപ്പനീസ് ഫുട്ബോൾ ഫാൻസിന് ഗ്ലോബലി കയ്യടി കിട്ടുന്നതിൻ്റെ കാരണം അവർ ഓരോ മാച്ച് കഴിയുമ്പോൾ അവരവിടെ വൃത്തിയാക്കാറുണ്ട്. പിന്നെ ഓദർ പറയുന്നത് എന്താണ്, അവരുടെ ഈ ശീലം എന്ന് പറയുന്നത് അവരുടെ സാംസ്കാരിക പാരമ്പര്യത്തിൽ നിന്ന് വന്നതാണ്, അല്ല ഒറ്റപ്പെട്ട കാര്യമല്ല. ആണല്ലോ. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ശ്രദ്ധ ഹുക്ക് ചെയ്യുന്നുണ്ട്, ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ പാരഗ്രാഫിൽ. അവിടുത്തെ കീ വേർഡ്സ് എന്ന് പറയുന്നതാണ് ജാപ്പനീസ് ഫാൻസ്, സ്റ്റേഡിയം ക്ലീനിങ്, ഫിഫ വേൾഡ് കപ്പ്, കൾച്ചറൽ ട്രഡീഷൻ. ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ പശ്ചാത്തലത്തിലാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നിലനിർത്തേണ്ട എന്നാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ, ജാപ്പനീസ് ഫാൻസ് സ്റ്റേഡിയം ക്ലീൻ ചെയ്യുന്നു. അതെന്തായാലും വേണമല്ലോ, അവിടുന്നാണ് നമ്മൾ തുടങ്ങിയത്. ഈ പ്രാക്ടീസ് ഇറ്റ് ഇസ് റൂട്ടഡ് ഇൻ കൾച്ചർ. ഇവരത് ചെയ്യാൻ കാരണം അവരുടെ സംസ്കാരം, അവരുടെ സാംസ്കാരിക ബോധം അങ്ങനെയാണ്. ഈ 2 പോയിന്റ് നമ്മൾ നിലനിർത്തേണ്ടതാണ്. എന്തൊക്കെ കളയാം? നെതർലാൻഡുമായിട്ടുള്ള ഡ്രോ കളയാം. പിന്നെ വൈറൽ വീഡിയോ, സോഷ്യൽ മീഡിയ, ഇതൊന്നും വേണ്ട. കാരണം ഓൾറെഡി പറഞ്ഞു, അവരത് ക്ലീൻ ചെയ്യാറുണ്ട്. അതിൻ്റെ കാരണം അവരുടെ സാംസ്കാരിക ബോധം അതാണ്. അപ്പോൾ ഇതെല്ലാം ഇല്ലസ്ട്രേഷൻസ് ആണ്, പ്രധാനപ്പെട്ട ആശയമല്ല. പ്രധാനപ്പെട്ട ആശയം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അല്ല നെതർലാൻഡിൻ്റെ കൂടെ ഡ്രോ പിടിച്ച കാര്യമൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. സോ ജാപ്പനീസ് ഫാൻസ് സ്റ്റേഡിയം ക്ലീനിങ് റിഫ്ലെക്ട്സ് എ ഡീപ്പ് റൂട്ടഡ് കൾച്ചറൽ ട്രഡീഷൻ. ഇതാണ് നമ്മൾ അവിടെ നിലനിർത്തേണ്ടത്. ജാപ്പനീസ് ഫാൻസ് സ്റ്റേഡിയം ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതവരുടെ ആഴത്തിലൂന്നിയ ഒരു സാംസ്കാരിക പാരമ്പര്യം കാരണമാണ്. രണ്ടാമത്തെ പാരഗ്രാഫിലാണ് ഒസോജി വരുന്നത്. ഓക്കെ, ഇൻട്രൊഡ്യൂസസ് ഒസോജി. ഒസോജിയുടെ മീനിങ് എന്താന്ന് പറയുന്നുണ്ട്, പെർപ്പസ് എന്താന്ന് പറയുന്നുണ്ട്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ പാരഗ്രാഫിന്റെ ലക്ഷ്യം എന്താണ്? ഒസോജി ഡിഫൈൻ ചെയ്യുക, ഒസോജി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, കോൺസെപ്റ്റ് ഡെവലപ്മെന്റ്, ഒസോജി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരിക. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? അവിടുത്തെ പ്രധാനപ്പെട്ട കീവേഡ്സ് ശ്രദ്ധിക്കുക. ഒസോജി, പ്യൂരിഫിക്കേഷൻ, റിന്യൂവൽ, ഫ്രഷ് ബിഗിനിങ്, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെ കീവേഡ്സ് ആണ്. എന്തൊക്കെ നിലനിർത്തണം? ഒസോജിയുടെ മീനിങ് എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് എഴുതണം. പ്രാക്ടിക്കൽ ആൻഡ് സിംബോളിക് സിഗ്നിഫിക്കൻസ് എഴുതണം. ക്ലെൻലിനെസ് എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ വാല്യൂ ആയിട്ട് അവർക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളിത് റീറ്റെയിൻ ചെയ്തേ പറ്റും. എന്തൊക്കെ കളയാം? ന്യൂ ഇയർ ഡീറ്റെയിൽസ് കളയാം, ഹൗസ് ഹോൾഡ് എക്സാമ്പിൾസ് കളയാം, ഈ ബിഗ് ക്ലീനിങ്, ട്രാൻസ്ലേഷൻ, അത് വേണമെങ്കിൽ പാരഫ്രൈസ് ചെയ്തൊന്ന് സമ്മറൈസ് ചെയ്യാം, പക്ഷെ എന്നാൽ നമുക്ക് കളയാം. അപ്പൊ അവിടെ നമ്മൾ നിലനിർത്തുന്നത് ഒസോജി എന്ന് പറയുന്നത് ക്ലെൻലിനെസ്, റിന്യൂവൽ, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, ഇതിനെ പ്രതിദാനം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് എഴുതാം. ഓക്കെ, മൂന്നാമത്തെ പാരഗ്രാഫിൽ ഒസോജിയുടെ ചരിത്രമാണ് പറയുന്നത്. ഓക്കെ,
ഒസോജിയുടെ ചരിത്രം, ഷിൻഡോ വിശ്വാസങ്ങൾ, ഇത് പിന്നീട് ഒരു ദേശീയ സാംസ്കാരിക പ്രാക്ടീസായി മാറുന്നു എന്നുള്ളത് പറയാം. അതായത് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഒരു ചരിത്ര പശ്ചാത്തലമാണ് മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്. അതിൽ ഹെയ്യൻ പീരിയഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ഷിൻഡോ, ട്രഡീഷൻ, പബ്ലിക് സ്പേസസ്. ഇവിടെ നിലനിർത്തേണ്ടതെന്ന് അറിയോ, ആ ഹിസ്റ്റോറിക്കൽ റൂട്ട്സ് നിലനിർത്തിയേ പറ്റൂ. റിലീജിയസ് ഇൻഫ്ലുവൻസ് നിലനിർത്തിയേ പറ്റൂ. അതായത് ഷിൻഡോ നമുക്ക് പറയാം, കുഴപ്പമില്ല. അപ്പോൾ എന്തൊക്കെ കളയാം? ഡേറ്റുകളൊക്കെ കളയാം. ഇത് തുടങ്ങിയത് 795, 1185 കളയാം, കുഴപ്പമില്ല. ടോഷി ഗാമിയെ വരവേൽക്കാൻ വേണമെന്നില്ല. പാലസിലും അമ്പലത്തിലുമാണ് തുടങ്ങിയത്, വേണമെന്നില്ല. അതൊന്നും നമുക്ക് വേണ്ട, അതൊക്കെ നമുക്ക് കളയാം. അതൊക്കെ ഇല്ലസ്ട്രേറ്റ് ചെയ്യാനാണ്. സ്പെസിഫിക് നെയിംസ് റെയർലി ബിലോങ് ഇൻ എ പ്രസി. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയുന്ന പേരുകളൊന്നും നമുക്ക് പ്രസിയിൽ ഉൾപ്പെടുത്തണമെന്നില്ല. ഇങ്ങനെ പറയും, ഒസോജി ഇവോൾവ് ഫ്രം റിലീജിയസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ട്രഡീഷൻസ് ഇൻ ടു എവറിഡേ സിവിക് കൾച്ചർ. ഒസോജി സാംസ്കാരികമായുള്ള, മതപരമായ, ചരിത്രപരമായിട്ടുള്ള പാരമ്പര്യത്തിൽ നിന്നാണ് ഉയർന്നു വന്നത്. പിന്നീട് അത് ഈ പറഞ്ഞ നമ്മുടെ പൗരബോധത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു. നാലാമത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നതാണ് ജാപ്പനീസ് സ്കൂൾ എഡ്യൂക്കേഷൻ സിവിക് റെസ്പോൺസിബിലിറ്റി വളർത്തുന്നുണ്ട്. കുട്ടികൾ ചൈൽഡ്ഹുഡിൽ തന്നെ അവർ സ്കൂളും പരിസരവും എല്ലാം ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ പാസേജിന്റെ ലക്ഷ്യം എന്താണ്? കോസ്, ഇത് എവിടെ നിന്നുണ്ടായി, അതിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് അത് പറയുന്നുണ്ട്. സ്കൂള്, റെസ്പോൺസിബിലിറ്റി, ഷെയർഡ് സ്പേസസ്, ചൈൽഡ്ഹുഡ് ഹാബിറ്റ്. അതുകൊണ്ട് തന്നെ ചൈൽഡ്ഹുഡ് ലേണിംഗ്, സ്കൂൾ ക്ലീനിങ്, ഷെയർഡ് റെസ്പോൺസിബിലിറ്റി, ഇത് 100% നിലനിർത്തിയേ പറ്റൂ. ഒരു ഡൗട്ടും വേണ്ട, 100% നമ്മൾ നിലനിർത്തണം. എന്ത് കളയാം? 98 കപ്പ്, 2018, 22, 26 ഈ ഉദാഹരണങ്ങളുടെ ഡേറ്റുകളൊക്കെ എടുത്ത് കളഞ്ഞോളൂ. ഈ വേൾഡ് കപ്പുകളെല്ലാം തന്നെ ആശയത്തെ സപ്പോർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇതൊന്നും പ്രസീൽ വേണ്ട. സോ ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ട്രാൻസ്ഫോംസ് ക്ലീനിങ് ഇൻ ടു എ ലൈഫ് ലോങ് സിവിക് ഹാബിറ്റ്. ഇത് മാത്രമാണ് ഇതിന്റെ സമ്മറി. ഓക്കെ, അഞ്ചാമത്തെ പാരഗ്രാഫിൽ എന്തുകൊണ്ട് ലോകം ജാപ്പനീസ് ഫാൻസിനെ അഡ്മയർ ചെയ്യുന്നു? അവർ മറ്റുള്ളവരുടെ ഉണ്ടാക്കുന്ന വേസ്റ്റ് കൂടെ എടുത്ത് കളയാറുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ അവിടെ എന്താ പറയുക, ഒരു എവിഡൻസ് തരിക, തെളിവ് തരികയാണ് എന്തുകൊണ്ട് ഗ്ലോബൽ റെസ്പോൺസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് പറയുന്നത്. സോ റെസ്പെക്ട്, ഡിസിപ്ലിൻ, കളക്റ്റീവ് വെൽബീയിങ്, ഷെയർഡ് സ്പേസ്, ഇതെല്ലാം നമ്മൾ നിലനിർത്തേണ്ട കീവേഡ്സ് ആണ്. എന്ത് റീറ്റെയിൻ ചെയ്യണം? മറ്റുള്ളവരുടെ വേസ്റ്റ് കൂടെ അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ അഡ്മിറേഷൻ, ആഗോളതലത്തിൽ നേടിയെടുക്കുന്ന ശ്രദ്ധ, ഹ്യൂമിലിറ്റി, വിനയം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിലനിർത്തേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ കളയണം? സോഷ്യൽ മീഡിയ, മില്യൺസ് ഓഫ് വ്യൂസ്, വൈറൽ വീഡിയോ, ഒന്നും വേണ്ട. അതിൻ്റെ സമ്മറി ഇത്രയേ ഉള്ളൂ. ജാപ്പനീസ് ബിഹേവിയറിൽ, ജാപ്പനീസ് അവരുടെ കൃത്യമായിട്ടുള്ള അവരുടെ ആ ബിഹേവിയറിൽ വിനയവും ഈ പറയുന്ന പോലെ പൊതു കാര്യങ്ങളോടുള്ള, അല്ലെങ്കിൽ പൊതുക്ഷേമത്തിനോടുള്ള അവരുടെ പരിഗണനയും നമുക്ക് കാണാമെന്നുള്ളത് പറയാം. ലാസ്റ്റ് പാരഗ്രാഫിൽ ഫൈനൽ മെസ്സേജ് എന്താണ്? ക്ലീനിങ് ഇസ് അബൌട്ട് റിയൽ വാല്യൂസ്. ഒരു ചെറിയ കാര്യം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണല്ലോ പറയുന്നത്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി, റെസ്പെക്ട്, സ്മോൾ ആക്ഷൻസ്, പവർഫുൾ വാല്യൂസ്, ഇത് 100% നിലനിർത്തേണ്ട കാര്യമാണ്. ചെറിയ പ്രവർത്തികൾ, വലിയ ഇമ്പാക്റ്റ്, എല്ലാം തന്നെ നമുക്ക് അവിടെ റീറ്റെയിൻ ചെയ്യാം. കാരണം ഈ പാരഗ്രാഫിൽ ഓതറിന്റെ സെൻട്രൽ മെസ്സേജ് ഉണ്ട് നമുക്ക്. ഓക്കെ, വൈറൽ കണ്ടന്റും ഇന്റർനെറ്റ് പോപ്പുലാരിറ്റിയും വേണമെങ്കിൽ നമുക്ക് എടുത്ത് കളയാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഷുഡ് എ പ്രസി റീറ്റെയിൻ? സ്റ്റുഡൻസ് എപ്പോഴും ആലോചിക്കുന്നത് എന്താണ്? എന്തൊക്കെ ഞാൻ കളയണം? ഇത്രയേ ഉള്ളൂ. താണ്ടെ ശ്രദ്ധിച്ചു കേട്ടോളൂ. നിങ്ങൾ നിലനിർത്തേണ്ടത് സെൻട്രൽ ഐഡിയ. ജാപ്പനീസ് ഫാൻസ് ഇത് ക്ലീൻ ചെയ്യുന്നത് അവരുടെ ട്രഡീഷന്റെ ഭാഗമാണ്. ആ ട്രഡീഷന്റെ പേരാണ് ഒസോജി. അതുമായി ബന്ധപ്പെട്ട ആർഗ്യുമെന്റ്സ്, അതുണ്ടാക്കിയിട്ടുള്ള കോസ് എഫക്റ്റ്, ഓതറിന്റെ കൺക്ലൂഷൻ, ലോജിക്കൽ ഫ്ലോ, ഇത് നാലുമാണ് നിങ്ങൾ പാസേജിൽ നിന്ന് എടുക്കണം. ഇത് നാല് കൃത്യമായിട്ട് സന്നിവേശിപ്പിക്കുന്നതാണ് ലോജിക്കൽ ഫ്ലോ എന്ന് പറയുന്നത്. മനസ്സിലാവും? ഇതാണ് റീറ്റെയിൻ ചെയ്യണം. നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഐഡിയ പിരമിഡ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചിരുന്നു. അത് നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് കളഞ്ഞേക്കൂ, ഉദാഹരണങ്ങൾ കളയൂ, ഡേറ്റ്, പ്ലേസ്, മാച്ച്, സ്കോർ, സോഷ്യൽ മീഡിയ റെഫറൻസ്, റെപ്പറ്റിഷൻ, അഡ്ജക്റ്റീവുകൾ, നാടകീയമായുള്ള വൈകാരിക ഭാഷ, ഇതെല്ലാം എടുത്ത് കളഞ്ഞോളൂ. ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇനി വേണ്ട എന്താണ്? സയന്റിഫിക് കംപ്രഷൻ. നോക്കിയേ, ജാപ്പനീസ് ഫാൻസ് ക്ലീൻ സ്റ്റേഡിയംസ് ആഫ്റ്റർ ഫുട്ബോൾ മാച്ചസ്. എങ്ങനെ നമുക്ക് കംപ്രസ് ചെയ്യാം? ജാപ്പനീസ് സപ്പോർട്ടേഴ്സ് വോളണ്ടറിലി ക്ലീൻ പബ്ലിക് സ്പേസസ്. ജാപ്പനീസ് ആരാധകർ പൊതുവിടങ്ങൾ നിർബന്ധമായിട്ടും അവരുടെ ഡ്യൂട്ടി എന്ന നിലയിൽ അവരത്
ക്ലീൻ ചെയ്യാറുണ്ട്. ഓക്കെ, ഒസോജി മീൻസ് ഡീപ് ക്ലീനിങ് ബിഫോർ ന്യൂ ഇയർ. എങ്ങനെ നമുക്ക് റീറൈറ്റ് ചെയ്യാം? ഒസോജി എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ പ്രാക്ടീസ് ആണ്. അത് സിംബലൈസ് ചെയ്യുന്നത് എന്തിന്റെ പ്രതീകാത്മകമാണത്? റിന്യൂവൽ, പുതുമയുടെയും ഉത്തരവാദിത്തത്തിന്റെയും പ്രതീകമാണ്. Schools ask students to clean classrooms. Education cultivates civic responsibility. കണ്ടില്ലേ, ഒറിജിനലിൽ നിന്ന് നമുക്ക് എങ്ങനെ കംപ്രസ്ഡിലേക്ക് വരാം. Millions admire these videos. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവരെ ആരാധിക്കുന്നു. The practice earns global admiration. ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. രണ്ടിന്റെ അർത്ഥം ഒന്നല്ലേ? കോടിക്കണക്കിന് ആൾക്കാർ ഇവരുടെ വീഡിയോസ് കണ്ട് ആരാധിക്കുന്നു. ഇവരുടെ ഈ പ്രവൃത്തി ജനശ്രദ്ധ, ദേശീയ അന്തർദേശീയ ശ്രദ്ധ നേടിയെടുക്കുന്നു. ഇങ്ങനെ വേണം ഒറിജിനൽ കംപ്രസ് ചെയ്യാൻ. സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് ഐഡിയ ഹൈറാർക്കിയാണ്. ഓക്കെ, അടുത്ത നമുക്ക് ഐഡിയ ഹൈറാർക്കിയിലേക്ക് പോകാം. അതായത് ഇനി എങ്ങനെയാണ് ഈ പറഞ്ഞ സാധനങ്ങൾ മുഴുവൻ ഒരു പ്രസ്സിക്ക് ആവശ്യമായ രീതിയിൽ, കാരണം പ്രസ്സി എഴുതുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ഈ ലോജിക്കൽ ഫ്ലോ. അതായത് നമ്മുടെ കയ്യിൽ കുറെ ഐഡിയാസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് പാസേജ് വായിച്ച് നല്ലപോലെ മനസ്സിലായി. ഇനി ആശയങ്ങൾക്ക് ഒരു ഒഴുക്കുണ്ട്. ആ ഒഴുക്കിനൊരു ചിട്ടയുണ്ട്. ആ ചിട്ടയുടെ രീതി, ആ ചിട്ടയ്ക്കനുസരിച്ച് ഇങ്ങനെ പോകണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈ ഐഡിയ ഹൈറാർക്കി. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് നോക്കിയ ഒരു ഐഡിയ പിരമിഡ് ഞാൻ വരച്ച് കാണിച്ചിട്ടുണ്ട്. അത് എങ്ങനെ നമുക്ക് ഐഡിയാസ് ഒഴുക്കി വിടാന്നുള്ളത് കണ്ടോളൂ. മെയിൻ ഐഡിയ എന്താണ്? ജാപ്പനീസ് സിവിക് ബിഹേവിയർ എന്ന് പറയുന്നത് അവരുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പറഞ്ഞ സാംസ്കാരിക മൂല്യത്തിൽ നിന്ന് വന്നതാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഐഡിയ എന്താണ്? ഒസോജി ടീച്ചേഴ്സ് റെസ്പോൺസിബിലിറ്റി. ഒസോജി എന്ന് പറയുന്ന ആ ഒരു കൾച്ചറൽ പ്രാക്ടീസിൽ നിന്നാണ് ഈ ഉത്തരവാദിത്ത ബോധം ഉണ്ടായത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഐഡിയ എന്താണ്? സ്കൂൾസിലെല്ലാം തന്നെ ഈ മൂല്യങ്ങൾ കൃത്യമായിട്ട് ഊന്നൽ കൊടുത്ത് പഠിപ്പിക്കാറുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? ഈ ഹാബിറ്റ്സ്, ഈ ശീലങ്ങൾ പിന്നീട് അവരുടെ പൊതുസ്ഥലങ്ങളിലെ ബിഹേവിയറിന്റെ ഭാഗമായിട്ടുണ്ട്. കൺക്ലൂഡ് ചെയ്യേണ്ട എങ്ങനെയാണ്? ചെറിയ ഉത്തരവാദിത്വപൂർണമായിട്ടുള്ള ചെറിയ പ്രവർത്തികൾ പോലും വലിയൊരു സമൂഹത്തെ സൃഷ്ടിക്കും. ശ്രദ്ധിക്കുക, ബാക്കിയെല്ലാം സെക്കൻഡറിയാണ്. ഇങ്ങനെ വേണം ഐഡിയാസ് ഒഴുകി വരാൻ. ഇപ്പൊ ഏകദേശം നമുക്ക് കാര്യങ്ങൾ പിടികിട്ടി. ഒരു മോഡൽ പ്രസ്സി നോക്കിയേ. ഞാൻ ഒരു ടൈറ്റിൽ വിട്ടു, ഒസോജി ആൻഡ് ദ കൾച്ചർ ഓഫ് സിവിക് റെസ്പോൺസിബിലിറ്റി എന്നാണ്. ഇതൊരു മഹത്തായ ഒരു ടൈറ്റിലാണെന്നല്ല ഞാൻ അവകാശം പറയുന്നത്. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടൈറ്റിലാണ്. നിങ്ങൾക്ക് ബെറ്റർ ടൈറ്റിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്ന് കമന്റ് ചെയ്യാം കേട്ടോ, താഴെ മികച്ച ടൈറ്റിൽസ് ഉണ്ടെങ്കിൽ. ജാപ്പനീസ് ഫുട്ബോൾ ഫാൻസ് ആർ അഡ്മയർഡ് വേൾഡ് വൈഡ് ഫോർ ക്ലീനിങ് സ്റ്റേഡിയംസ് ആഫ്റ്റർ മാച്ചസ്. ജാപ്പനീസ് ഫുട്ബോൾ പ്രേമികൾ അവർ ലോകം മുഴുവൻ ആരാധിക്കപ്പെടാറുണ്ട്. കാരണം അവർ കളികൾക്ക് ശേഷം ഈ പറഞ്ഞ സ്റ്റേഡിയംസ് ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ബിഹേവിയർ സ്റ്റെംസ് ഫ്രം, വളർന്നു വന്നത് ജപ്പാന്റെ ലോങ് സ്റ്റാൻഡിങ് കൾച്ചറൽ ട്രഡീഷൻ, കാലങ്ങളായിട്ട് അവർ ഈ പറഞ്ഞ അനുഷ്ഠിച്ചു പോകുന്ന ഒരു സാംസ്കാരിക പാരമ്പര്യത്തിൽ നിന്നാണ്. റാദർ ദാൻ ഐസൊലേറ്റഡ് ആക്ട്സ് ഓഫ് സിവിക് വെർച്യൂ. അല്ലാതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. സെൻട്രൽ ടു ദിസ് ട്രഡീഷൻ, ഈ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് ഒസോജി ആണ്. എ പ്രാക്ടീസ് ദാറ്റ് സിംബലൈസസ്. ഇതൊരു സാംസ്കാരിക പ്രാക്ടീസ് ആണ്. ദാറ്റ് സിംബലൈസസ്, ഇത് പ്രതിദാനം ചെയ്യുന്നത് എന്തിനെയൊക്കെയാണ്? ക്ലെൻലിനെസ്, ശുദ്ധി, വൃത്തി, റിന്യൂവൽ ആൻഡ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. റൂട്ടഡ് ഇൻ ഹിസ്റ്ററി, ഇതിന് വലിയൊരു ചരിത്രപരമായിട്ടുള്ള വലിയൊരു അടിവേരുണ്ട്. ആൻഡ് റീഇൻഫോഴ്സ്ഡ് ബൈ കൾച്ചറൽ ആൻഡ് റിലീജിയസ് വാല്യൂസ്. പിന്നീട് ഇതിനെ സാംസ്കാരിക മതപരമായ മൂല്യങ്ങൾ ഇതിനെ ഊട്ടി ഉറപ്പിച്ചിട്ടുണ്ട്. ഇറ്റ് എൻകറേജസ് റെസ്പെക്ട് ഫോർ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സ്പേസസ്. പൊതുവിടങ്ങളോടും നമ്മളെ സ്വകാര്യ ഇടങ്ങളോടുമുള്ള ബഹുമാനം വളർത്തിയെടുക്കാറാണ് ചെയ്യുന്നത്. ഫ്രം ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം തൊട്ടേ ജാപ്പനീസ് സ്റ്റുഡൻസ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് ഇൻ ക്ലീനിങ് ഷെയർഡ് എൻവയൺമെന്റ്സ്, ഫോസ്റ്ററിംഗ് ഡിസിപ്ലിൻ, കോപ്പറേഷൻ ആൻഡ് എ സെൻസ് ഓഫ് ഓണർഷിപ്പ്. കുട്ടിക്കാലം തൊട്ടേ കുട്ടികളിൽ വളർത്തുന്ന ചില കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ മൂല്യങ്ങൾ കണ്ടിന്യൂ ഇൻ ടു അഡൾട്ട്ഹുഡ്. അവർ വളരുമ്പോൾ അവർക്കൊപ്പം ഈ മൂല്യങ്ങളും വളരുന്നു. മേക്കിംഗ് പബ്ലിക് ക്ലെൻലിനെസ്, അതുവഴി പൊതു ശുചിത്വം എന്ന് പറയുന്നത് ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റി, എല്ലാവരുടെ ഉത്തരവാദിത്തമായി മാറുന്നു, അല്ലാതെ ഒരാളുടെ ഡ്യൂട്ടി ആയിട്ടല്ല. കോൺസിക്വന്റ്ലി, അങ്ങനെ ജാപ്പാൻ സിറ്റിസൺസ് ഓഫൻ കെയർ ഫോർ കമ്മ്യൂണൽ സ്പേസസ് വോളണ്ടറിലി. അവർ ഈ പറയുന്ന പോലെ പൊതുവിടങ്ങളെ എല്ലാം തന്നെ അവർ മനസ്സറിഞ്ഞുകൊണ്ടാണ് അവർ അതിനോട് പരിഗണന കാണിക്കാറുള്ളത്. ഏർണിംഗ് ഗ്ലോബൽ അഡ്മിറേഷൻ ഫോർ ദിയർ ഹ്യൂമിലിറ്റി. അവരുടെ വിനയം, അവർ കാണിക്കുന്ന പരിഗണനയ്ക്ക് എപ്പോഴും ദേശീയ അന്തർദേശീയ ശ്രദ്ധ കിട്ടാറുണ്ട്. ദ ഫിലോസഫി ബിഹൈൻഡ് ഒസോജി ഡെമോൺസ്ട്രേറ്റ്സ് ദാറ്റ്. ഒസോജിക്ക് പുറകിലുള്ള ആ ഫിലോസഫി പറയുന്നത് ജെനുവിൻ സിവിക് റെസ്പോൺസിബിലിറ്റി, ഈ പറയുന്ന പൗരധർമ്മം എന്നൊക്കെ പറയുന്നത്, ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നത് കൾച്ചറിലൂടെ, എഡ്യൂക്കേഷനിലൂടെയാണ്, സംസ്കാരത്തിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയാണ്. അൾട്ടിമേറ്റ്ലി ദ പ്രാക്ടീസ് റിമൈൻഡ്സ് us that, ഈ പ്രവൃത്തി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മീനിങ് ഫുൾ സോഷ്യൽ വാല്യൂസ്,
അർത്ഥവത്തായിട്ടുള്ള സാമൂഹിക മൂല്യങ്ങൾ ആർ റിഫ്ലക്റ്റഡ് നോട്ട് ഇൻ ഗ്രാൻഡ് ജസ്റ്റേഴ്സ്, വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നതിലല്ല കാര്യമിരിക്കുന്നത്, ബട്ട് ഇൻ എവരിഡേ ആക്ഷൻസ് ദാറ്റ് ലീവ് ഷെയർഡ് സ്പേസസ് ബെറ്റർ ദാൻ ദേ വെർ ഫൗണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയൊരു സന്ദേശം നമുക്ക് തരുന്നുണ്ട്. സാമൂഹിക മൂല്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങളിലൊന്നും അല്ല. മനസ്സിലായി? ഇപ്പൊ നിങ്ങൾ എല്ലാ മനുഷ്യരെ സംബന്ധിച്ച് പാവപ്പെട്ട 100 പേർക്ക് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല, ഇല്ലേ? പാവപ്പെട്ട 10 പേരുടെ കല്യാണങ്ങൾ നടത്തി കൊടുക്കാൻ പറ്റിയെന്ന് വരും. അപ്പൊ ഗ്രാൻഡ് ജസ്റ്റേഴ്സ് ഒന്നും വേണ്ട, ഇതുപോലുള്ള ചെറിയ എവരിഡേ ആക്ഷൻസിലാണ് കാര്യം ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് 204 വാക്കുകളേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഏകദേശം 620, 630 വേർഡ്സ് നമ്മളൊരു 204 വേർഡ്സിലേക്ക് ചുരുക്കി. അപ്പൊ വൈ ഇസ് ദിസ് എ റാങ്ക് സ്കോറിംഗ് പ്രസി? എന്തുകൊണ്ട് ഇതൊരു മികച്ച പ്രസിയാന്ന് ഞാൻ പറയുന്നു. കാരണം അപ്രോക്സിമേറ്റ്ലി 1/3 ഒറിജിനൽ. ഓക്കെ, ലീവ് ഇറ്റ്. ലോജിക്കൽ സ്ട്രക്ചർ നിങ്ങൾ നോക്കിയേ. നമ്മൾ ആ സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തു, ആ കോൺസെപ്റ്റ് ഒസോജി എന്താന്ന് പറഞ്ഞു, അതിന്റെ ഹിസ്റ്റോറിക്കൽ കൾച്ചറൽ റൂട്ട്സ് പറഞ്ഞു, കൺക്ലൂഡ് ചെയ്തു. ഈ ലോജിക്കൽ സ്ട്രക്ചർ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അൺനെസസറി ഡേറ്റ് ഇല്ല, മാച്ചിന്റെ സ്കോർ പറഞ്ഞില്ല, സ്ഥലങ്ങളുടെ പേര് പറഞ്ഞില്ല, വൈറൽ വീഡിയോ റെഫറൻസസ്, ഇതെല്ലാം നമ്മൾ എടുത്തു കളഞ്ഞു. മാത്രമല്ല ഒബ്ജക്റ്റീവ് ടോൺ, നോ പേഴ്സണൽ ഒപ്പീനിയൻസ് ഓർ ഇമോഷണൽ ലാംഗ്വേജ്. നിങ്ങളുടെ വൈകാരികമായിട്ടുള്ള നിങ്ങളുടെ ഭാഷ നിങ്ങൾ ഉപയോഗിച്ചില്ല. അല്ല, ഇതിനകത്ത് എന്തെങ്കിലും വൈകാരികതയുണ്ടോ? അല്ലെങ്കിൽ വ്യക്തിപരമായ തോന്നലുകളോ കമന്ററിയോ എന്തെങ്കിലും ആഡ് ചെയ്തോ? ഇല്ല. അപ്പൊ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടൊക്കെ തന്നെയാണ് ഇതൊരു മികച്ചൊരു പ്രസിയായി മാറുന്നത്. അതിലുപരി എക്സലന്റ് കംപ്രഷൻ. നോക്കിയേ, മൾട്ടിപ്പിൾ എക്സാമ്പിൾസ് ആർ സിന്തസൈസ്ഡ് ഇൻ ടു ബ്രോഡർ ഐഡിയാസ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നല്ലപോലെ പഠിക്കേണ്ട ഒരു സാധനം. ഒരുപാട് ഉദാഹരണങ്ങളെ ഈ പറയുന്ന പോലെ ആശയങ്ങളായിട്ട് ചുരുക്കാൻ പറ്റും. നോക്കി, എഡ്യൂക്കേഷൻ കൾട്ടിവേറ്റ് സിവിക് റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഒറ്റ ഈ പറയുന്ന പോലെ 4 വാക്കിൽ നമുക്ക് ഒരു സെന്റൻസിൽ ഒരുപാട് സ്കൂൾ ക്ലീനിങ് പ്രാക്ടീസ്, അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളെ നമ്മൾ ചുരുക്കിയതാണ് ഈ ഒരു ഒറ്റ സെന്റൻസിൽ കാണുന്നത്. പിന്നെ യൂണിറ്റി ആൻഡ് കൊഹറൻസ്. എവരി സെന്റൻസ് സപ്പോർട്ട്സ് ദ സെൻട്രൽ തീം വിത്തൗട്ട് റെപ്പറ്റീഷൻ. അല്ലെ, നമ്മൾ ഓരോ സെന്റൻസ് എഴുതിയപ്പോഴും പ്രധാനപ്പെട്ട തീമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ആശയങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നില്ല. ഓക്കെ, പിന്നെ ആ ഒരു ആവർത്തന വിരസതയില്ല. സ്ട്രോങ് ടൈറ്റിൽ. ദ ടൈറ്റിൽ ക്യാപ്ചേഴ്സ് ബോത്ത് ദ സബ്ജക്ട് ആൻഡ് ദ പാസേജസ് കോർ മെസ്സേജ്. ഇതുകൊണ്ടാണ് ഈ ടൈറ്റിൽ കൊടുത്തത്. ആ ടൈറ്റിലിൽ ഒസോജി എന്ന് പറയുന്ന ആ സബ്ജക്റ്റും പറയുന്നുണ്ട്, അതിന്റെ കോർ മെസ്സേജ് സിവിക് റെസ്പോൺസിബിലിറ്റിയും വരുന്നുണ്ട്. ഓക്കെ, ഇതിലും മികച്ച ടൈറ്റിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം കേട്ടോ, നോ പ്രോബ്ലം. ഇനി അടുത്തത് വൊക്കാബുലറി ലാബിലേക്ക് നമ്മൾ കിടക്കാം. അപ്പോൾ നമ്മൾ കോംപ്രിഹെൻഷൻ പഠിച്ചു, പ്രസീം പഠിച്ചു. ഇപ്പൊ നമുക്ക് നല്ല പോലെ ഇപ്പൊ നമ്മൾ ആ പാസേജ് വായിച്ചു, ഒരു 600 വാക്കുകൾ നമ്മൾ വായിച്ചു. ഈ 600 വാക്കുകളിനകത്ത് ശരിക്കും നമ്മൾ പഠിക്കേണ്ട ചില വാക്കുകളും അതിനകത്തുനിന്ന് ആ ഫാമിലിയിൽ നിന്ന് തന്നെ കുറെ സിനോണിംസ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. നോക്കിയേ, ഡോണ്ട് മെമ്മറൈസ് വേർഡ്സ് ഇൻഡിവിജ്വലി, ലേൺ ദം ഇൻ ഫാമിലീസ്. ഇപ്പൊ നമ്മൾ ഒരുപാട് ഫാമിലീസ് പഠിച്ചു. ആദ്യമേ റെസ്പെക്ട്, ഒരുപാട് തവണ നമ്മൾ പലയിടത്തായിട്ട് ഇതിനോടകം റെസ്പെക്ട് എന്ന വാക്ക് ഈ ക്ലാസ്സിൽ ഒരു 15-20 തവണയെങ്കിലും ഞാൻ പറഞ്ഞാണ്, ഇല്ലേ? റെസ്പെക്ട് ആ ഫാമിലി എടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ചില വാക്കുകൾ നോക്കിയ റെസ്പെക്ട്, ബഹുമാനം, ഓണർ, കേഴ്സി, റെവറൻസ്, എസ്റ്റീം, റിഗാർഡ്, കൺസിഡറേഷൻ. ഇതെല്ലാം റെസ്പെക്റ്റിന്റെ സിനോണിമാണെന്നല്ല പറഞ്ഞത്, റെസ്പെക്ട് എന്ന ഫാമിലിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന വാക്കുകളാണ്. മനസ്സിലായി? റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ ബഹുമാനം, മനസ്സിലായില്ലേ? ഓണർ, ബഹുമാനിക്കുക എന്നൊരർത്ഥത്തോടെ വരുന്നുള്ളൂ വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ. കേഴ്സി, മര്യാദ കൊണ്ടുള്ള, ബഹുമാനം കൊണ്ടുള്ള മര്യാദയാണ് കേഴ്സി എന്ന് പറയുന്നത്, അതിനകത്ത് ബഹുമാനമുണ്ട്. റെവറൻസ്, ബഹുമാനം കൊണ്ടുള്ള ആരാധനയാണ് റെവറൻസ് എന്ന് പറയുന്നത്. എസ്റ്റീം, നമ്മൾ ഒരാളെ ബഹുമാനിച്ച നമ്മൾ അയാൾക്ക് വില കൊടുക്കുന്നതിനെയാണ് എസ്റ്റീം എന്ന് പറയുന്നത്. റിഗാർഡ്, ബഹുമാനം കൊണ്ടുള്ള കരുതലാണ് റിഗാർഡ് എന്ന് പറയുന്നത്. കൺസിഡറേഷൻ, ബഹുമാനം കൊണ്ടുള്ള പരിഗണനയാണ്. അപ്പോൾ റെസ്പെക്ട് എന്ന ഫാമിലിയിൽ നമുക്ക് പഠിക്കാൻ പറ്റിയ കുറച്ച് വാക്കുകളാണ് ഞാൻ അവിടെ പറഞ്ഞത്. സോ ദിസ് മെത്തേഡ് ഹെൽപ്സ്. ഇങ്ങനെ നിങ്ങൾ പഠിക്കുമ്പോൾ വൊക്കാബുലറി ഹെൽപ്സ് ഇൻ വൊക്കാബുലറി, എസ്സൈസ്, പ്രസി, കോംപ്രിഹെൻഷൻ, സിനോണിംസ്, ഡിസ്ക്രിപ്റ്റീവ്, ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഒരൊറ്റ എഡിറ്റോറിയലിൽ നിന്ന് നമുക്ക് ഇത്രയും കാലം കിട്ടുന്നത്. ഇനി ചില വാക്കുകൾ എടുത്തേ. ഫിനോമിനൻ. ഫിനോമിനൻ എന്ന് പറയുന്നത് എന്താണ്? പ്രതിഭാസം എന്നാണ് അർത്ഥം വരുന്നത്. ഫിനോമിനാൺ, ആൻ ഒബ്സർവബിൾ ഇവന്റ് ഓർ റിമാർക്കബിൾ ഒക്കറൻസ്, അതായത് പ്രതിഭാസം അഥവാ ശ്രദ്ധേയമായ സംഭവം എന്നാണ് അർത്ഥം. പ്രതിഭാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്സർവബിൾ ഇവന്റ്. അതായത് ഇപ്പൊ എന്താ പറയുക, എനിക്കൊരു സിനിമ ഡയലോഗാണ് ഓർമ്മ വരുന്നത്.
അതായത് ഒരു വൺ മാൻ ഷോ എന്ന സിനിമയിൽ ഈ പറയുന്ന പോലെ ഒരു കുഴി എടുക്കുന്നതിനെ സംബന്ധിച്ച് ഈ ഒരു തർക്കം വരുമ്പോഴത്തേക്ക് ജയറാം പറയും ഇത് പ്രതിഭാസമാണ്. എന്താണ് പ്രതിഭാസം? നമ്മൾ കേട്ടിട്ടില്ലേ, കിണർ താനെ കുഴിഞ്ഞു വരുന്നു, അതുപോലെ കുഴി തന്നെ ഉണ്ടാവുന്നു. അപ്പൊ പ്രതിഭാസം, അതായത് ഈ പറഞ്ഞ ഒരു ഒബ്സർവബിൾ ഇവന്റ്, അതായത് വളരെ ഇംപ്രോബിൾ ആയ മനുഷ്യർക്ക് പെട്ടെന്ന് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഇവന്റിന് നമ്മൾ ഫിനോമിനൻ എന്ന് പറയാറുണ്ട്, പ്രതിഭാസം എന്നാണ്. അതും അല്ലെങ്കിൽ ശ്രദ്ധേയമായ സംഭവം, റിമാർക്കബിൾ ഇവന്റ് എന്നും അർത്ഥമുണ്ട് ഫിനോമിനൻ. നമ്മളിപ്പോ ഇവർ ഈ ചെയ്ത പ്രവൃത്തി, ജപ്പാൻ ഫാൻസ് ചെയ്ത പ്രവൃത്തി, അതൊരു ശ്രദ്ധേയമായ സംഭവം നിലയിലാണ്. നോക്കിയേ, ജാപ്പനീസ് ഫാൻസ് ക്ലീനിങ് സ്റ്റേഡിയംസ് ബിക്കെയിം എ ഗ്ലോബൽ ഫിനോമിനൻ. ആഗോളതലത്തിൽ ശ്രദ്ധേയമായ സംഭവം എന്ന നിലയിൽ അത് ശ്രദ്ധിക്കപ്പെട്ടു എന്ന് പറയാം. ഓക്കെ, അപ്പം ഫിനോമിനൻ അതിൻ്റെ സിനോണിംസ് നമുക്ക് നോക്കാം. ഒക്കറൻസ്, ഇവന്റ്, മാർവൽ, ഡെവലപ്മെന്റ്, ഇതെല്ലാം അസോസിയേറ്റഡ് സിനോണിംസ് ആണ്, ഇതുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റിയ സിനോണിംസ് ആണ്. ആന്റോണിംസ് നോക്കി, ആന്റോണിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് നേരെ ഓപ്പോസിറ്റ്. നോർമാലിറ്റി, റൂട്ടീൻ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? റിമാർക്കബിൾ, ശ്രദ്ധേയമായത്. ഇത് ശ്രദ്ധേയമൊന്നുമല്ല, സാധാരണ. നോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ എന്നല്ലേ അർത്ഥം, സാധാരണ. റൂട്ടീൻ, എപ്പോഴും സംഭവിക്കുന്നത് പോലെ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് സിവിക്. സിവിക് നമുക്ക് എന്താ അറിയാലോ, റിലേറ്റഡ് ടു സിറ്റിസൻസ് ഓർ പബ്ലിക് ലൈഫ്, പൗരസംബന്ധമായ എന്നാണ് സിവിക്. ഇപ്പൊ സിവിക് സെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൗരബോധം, സിവിക്, പൗരധർമ്മം, മനസ്സിലായി? അപ്പൊ പൗരനുമായി ബന്ധപ്പെട്ടതാണ്, പൗരസംബന്ധമായതാണ് സിവിക്. ക്ലീനിങ് പബ്ലിക് സ്പേസസ് റിഫ്ലക്ട് സിവിക് റെസ്പോൺസിബിലിറ്റി. ആ കണ്ടില്ലേ, നമ്മൾ അങ്ങനെ പഠിച്ചത്. പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കുന്നത് അവരുടെ പബ്ലിക്, അവർ പറയുന്ന പോലെ സിവിക് റെസ്പോൺസ്, അവരുടെ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു പൗരബോധമാണ് അവിടെ കാണിക്കുന്നത്. നോക്കിയേ, സിവിക്കിന്റെ സിനോണിംസ് പബ്ലിക്, മുനിസിപ്പൽ, കമ്മ്യൂണിറ്റി, ഇതെല്ലാം തന്നെ അതുമായിട്ടുള്ള അസോസിയേറ്റഡ് സിനോണിംസ് ആണ്. അസോസിയേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന വാക്കുകളാണ്. ആന്റോണിംസ് നോക്കിയേ, പേഴ്സണൽ, പ്രൈവറ്റ്. ഓക്കെ, പേഴ്സണൽ ആൻഡ് പ്രൈവറ്റ്. ഇനി സിവിക്കിന്റെ വേർഡ് ഫാമിലി, സിവിക്കുമായി ബന്ധപ്പെട്ട് സിവിക് സെൻസ് ഉണ്ട്, സിവിക് ഡ്യൂട്ടി, സിവിക് റെസ്പോൺസിബിലിറ്റി, സിവിക് അഡ്മിനിസ്ട്രേഷൻ, ഇതെല്ലാം തന്നെ സിവിക്കുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പറയാറുള്ള വാക്കുകളാണ് കേട്ടോ. അടുത്തത് റൂട്ടഡ്, ആഴത്തിൽ വേരൂന്നിയത് എന്നർത്ഥം. റൂട്ടഡ് എന്ന് പറഞ്ഞാൽ ഡീപ്ലി എസ്റ്റാബ്ലിഷ്ഡ്, ആഴത്തിൽ പതിഞ്ഞത്. ദ ട്രഡീഷൻ ഇസ് റൂട്ടഡ് ഇൻ ജപ്പാനീസ് കൾച്ചർ. അവർ ഈ ചെയ്യുന്ന പ്രവൃത്തി അവരുടെ സംസ്കാരത്തിൽ ആഴത്തിൽ പതിഞ്ഞതാണ്, അവരുടെ സംസ്കാരത്തിൽ ഉള്ളതാണെന്ന് പറയുന്നതാണ്. ഓക്കെ, ആഴത്തിൽ പതിഞ്ഞത്, റൂട്ട്സ് വേരുകൾ ആഴത്തിലല്ലേ കാണുന്നത്, അങ്ങനെ നോക്കിയാൽ മതി. ഇപ്പോൾ സിനോണിംസ് നോക്കി, ഗ്രൗണ്ടഡ്, എംബഡഡ്, എസ്റ്റാബ്ലിഷ്ഡ്, ഇത് മൂന്നും നമുക്ക് പറയാൻ പറ്റുന്ന സിനോണിംസ് ആണ്. അതിന്റെ ഓപ്പോസിറ്റ്, റൂട്ടഡിന്റെ ഓപ്പോസിറ്റ് സൂപ്പർഫിഷ്യൽ, ടെമ്പററി എന്നൊക്കെ നമുക്ക് പറയാം. അസോസിയേറ്റഡ് ആന്റോണിംസ് ആണ്. ഓക്കെ, അടുത്ത വാക്ക് കളക്റ്റീവ്. കളക്റ്റീവ് അറിയാലോ, കളക്റ്റീവ് എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ എന്നാണ് അറിയാലോ നമുക്ക്. കളക്റ്റീവ്, കൂട്ടായ്മ എന്നാണ്. ക്ലീനിങ് റിഫ്ലെക്ട്സ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. ആ വൃത്തിയാക്കുന്ന ആ ഒരു പ്രക്രിയ അവരുടെ കൂട്ടായ ഉത്തരവാദിത്തമാണ് കാണിക്കുന്നത്. കൂട്ടായത്, ഷെയർഡ്, ജോയിന്റ്, കോമൺ, കമ്മ്യൂണൽ, ഇതെല്ലാം തന്നെ കൂട്ടായ എന്നൊരർത്ഥമാണ് വരുന്നത്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഒറ്റപ്പെട്ട. നോക്കിയേ, ഇൻഡിവിജ്വൽ, വ്യക്തിപരമായി, ഇൻഡിവിജ്വൽ, പേഴ്സണൽ, പ്രൈവറ്റ്, സ്വകാര്യമായി, ഇതെല്ലാം തന്നെ കൂട്ടായ എന്നതിന്റെ ഓപ്പോസിറ്റ് ആണ്. എംഫസിസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇമ്പോർട്ടൻസ്, കൂടുതൽ ഊന്നൽ നൽകുക എന്നാണ് അർത്ഥം വരുന്നത്. നോക്കിയേ, ജപ്പാൻ പ്ലേസസ് എംഫസിസ് ഓൺ ക്ലെൻലിനെസ്. ശുദ്ധിക്കും വൃത്തിക്കും അവർ കൂടുതൽ ഊന്നൽ നൽകാറുണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ സിനോണിംസ് നോക്കിയേ, ഊന്നൽ, ഇമ്പോർട്ടൻസ്, സ്ട്രെസ്, ഫോക്കസ്, പ്രയോറിറ്റി, ഇതെല്ലാം തന്നെ സിനോണിംസ് ആണ്. അസോസിയേറ്റഡ് മീനിങ്സ് വരുന്നുണ്ട്. ആന്റോണിംസ് നോക്കിയേ, നെഗ്ലക്ട്, ഡിസ്റിഗാർഡ്. ഊന്നൽ കൊടുക്കുന്നില്ലെങ്കിൽ എന്താണ്? നമ്മൾ അവഗണിക്കുകയാണ്. നിഗ്ലക്ട് അല്ലെങ്കിൽ ഡിസ്റിഗാർഡ്. അടുത്ത വാക്ക് നോക്കിയേ, റിന്യൂവൽ. റിന്യൂവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റിന്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുമ്പോൾ നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്, റിന്യൂ ദ പാക്കേജ് എന്നൊക്കെ നമ്മൾ പറയുക. റിന്യൂ എന്ന് പറഞ്ഞാൽ പുതുക്കുക എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ എന്താ പറയുക, ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രൈബ് ചെയ്തു, അപ്പോൾ ഇത് ടൈം ടു റിന്യൂ എന്നൊക്കെ അവർ എഴുതി കാണിക്കും. അപ്പൊ പുതുക്കുക എന്ന അർത്ഥം. മീൻസ് ഒസോജി സിംബലൈസസ് റിന്യൂവൽ. ആ ഒരു പുതുക്കലാണ് ഒസോജി പ്രതിദാനം ചെയ്യുന്നത്. റിവൈവൽ, അതും പുതുക്കുക എന്ന അർത്ഥം. റെസ്റ്റോറേഷൻ, റീബർത്ത്, പുനർജന്മം, റെജുവേഷൻ, ഇതെല്ലാം പുതുക്കലുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഡീകേ, ഡിക്ലൈൻ. ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ ഇല്ലാതാവുക. ഓക്കെ, അടുത്തത് പ്യൂരിഫിക്കേഷൻ എന്നാണ്. പ്യൂരിഫൈഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ, അപ്പൊ ശുദ്ധീകരണമാണ് പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലീനിങ്,
എന്തിന്റെ പ്രതീകാത്മകമാണ്? പ്യൂരിഫിക്കേഷൻ, ശുദ്ധിയുടെ. അപ്പോ ശുദ്ധീകരണം, പ്യൂരിഫിക്കേഷൻ, ക്ലെൻസിങ്, സാനിറ്റൈസേഷൻ, റിഫൈൻമെന്റ്. ഇതെല്ലാം ഒരുപക്ഷെ നമ്മൾ കോവിഡ് സമയത്ത് ഭയങ്കര കേട്ടുള്ള അല്ലേ? പ്യൂരിഫൈഡ് വാട്ടർ കുടിക്കണം, സാനിറ്റൈസ്ഡ് എന്ന് പറഞ്ഞാൽ വൃത്തി, ശുദ്ധി എന്നൊക്കെയല്ലേ അർത്ഥം വരുന്നത്. ആന്റോണിംസ് നോക്കി നേരെ പൊല്യൂഷൻ, കണ്ടാമിനേഷൻ, ഇംപ്യൂരിറ്റി, ഇതെല്ലാം അതിന്റെ ഓപ്പോസിറ്റ്സ് ആണ്. അടുത്തത് ഹാർമണി എന്ന് പറഞ്ഞാൽ ഐക്യം അല്ലെങ്കിൽ സൗഹൃദം എന്നാണ്. പീസ്ഫുൾ എഗ്രിമെന്റ് ആൻഡ് ബാലൻസ്. നമ്മളൊരു കാര്യവുമായിട്ട് ചേർന്ന് പോകുന്നു, സമാധാനപരമായിട്ടുള്ള ഒരു അടുപ്പത്തിൽ പോകുന്നു, ഐക്യത്തിൽ പോകുന്നതിനെയാണ് ഹാർമണി. ജാപ്പനീസ് കൾച്ചർ വാല്യൂസ് ഹാർമണി. സൗഹാർദ്ദവും ഐക്യവും ജാപ്പനീസ് കൾച്ചറിന്റെ ഭാഗമാണ്. നോക്കിയേ, അപ്പൊ ഐക്യം, യൂണിറ്റി, ഐക്യമാണ്. സൗഹാർദ്ദം, പീസ്, കോപ്പറേഷൻ, ബാലൻസ്, ഇതെല്ലാം തന്നെ ഇതിന്റെ ഹാർമണിയുടെ സിനോണിംസ് ആണ്. അപ്പൊ സൗഹാർദ്ദം, ഐക്യം ഇല്ലാത്ത അവസ്ഥ എന്താണ്? വഴക്ക്, കോൺഫ്ലിക്റ്റ്, വഴക്ക്, ഡിസ്കോർഡ്, പൊരുത്തക്കേട്, കയോസ്, കൺഫ്യൂഷൻ, ഇതെല്ലാം തന്നെ ഇതിന്റെ ആന്റോണിംസ് ആണ്. കമ്മ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർഡ് ബൈ എ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം ആൾക്കാർ അല്ലേ? ഒരു കൂട്ടം ആൾക്കാർ അവർ ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാമൂഹികമായ എന്നർത്ഥം. ഒരു സമൂഹത്തിലെ ഒരു കൂട്ടം ആൾക്കാരുടെ എന്നർത്ഥം വരുന്ന സാമൂഹികമായ. കമ്മ്യൂണൽ സ്പേസസ് റിക്വയർ റെസ്പെക്ട്. കമ്മ്യൂണൽ അതായത് എല്ലാ ആൾക്കാരും, പൊതുവിടം എന്നൊക്കെ ഒരു അർത്ഥം വരുന്നത്. സാമൂഹികമായി എല്ലാവരും ഷെയർ ചെയ്യുന്ന സ്ഥലങ്ങൾക്ക് അത് ബഹുമാനം അർഹിക്കുന്നു. സാമൂഹികം, പൊതു എന്നർത്ഥം. യെസ്, പബ്ലിക്, പൊതു. ഷെയർഡ്, എല്ലാവരും ഉപയോഗിക്കുന്നത്. പൊതു, കളക്റ്റീവ്, കൂട്ടായ, പൊതു എന്നാണ് അർത്ഥം വരുന്നത്. പൊതു, അതിന്റെ നേരെ ഓപ്പോസിറ്റ് സ്വകാര്യം, പ്രൈവറ്റ്. സ്വകാര്യം, ഇൻഡിവിജ്വൽ, സ്വകാര്യം. ഓക്കെ, ഇനി വേറെ കമ്മ്യൂണൽ റൈറ്റ്സ്, അത് വർഗീയം എന്നൊക്കെ ഒരു അർത്ഥം വരുന്നുണ്ട്. തൽക്കാലം നമുക്ക് ഈ പാസേജിനകത്തുള്ള അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. ഇൻസ്റ്റിൽ, ഇൻസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഗ്രാജുവലി ടീച്ച് ആൻ ഐഡിയ ഓർ ക്വാളിറ്റി. ഒരാളുടെ ഉള്ളിൽ നട്ട് നനച്ച് വളർത്തുക എന്നാണ്. ആണ്ടെ, മനസ്സിൽ വളർത്തുക. നോക്കിയ, സ്കൂൾസ് ഇൻസ്റ്റിൽ ഡിസിപ്ലിൻ. സ്കൂളുകൾ കുട്ടികളിൽ എന്ത് വളർത്തുന്നു? ഡിസിപ്ലിൻ വളർത്തുന്നു, നട്ട് നനച്ച് വളർത്തുന്നു. ഇൻസ്റ്റിൽ, നോക്കിയേ, ഇൻസ്റ്റിൽ വളർത്തുക, അവരുടെ ഉള്ളിൽ ഒരു സാധനം വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. നോക്കിയേ, ഇംപാർട്ട് സിനോണിമാണ്. ടീച്ച്, കൾട്ടിവേറ്റ്, ഇൻകൾക്കേറ്റ്. അതിൽ തന്നെ ഈ കൾട്ടിവേറ്റും ഇൻകൾക്കേറ്റും ഒക്കെ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ആന്റോണിംസ് നോക്കിയേ, ഡിസ്ട്രോയ്, ഡിസ്കറേജ്, ഇറേസ്. വളർത്തുക, ഇത് തളർത്തുക. അതാണ് ഡിസ്ട്രോയ്, ഇല്ലാതാക്കുക. ഡിസ്കറേജ്, നിരുത്സാഹപ്പെടുത്തുക. ഇറേസ്, മായ്ച്ചു കളയുക. നെക്സ്റ്റ്, കസ്റ്റോഡിയൽ. കസ്റ്റോഡിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റഡ് ടു മെയിൻ്റെനൻസ് ഓർ കെയർ, അതായത് പരിപാലനവുമായി ബന്ധപ്പെട്ട എന്നാണ് അർത്ഥം. കസ്റ്റോഡിയൽ, കസ്റ്റോഡിയൽ വയലൻസ് ഉണ്ട്, അത് വേറെ. പോലീസ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട, അതല്ല. ഇത് കസ്റ്റോഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുട്ടിയുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നു ഒരു അച്ഛനും അമ്മയും തമ്മിൽ ഡിവോഴ്സ്. അപ്പൊ കുട്ടിയുടെ കസ്റ്റഡി ബാറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കുട്ടിയുടെ പരിപാലനം ആരുടെ കയ്യിൽ എന്നാണ് അർത്ഥം. ഒരു ഹസ്ബൻഡും വൈഫും അവർ തമ്മിൽ ഡിവോഴ്സ് ആവാൻ നിൽക്കുന്നു. അവർ തമ്മിൽ ഇപ്പൊ കോടതി നടക്കുന്ന കേസ് കുട്ടി ആർക്ക് വേണം? അമ്മയ്ക്ക് വേണോ അച്ഛന് വേണോ? അതിനെ കസ്റ്റഡി ബാറ്റിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ കസ്റ്റമർ മെയിൻ്റെനൻസ്, അതായത് പരിപാലനവുമായി ബന്ധപ്പെട്ടത്. കസ്റ്റോഡിയൽ സ്റ്റാഫ് ക്ലീൻ സ്കൂൾസ്, അതായത് സ്കൂൾസിന് അവിടുത്തെ കാര്യങ്ങൾ നോക്കാനും പരിപാലിക്കാനുമുള്ള സ്റ്റാഫാണ് കസ്റ്റോഡിയൽ സ്റ്റാഫ് എന്ന് പറയുന്നത്. അപ്പൊ കസ്റ്റോഡിയൽ, അതിന്റെ സിനോണിംസ് നോക്കിയേ, മെയിൻ്റെനൻസ്, കെയർ ടേക്കിംഗ്, സൂപ്പർവൈസറി. ഇപ്പൊ നമുക്ക് ഹോസ്റ്റലുകളിലും ഫ്ലാറ്റുകളിലും നമുക്ക് ആരെ കാണാം? ഈ പറഞ്ഞ കെയർ ടേക്കറെ കാണാം. കെയർ ടേക്കർ എന്ന് പറഞ്ഞാൽ ആരാണ്? കസ്റ്റോഡിയൻ, അയാളുടെ ഉത്തരവാദിത്തമാണത്. ഓക്കെ, അയാൾ അതിനെ പരിപാലിക്കുന്നതാണ്. അടുത്തത് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ പരിഗണന, തോട്ട്ഫുൾനെസ് ടുവേർഡ്സ് അതേഴ്സ്, മറ്റുള്ള പരിഗണന. ക്ലീനിങ് റിഫ്ലെക്സ് കൺസിഡറേഷൻ. സിനോണിംസ് നോക്കിയ, പരിഗണന, തോട്ട്ഫുൾനെസ് പരിഗണനയാണ്. കേർട്സി പരിഗണനയാണ്. കൈൻഡ്നെസ്, നമ്മൾ പരിഗണിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ദയ കാണിക്കുന്നത്. റെസ്പെക്ട്, ഇതെല്ലാം തന്നെ കൺസിഡറേഷന്റെ അസോസിയേറ്റഡ് വേർഡ്സ് ആണ്. പരിഗണിക്കുന്നില്ലെങ്കിൽ എന്താണ്? നമ്മൾ അവഗണിക്കുക, നെഗ്ലിജൻസ്, അവഗണിക്കുക. സെൽഫിഷ്നെസ്, സ്വാർത്ഥത, നമ്മൾ മറ്റേതിനെ അവഗണിക്കുന്നു. ഡിസ്റിഗാർഡ്, അവഗണന. നെക്സ്റ്റ്, അണ്ടർലൈങ്. അണ്ടർലൈങ് എന്ന് പറഞ്ഞാൽ താഴെ കിടക്കുന്നത് എന്നാണ് അർത്ഥം. താഴെ കിടക്കുന്നത് വെച്ചാൽ താഴെ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം. അണ്ടർലൈങ് എന്ന് പറഞ്ഞാൽ ഹിഡൻ ബട്ട് ഫണ്ടമെന്റൽ. അണ്ടർലൈങ്, നമ്മൾ ആ വാക്ക് എടുക്കുക, താഴെ കിടക്കുന്നത്. താഴെ എന്താ ഉള്ളത്? അടിസ്ഥാനം. അപ്പൊ അടിസ്ഥാനപരമായ എന്നാണ് അർത്ഥം. മീൻസ് ഹിഡൻ ബട്ട് ഫണ്ടമെന്റൽ. ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞാൽ അടിത്തറ, അടിസ്ഥാനം. ദ അണ്ടർലൈങ് മെസ്സേജ് ഇസ് റെസ്പോൺസിബിലിറ്റി. ഈ പ്രാക്ടീസിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നതാണ് ഉത്തരവാദിത്വം. നോക്കിയേ, ഫണ്ടമെന്റൽ അടിസ്ഥാനം, ബേസിക് അടിസ്ഥാനം, ബേസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയുള്ള അടിസ്ഥാനം. കോർ അടിസ്ഥാനം, കോർ കോർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കാതലായ അടിസ്ഥാനം എന്നാണ് അർത്ഥം. എസെൻഷ്യൽ ആവശ്യമുള്ള അടിസ്ഥാനം. അതിന്റെ അപ്പോ
അടിസ്ഥാനത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മുകളിൽ കാണുന്ന എന്താണ്? സൂപ്പർഫിഷ്യൽ, പ്രതലം, മേൾഭാഗം, സൂപ്പർഫിഷ്യൽ, അപ്പാരന്റ്, ഇതെല്ലാം അടിസ്ഥാനത്തിന് അണ്ടർലൈനിന്റെ ഓപ്പോസിറ്റ് ആണ്. അടുത്ത ഹ്യൂമിലിറ്റി എന്താണ്? ഫ്രീഡം ഫ്രം അറഗൻസ്, അത് വിനയമാണ്. ഹ്യൂമിലിറ്റി, വിനയം. ദ വേൾഡ് അഡ്മയേഴ്സ് ജപ്പാനീസ് ഹ്യൂമിലിറ്റി, ജപ്പാൻകാരുടെ വിനയമാണ് ലോകം ആരാധിക്കുന്നത്. മോഡസ്റ്റി, വിനയം കൊണ്ടുള്ള ഒരു മര്യാദയാണ് മോഡസ്റ്റി. മീക്ക്നെസ്, വിനയമാണ്. ഹംബിൾനെസ്, വിനയമാണ്. ഹംബിൾ, ഹ്യൂമിലിറ്റി എല്ലാം വിനയമാണ്. വിനയത്തിന് നേരെ ഓപ്പോസിറ്റ് അഹങ്കാരം, പ്രൈഡ്, അഹങ്കാരം, അറഗൻസ്, അഹങ്കാരം, ഈഗോ, അഹങ്കാരം, ഇതെല്ലാം അഹങ്കാരമാണ്. അടുത്തത് റെസൊണേറ്റ്. ഒരു പക്ഷേ ഇതുവരെ പഠിച്ചതിൽ ഇത്തിരി പ്രയാസമായിട്ട് നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുള്ളതാണ്. റെസൊണേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ക്രിയേറ്റ് എ സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ, മീൻസ് ആഴത്തിൽ സ്വാധീനിക്കുക, അല്ലെങ്കിൽ ആഴത്തിൽ മുഴങ്ങുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. റെസൊണേറ്റ്. ദ വീഡിയോസ് കണ്ടിന്യൂ ടു റെസൊണേറ്റ് ഗ്ലോബലി, അത് ആഗോളതലത്തിൽ ഇങ്ങനെ മുഴങ്ങുന്നുണ്ട്. മുഴങ്ങുന്നു വെച്ചാൽ എന്താണ്? ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്, അവരിലൊരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. യെസ്, സ്വാധീനം ചെലുത്തുക എന്നൊരർത്ഥമാണ് വരുന്നത് റെസൊണേറ്റ്. നോക്കിയേ, സിനോണിംസ് നോക്കിയേ. റെസൊണേറ്റ്, സ്ട്രൈക്ക്, കണക്ട്, ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്നല്ലേ അർത്ഥം വരുന്നത്. അപ്പീൽ, ആൾക്കാരെ അപ്പീൽ ചെയ്യുന്നു. മൂവ് ചെയ്യുന്നു, മൂവ് എന്ന് വെച്ചാൽ അങ്ങനെ നീങ്ങുക. ഞാനിപ്പോൾ ചെയ്യുന്ന ഈ മൂവ്മെന്റ് അല്ല ഉദ്ദേശിക്കുന്നത്. അവരെ മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരിലേക്ക് എത്തുന്നു, അവരിലൊരു സ്വാധീനം ചെലുത്തുന്നു എന്നാണ് അർത്ഥം വരുന്നത്. ആന്റോണിസ് നോക്കിയേ. ഏലിയനേറ്റ്, അകറ്റുന്നു. റിപ്പൽ, അകറ്റുന്നു. ഇഗ്നോർ, ഇതെല്ലാം തന്നെ റെസൊണേറ്റിന്റെ ആന്റോണിംസ് ആണ്. അടുത്തത് സ്പെക്ടക്കിൾ. സ്പെക് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണിന് കുഴപ്പമാണ്, നമ്മൾ എന്ത് ചെയ്യും? സ്പെക്സ് വെക്കും. സ്പെക് എന്ന് പറഞ്ഞാൽ കണ്ണാടി. അപ്പൊ കാഴ്ചയുമായി ബന്ധപ്പെട്ടതാണ് സ്പെക്ടക്കിൾ. ആൻഡ് ഇംപ്രസീവ് പബ്ലിക് ഡിസ്പ്ലേ എന്ന് വെച്ചാൽ ദൃശ്യവിസ്മയം, കാഴ്ച വിസ്മയം എന്നാണ് അർത്ഥം. നമ്മളെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാണ് സ്പെക്ടക്കിൾ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ഈ പ്ലെയിൻ പറക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ചിലപ്പം ആദ്യമായിട്ടൊക്കെ പ്ലെയിൻ കാണുന്ന ആൾക്കാർക്ക് അതൊരു സ്പെക്ടക്കിൾ ആണ്, ഇല്ലേ? ഇപ്പൊ പാരീസിലെ ഈഫിൽ ടവർ കാണുമ്പോൾ ഒരു കാഴ്ച വിസ്മയം സ്പെക്ടക്കിൾ ആണ്. താജ്മഹൽ ഒരു സ്പെക്ടക്കിൾ ആണ്. സോഷ്യൽ മീഡിയ ഓഫൻ സെലിബ്രേറ്റ് സ്പെക്ടക്കിൾ. ഇതുപോലെ കാഴ്ച വിസ്മയത്തെയാണ് സോഷ്യൽ മീഡിയ ആഘോഷിക്കാറുള്ളത്. സിനോണിംസ് നോക്കിയേ. ഡിസ്പ്ലേ. ഡിസ്പ്ലേ, നമ്മളിപ്പോൾ മൊബൈൽ കടകളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. എന്താണ്? കാഴ്ചയ്ക്ക് വേണ്ടി ഡിസ്പ്ലേ. ഷോ, ഡിസ്പ്ലേ. പെർഫോമൻസ്, ഡിസ്പ്ലേ, കാഴ്ച. എക്സിബിഷൻ, ഈ എക്സിബിഷൻ, പെർഫോമൻസ്, ഇതെല്ലാം എന്താണ്? കാഴ്ചയുമായി ബന്ധപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? ഓർഡിനറിനെസ്, സിംപ്ലിസിറ്റി, ഇതെല്ലാം സ്പെക്ടക്കിളിന്റെ ഓപ്പോസിറ്റ് ആണ്. അടുത്തത് കൺസിഡറേഷൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അടുത്തത് റെസ്പെക്ട്. റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുമാനം, റെസ്പെക്ട്. ആന്റോണിംസ്, സിനോണിംസ് നോക്കിയേ. എസ്റ്റീം, റിഗാർഡ്, ഓണർ, റെവറൻസ്, ഓൾറെഡി പറഞ്ഞതാണ്. അതിന്റെ ആന്റോണിംസ് എന്താണ്? ഡിസ്റെസ്പെക്ട്, ബഹുമാനം ഇല്ലാത്ത അവസ്ഥ. കണ്ടംപ്റ്റ്, പുച്ഛം. സ്കോൺ, അതും പുച്ഛമാണ്. പുച്ഛം, അതായത് റെസ്പെക്ട് നേരെ ഓപ്പോസിറ്റ്. അടുത്ത ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് കൺട്രോൾ, ഓർഡർലി, അച്ചടക്കം. ജാപ്പനീസ് ഡിസിപ്ലിൻ ഇംപ്രസസ് ദ വേൾഡ്. ലോകത്തെ ഇംപ്രസ് ചെയ്തിട്ടുള്ള എന്താണ്? ജാപ്പൻകാരുടെ അച്ചടക്കം. ഓർഡർ, അച്ചടക്കം. കൺട്രോൾ, അച്ചടക്കം. റെഗുലേഷൻ, റെസ്ട്രെയിന്റ്, ഇതെല്ലാം അച്ചടക്കമാണ്. ഓക്കെ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? കയോസ്, അഴിച്ചുവിട്ട ഒരു കൺഫ്യൂഷൻ, കയോസ്. ഡിസോർഡർ, ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? അച്ചടക്കം. ഇപ്പൊ ഡിസോർഡർ എന്താണ്? അലമ്പ്. ഈ പറയുന്ന പോലെ അഴിച്ചുവിട്ട അവസ്ഥ. ഇൻഡിസിപ്ലിൻ, ഈ പറഞ്ഞ അച്ചടക്കം ഇല്ലാത്ത അവസ്ഥ. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരവാദിത്തം. സിനോണിംസ് നോക്കിയേ. ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം. ഒബ്ലിഗേഷൻ, ഉത്തരവാദിത്തം. അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്തം. കമ്മിറ്റ്മെന്റ്, ഉത്തരവാദിത്തം. അതിന് നേരെ ഓപ്പോസിറ്റ് എന്ന് പറയും ഇറസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഇല്ലായ്മ. നെഗ്ലിജൻസ്, ഉത്തരവാദിത്തം ഇല്ലായ്മ. കെയർലെസ്നെസ്, ഉത്തരവാദിത്തം ഇല്ലായ്മ. ഇതെല്ലാം കണ്ട ഉത്തരവാദിത്തത്തിന്റെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. കിട്ടിയില്ല? അപ്പൊ നമ്മളൊരു 20ഓളം വാക്കുകൾ പഠിച്ചു. അപ്പോൾ ഇനി ആ ഫാമിലി കേട്ടോളൂ. ക്ലെൻലിനെസ് ഫാമിലി. ക്ലെൻലിനെസ്, പ്യൂരിറ്റി, ഹൈജീൻ, സാനിറ്റേഷൻ, ടൈഡിനെസ്, നീറ്റ്നെസ്. ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. എല്ലാത്തിൻ്റെയും ഈ ഒരു ഫാമിലിയിലുള്ള എല്ലാ വാക്കുകളും പഠിച്ചു വെച്ചേക്കുക. റെസ്പെക്ട് എന്ന ഫാമിലിയിൽ വരുന്നതാണ് റിഗാർഡ്, എസ്റ്റീം, റെവറൻസ്, കേഴ്സി, കൺസിഡറേഷൻ, പഠിച്ചതാണ്. റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഫാമിലിയിൽ വരുന്നതാണ് ഡ്യൂട്ടി, ഒബ്ലിഗേഷൻ, അക്കൗണ്ടബിലിറ്റി, കമ്മിറ്റ്മെന്റ്. കമ്മ്യൂണിറ്റി, അതായത് സമൂഹം. സമൂഹം എന്ന് പറയുന്ന ആ ഒരു ക്ലസ്റ്ററിൽ വരുന്നതാണ് സിവിക്, പബ്ലിക്, കളക്റ്റീവ്, കമ്മ്യൂണൽ, ഷെയർഡ്. ക്യാരക്ടറുമായി ബന്ധപ്പെട്ടതാണ് ഡിസിപ്ലിൻ, ഇന്റഗ്രിറ്റി, ഹ്യൂമിലിറ്റി, റെസ്പോൺസിബിലിറ്റി, കോപ്പറേഷൻ, ഹാർമണി. ഓക്കെ, ഇനി അടുത്തത്. അപ്പോൾ ഇത്രയും നമ്മൾ വൊക്കാബുലറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം. അതാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഫ്രം ദ പാസേജ്. അപ്പോൾ ഈ ഒരു പാസേജ് നമ്മൾ പഠിച്ചു. വൊക്കാബുലറി 20 വാക്ക്, ആ വാക്കുകളിൽ നിന്നൊരു 4 സിനോണിംസ്, 4 ആന്റോണിംസ്.
അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രീവിയസ് സെക്ഷനിൽ നമ്മൾ 100ഓളം വാക്കുകളാണ് പഠിച്ചത്. കണ്ടില്ല, ഒറ്റ ക്ലാസ്സിൽ 100 വാക്കാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഈ പാസേജിൽ നിന്ന് അറിയാമല്ലോ. ഇപ്പം ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ കുറേ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും പറയുന്നില്ല, പക്ഷേ നമുക്കതിൽ നിന്ന് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇതിലിപ്പോൾ ഞാൻ കണ്ടുപിടിച്ചത് ക്ലെൻലിനെസ്സിനോടുള്ള സ്നേഹം അല്ലെങ്കിൽ വൃത്തിയോടുള്ള ഒബ്സഷൻ, ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു വാക്ക് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. നോക്കിയേ, ലവ് ഫോർ ക്ലെൻലിനെസ്, അതായത് വൃത്തിയോട് അല്ലെങ്കിൽ സൂക്ഷ്മതയോട്, അത്തരം വിശദാംശങ്ങളോടുള്ള ആ ഒരു സ്നേഹം, ആ ഒരു എന്താ പറയുക, ആ ഒരു ത്വര, ആ ഒരു വാക്കിനെ നമുക്ക് ഈ ഒരു വാക്ക് വെച്ച് നമുക്ക് പറയാം. ഓക്കെ, ഫാസ്റ്റിഡിയസ്നെസ് എന്നാണ്. ഡയറക്റ്റ് ആയിട്ട് ഭയങ്കരമായ ശുചിത്വത്തിനോടുള്ള ഒരു സ്നേഹമോ ആസക്തിയോ അല്ല ഫാസ്റ്റിഡിയസ്, അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല. പക്ഷേ ഫാസ്റ്റിഡിയസ് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ സ്പെസിഫിക് ആയാൽ ഓർഡറിനോട്, ചിട്ടയോട്, പ്രസിഷൻ, ഈ പറഞ്ഞ സൂക്ഷ്മതയോട്, വിശദാംശങ്ങളോട്, മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും വളരെ കൃത്യമായിരിക്കണം, നല്ലതുപോലെ കിട്ടണം, അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു ക്വാളിറ്റിയാണ് ഫാസ്റ്റിഡിയസ്നെസ്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ അത് അപ്ലൈ ചെയ്യാം. എന്താണ് ഇവിടെ എന്താ പറയുന്നത്, ഈ പറഞ്ഞ പോലെ ഭയങ്കര വൃത്തി, ഈ പറഞ്ഞ അത്രയും വൃത്തി കാര്യങ്ങളെല്ലാം നിലനിൽക്കണം, ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഭയങ്കര സൂക്ഷ്മത, ആ ഒരു സൂക്ഷ്മത, ആ ഒരു വൃത്തിയോടുള്ള ആ ഒരു ഒബ്സഷൻ, അതിനെ നമുക്ക് വേണമെങ്കിൽ ഫാസ്റ്റിഡിയസ്നെസ് എന്ന് പറയാം. ഓക്കെ, വൺ ഹു വർക്ക്സ് ഫോർ ദ പബ്ലിക് ഗുഡ്. അപ്പൊ പൊതുവായ ആൾക്കാർ, ഇപ്പം പൊതുജനങ്ങൾക്ക് വേണ്ടി, അവർക്കും കൂടി ഇത് നല്ലതായിട്ട് ഭവിക്കട്ടെ എന്ന് ചിന്തിച്ച് ചെയ്യുന്ന പ്രവൃത്തി, അപ്പൊ അതിനെന്ത് വിളിക്കും? ഫിലാന്ത്രോഫിസ്റ്റ്. കുറച്ചുകൂടെ ബ്രോഡറായ അർത്ഥമുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, ഡയറക്ട്ലി പാസേജിൽ കുറെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും ഇല്ല. നമുക്ക് വേണ്ടത് നമുക്ക് അവിടുന്ന് എങ്ങനെ ഇളക്കിയെടുത്ത് പഠിക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഫിലാന്ത്രോഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ള ആൾക്കാർക്ക് നല്ലതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെയാണ് ഫിലാന്ത്രോഫിസ്റ്റ്. അതായത് മനുഷ്യ സ്നേഹി, സാമൂഹിക സേവകൻ എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ഈ പറഞ്ഞ പോലെ ജപ്പാനിലെ ഫുട്ബോൾ സപ്പോർട്ടേഴ്സ്, അവർ പബ്ലിക് ഗുഡ്, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു സേവനം നിലയിൽ ചെയ്യുന്നു. അപ്പൊ അതൊരു ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, കൺസേൺ ഫോർ പബ്ലിക് വെൽഫെയർ, പൊതുകാര്യങ്ങളോടും പൊതുകാര്യങ്ങളുടെ ക്ഷേമത്തിനോടും പരിഗണനയും ആശങ്കയുള്ള ഒരാളെ നമുക്ക് ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി നമുക്ക് ആൾട്രൂയിസം എന്ന് വിളിക്കാം. അത് ചെയ്യുന്ന ഒരാൾ ആൾട്രൂയിസ്റ്റ് ആണ്. ALTRUIST എന്ന് പറഞ്ഞാണ്. ബാക്കി എല്ലാവർക്കും ക്ഷേമം സംഭവിക്കണം, അവർക്ക് നല്ലതുണ്ടാവണം, അവരുടെ ജീവിതത്തിൽ സന്തോഷവും കാര്യങ്ങളും നന്മയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ആൾട്രൂയിസ്റ്റ്. അപ്പൊ ആ ക്വാളിറ്റിയാണ് ആൾട്രൂയിസം. ഇപ്പൊ ഒരു മനുഷ്യ സ്നേഹി, സാമൂഹിക സേവകനാണ് ഫിലാന്ത്രോഫിസ്റ്റ്. അപ്പൊ അയാളുടെ പ്രവൃത്തി എന്താണ്? സേവനം. എന്താണ്? ഫിലാന്ത്രോപ്പിയാണ്. മനുഷ്യ സ്നേഹം എന്താണ്? ഫിലാന്ത്രോപ്പിയാണ്. ഓക്കെ, വർക്കിംഗ് ടുഗദർ ഫോർ എ കോമൺ പർപ്പസ്, ഒരു കാര്യത്തിന് വേണ്ടി കൂട്ടായി ജോലി ചെയ്യുന്നു, അതിന് സഹകരണം, കോപ്പറേഷൻ. സഹകരണ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക് എന്നില്ല, സഹകരണമാണ് അർത്ഥം. ഇനി കെയർ ഫോർ ദ എൻവയൺമെന്റ്, പരിസ്ഥിതിയോടുള്ള ഈ ഒരു പരിഗണന, ആ ഒരു സ്നേഹം. എൻവയൺമെന്റൽ സ്റ്റിവാർഡ്ഷിപ്പ് എന്ന വാക്കൊന്ന് പഠിച്ചു വെച്ചേക്കും. ഇത്തിരി എന്താ പറയുക, ലെവൽ കൂടിയ വാക്കാണ്, എന്നാലും ഞാൻ ഇവിടെ കൊണ്ടുവന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഫാസ്റ്റിഡിയസ്നെസ്, ഫിലാന്ത്രോഫിസ്റ്റ്, ആൾട്രൂയിസം, കോപ്പറേഷൻ എന്ന വാക്കുകളൊന്ന് ഓർത്ത് വെച്ചേക്കാം ആസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. പിന്നെ കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുള്ള ചില പെയേഴ്സ് ഇവിടെ ഉണ്ട്, ശ്രദ്ധിക്കുക. ഏതൊക്കെയാ നോക്കിക്കോളൂ. സിവിക്കും സിവിലും. സിവിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സിറ്റിസൺസുമായി, പൗരനുമായി ബന്ധപ്പെട്ടതെന്നാണ് അർത്ഥം. മനസ്സിലല്ലോ? പൗരനുമായി ബന്ധപ്പെട്ടത്, പൊതുകാര്യം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. സിവിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മര്യാദ എന്നാണ് അർത്ഥം, പൊളൈറ്റ്. ഓൾസോ റിലേറ്റിംഗ് ടു നോൺ ക്രിമിനൽ ലോ. സിവിക് എന്ന് പറഞ്ഞാൽ പൗരസംബന്ധിതമായ, പൗരനുമായി സംബന്ധിക്കുന്നത്. ഓക്കെ, സിവിക് റിലേറ്റഡ് ടു സിറ്റിസൺസ് ആൻഡ് പബ്ലിക് ലൈഫ്, പൊതുകാര്യം, പൗരനുമായി ബന്ധപ്പെട്ടെന്നാണ് അർത്ഥം. എന്നാൽ സിവിൽ എന്ന് പറഞ്ഞാൽ മര്യാദ എന്ന അർത്ഥമുണ്ട്. സിവിൽ, പൊളൈറ്റ്, മര്യാദ എന്ന അർത്ഥമുണ്ട്. അതൊരർത്ഥം. രണ്ട്, റിലേറ്റിംഗ് ടു നോൺ ക്രിമിനൽ ലോ. സിവിൽ കേസ്, ക്രിമിനൽ കേസ് എന്ന് പറയത്തില്ല. അപ്പം ക്രിമിനൽ അല്ലാത്തതിനെ നമ്മൾ സിവിൽ എന്നല്ലേ പറയുന്നത്. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് നോൺ ക്രിമിനൽ ലോയും സിവിലാണ്. സിവിൽ കേസ്, ക്രിമിനൽ കേസ് എന്ന് കേട്ടിട്ടില്ലേ? ഇപ്പൊ വസ്തുവുമായി ബന്ധപ്പെട്ട തർക്കമൊക്കെ സിവിലായിരിക്കും വരുന്നത്. അപ്പോൾ അത് ക്രിമിനൽ ലോ അല്ല അതിനകത്ത് ഈ പറയുന്ന അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഓക്കെ, അടുത്തത് കമ്മ്യൂണലും കമ്മ്യൂണിറ്റിയും. കമ്മ്യൂണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പറയുന്നത് ഷെയർഡ് ബൈ എ കമ്മ്യൂണിറ്റി, ഒരു ജനസമൂഹം ഷെയർ ചെയ്യുന്നത്, പങ്കുവെക്കുന്നത് എന്നാണ്. ജനസമൂഹവുമായി ബന്ധപ്പെട്ടത് എന്നാണ് കമ്മ്യൂണൽ. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ജനസമൂഹം. നോക്കിയേ, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ടുഗദർ. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആ ജനസമൂഹമാണ് കമ്മ്യൂണിറ്റി. കമ്മ്യൂണൽ എന്ന് പറഞ്ഞാൽ ആ കമ്മ്യൂണിറ്റി
പങ്കുവെക്കുന്ന ഇടം എന്നൊക്കെയാണ് അർത്ഥം. കമ്മ്യൂണൽ സ്പേസ് എന്നാണ്, അവർ പങ്കുവെക്കുന്ന ഇടം. റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ ബഹുമാനം, അറിയാലോ, ഹൈ റിഗാർഡ്. അങ്ങനെയാണെങ്കിൽ റെസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിലോങ്ങിങ് സെപ്പറേറ്റ്ലി ടു ഈച്ച്, യഥാക്രമം എന്നൊക്കെ അർത്ഥം വരുമല്ലോ, മനസ്സിലായി? റെസ്പെക്റ്റീവ്, ഓക്കെ, റെസ്പെക്റ്റീവ് അതുമായി ബന്ധപ്പെട്ടത്. ബിലോങ്ങിങ്, റെസ്പെക്ട്, സെപ്പറേറ്റ്ലി ടു ഈച്ച്, ഓരോരുത്തർക്കും ഓരോന്ന്, അതാണ് റെസ്പെക്റ്റീവ്. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഒരു ക്ലാസ് മുറിയിൽ ഈ പറഞ്ഞ 5 കുട്ടികൾക്ക് അവർക്ക് വേണ്ടി 5 പുസ്തകങ്ങൾ, ടേക്ക് യുവർ റെസ്പെക്റ്റീവ് ബുക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ളത് എടുക്കൂ, അവർക്ക് വെച്ചിട്ടുള്ളത് അവരുടേതായത് എന്നാണ് അർത്ഥം വരുന്നത്. ബിലോങ്ങിങ് സെപ്പറേറ്റ്ലി ടു ഈച്ച്, ഓരോരുത്തർക്കും ഉള്ളത് എന്നർത്ഥമാണ് റെസ്പെക്റ്റീവിന്റെ അർത്ഥം വരുന്നത്. ഓക്കെ, ഇനി എഡിറ്റോറിയൽ മനസ്സിലായ ചില എക്സ്പ്രഷൻസ്. ഡീപ്പ് റൂട്ടഡ് ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീപ്പ് റൂട്ടഡ് ട്രഡീഷൻ, ആഴത്തിൽ വേരൂന്നിയ ഒരു പാരമ്പര്യം. എ ട്രഡീഷൻ ഫേംലി എസ്റ്റാബ്ലിഷ്ഡ് ഓവർ ടൈം, കാലങ്ങളായിട്ട് ആഴത്തിൽ വേരൂന്നിയ ഒരു പാരമ്പര്യം എന്നാണ് അർത്ഥം. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡ്യൂട്ടി ഷെയർഡ് ബൈ എവരി വൺ, കൂട്ടായ ഉത്തരവാദിത്തം എന്നാണ് അർത്ഥം. ഷെയർഡ് സ്പേസ്, ഷെയർഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലം എന്നാണ് അർത്ഥം. ഫ്രഷ് സ്റ്റാർട്ട്, പുതിയ ഒരു തുടക്കം, എ ന്യൂ ബിഗിനിങ്, ഫ്രഷ് സ്റ്റാർട്ട്, നിങ്ങൾ പിന്നെയും കേട്ടാണ് ഫ്രഷ് സ്റ്റാർട്ട്. ലീഡ് ബൈ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരൊരു ഉദാഹരണമായിട്ട് മുന്നേ നടക്കുന്നു എന്ന് പറഞ്ഞാൽ, എന്ന് വെച്ചാൽ എന്താണ്? അവർ നമുക്കൊരു ഗുണപാഠമായി മാറുന്നു. ഇൻസ്പയർ അതേഴ്സ് ത്രൂ വൺസ് ആക്ഷൻസ്, നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു പ്രചോദനം, മറ്റുള്ളവർക്ക് പ്രചോദനമാകുക, അതാണ് ലീഡ് ബൈ എക്സാമ്പിൾ. സിവിക് സെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവയർനെസ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ആസ് എ സിറ്റിസൺ, ഒരു പൗരൻ എന്ന നിലയിലുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെ കുറിച്ചുള്ള ബോധമാണ് സിവിക് സെൻസ്. ലീവ് എ പ്ലേസ് ബെറ്റർ ദാൻ യു ഫൗണ്ട് ഇറ്റ് മീൻസ് ഇംപ്രൂവ് റാദർ ദാൻ മിയർലി യൂസ് പബ്ലിക് സ്പേസസ്. ഇവിടെ അതിനർത്ഥം എന്താണ്? ലീവ് എ പ്ലേസ് ബെറ്റർ ദാൻ യു ഫൗണ്ട് ഇറ്റ്, നമുക്കൊരു സാധനം കിട്ടുമ്പോൾ അതിനെ മെച്ചപ്പെട്ട രീതിയിലാക്കിയിട്ട് കൊടുക്കുക എന്നാണ്. ഇനി ഇഡിയംസുമായി ബന്ധപ്പെട്ട് നോക്കിയേ. ലീവ് നോ സ്റ്റോൺ അൺടേൺഡ്, ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അർത്ഥം എന്താണ്? കഴിയുന്നത്ര എഫേർട്ട് കൊടുക്കുക എന്നാണ് അർത്ഥം. എന്താണ്? കഴിയുന്നത്ര എഫേർട്ട് കൊടുക്കുക. എക്സാമ്പിൾ നോക്കിയേ. The committee left no stone unturned to restore the park. ആ പാർക്ക് പുതുക്കാൻ വേണ്ടി കഴിയുന്നത്ര എഫേർട്ട് ആ കമ്മിറ്റി കൊടുത്തു എന്നാണ്. ഓക്കെ, നെക്സ്റ്റ്. ലീഡ് ബൈ എക്സാമ്പിൾ എന്ന് വെച്ചാൽ എന്താണ്? ടു ഇൻസ്പയർ അതേഴ്സ്, നമ്മുടെ സ്വന്തം പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം നൽകുക. നോക്കിയേ. ടീച്ചേഴ്സ് ഷുഡ് ഓൾവേസ് ലീഡ് ബൈ എക്സാമ്പിൾ, അധ്യാപകർ എപ്പോഴും കുട്ടികൾക്ക് ഷുഡ് ലീഡ് ബൈ എക്സാമ്പിൾ, കുട്ടികൾക്ക് ഒരു പ്രചോദനമാവണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച് എന്ന് പറഞ്ഞാൽ പറയുന്നത് ചെയ്യാൻ പറ്റുന്നത് മാത്രം പറയുക. ബിഹേവ് അക്കോർഡിംഗ് ടു യുവർ ഓൺ അഡ്വൈസ്, നീ ഒരു കാര്യം പറയുകയാണെങ്കിൽ പറയുന്ന കാര്യം ചെയ്യുക. ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ മദ്യത്തിനെതിരെ സംസാരിച്ചിട്ട് രാത്രി ഞാൻ കുടിച്ച വെള്ളം കിടന്നാൽ അത് നേരെ വിരുദ്ധമായ കാര്യമല്ലേ? നോക്കിയേ, എക്സാമ്പിൾ നോക്കിയേ. പൊളിറ്റീഷ്യൻസ് ഷുഡ് പ്രാക്ടീസ് വാട്ട് ദേ പ്രീച്ച്, അവർ പ്രസംഗിക്കുന്ന കാര്യം നടപ്പിലാക്കണം. പൊളിറ്റീഷ്യൻസ് പ്രസംഗിക്കുന്ന കാര്യങ്ങൾ മാത്രമേ, നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പ്രസംഗിക്കാവൂ. ഗോ ദ എക്സ്ട്രാ മൈൽ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗോ ദ എക്സ്ട്രാ മൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഡു മോർ ദാൻ എക്സ്പെക്റ്റഡ്, നമ്മളിൽ നിന്ന് എത്ര പ്രതീക്ഷിക്കുന്നു അതിനപ്പുറത്തേക്ക് നൽകുക. നമ്മളിൽ നിന്ന് എത്രയാണ് പ്രതീക്ഷിക്കുന്നത് അതിൽ നിന്ന് അപ്പുറം കൊടുക്കുക എന്ന് പറയുന്നതാണ് ഗോ ദ എക്സ്ട്രാ മൈൽ. നോക്കിയേ. ദ വോളണ്ടിയേഴ്സ് വെന്റ് ദ എക്സ്ട്രാ മൈൽ ആഫ്റ്റർ ദ മാച്ച്, മാച്ചിന് ശേഷം ആ വോളണ്ടിയേഴ്സ് എന്ത്? ദേ വെന്റ് എക്സ്ട്രാ മൈൽ, അവർ ഇത്രയും ചെയ്താൽ മതിയായിരുന്നു, പക്ഷെ അതിന് അവരുടെ ഇരട്ടി ചെയ്തു. ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഓഫർ ഹെൽപ്പ്, ഒരു കൈസഹായം കൊടുക്കുക. നോക്കിയേ. സ്റ്റുഡൻസ് ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ് ആഫ്റ്റർ ദ പ്രോഗ്രാം, പ്രോഗ്രാമിന് ശേഷം സ്റ്റുഡൻസ് എന്ത് ചെയ്തു? അവരൊരു കൈസഹായം കൊടുത്തു. പുൾ ടുഗദർ, ഒരുമിച്ച് വലിക്കുക എന്ന് വെച്ചാൽ എന്താണ്? വർക്ക് കോപ്പറേറ്റ്ലി, ഒരുമിച്ച് സഹകരിച്ച് ഒന്നിച്ച് ജോലി ചെയ്യുക എന്നർത്ഥം. നോക്കിയേ. ദ എൻറ്റയർ വില്ലേജ് പുൾഡ് ടുഗദർ ആഫ്റ്റർ ദ ഫ്ലഡ്, ആ പ്രളയത്തിന് ശേഷം ആ ഗ്രാമം മുഴുവനും പുൾഡ് ടുഗദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് വർക്ക് ചെയ്തു. ഡു വൺസ് പാർട്ട് എന്ന് പറഞ്ഞാൽ അവനവന്റെ ഉത്തരവാദിത്വം അവനവൻ ചെയ്യാന്ന് അർത്ഥം. നോക്കിയേ. എവരി വൺ മസ്റ്റ് ഡു ദിയർ പാർട്ട് ടു പ്രൊട്ടക്ട് ദ എൻവയൺമെന്റ്, പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ അവനവനാൽ കഴിയുന്നത് അവൻ ചെയ്യണം. ക്ലീൻ അപ്പ് വൺസ് ആക്ട്, ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വൃത്തിയാക്കുക എന്നാണ്. അല്ല, ക്ലീൻ അപ്പ് വൺസ് ആക്ട് എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ് വൺസ് ബിഹേവിയർ, അവനവന്റെ സ്വഭാവം അവനവൻ മെച്ചപ്പെടുത്തണമെന്നാണ് പറയുന്നത്. ദ മുനിസിപ്പാലിറ്റി ക്ലീൻഡ് അപ്പ് ഇറ്റ്സ് ആക്ട് ആഫ്റ്റർ ക്രിറ്റിസിസം, മുനിസിപ്പാലിറ്റി എന്ത് ചെയ്തു? വിമർശനം നേരിട്ടതിന് ശേഷം ക്ലീൻഡ് അപ്പ് ഇറ്റ്സ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരവരുടെ
രീതികൾ മെച്ചപ്പെടുത്തി എന്നാണ്. സെറ്റ് ദ സ്റ്റാൻഡേർഡ്. സെറ്റ് ദ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ബിക്കം ആൻ എക്സാമ്പിൾ ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് ഉദാഹരണമാവുക. അതാണ് സെറ്റ് ദ സ്റ്റാൻഡേർഡ്. നോക്കിയേ, ദ സ്കൂൾ ഹാസ് സെറ്റ് ദ സ്റ്റാൻഡേർഡ് ഫോർ ഡിസിപ്ലിൻ. ഡിസിപ്ലിന്റെ കാര്യത്തിൽ ആ സ്കൂൾ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഉത്തമ ഉദാഹരണം അവിടെ സെറ്റ് ചെയ്തു. കാരണം ആ രീതിയിലേക്ക് മറ്റുള്ളവർ ഉയർന്നു വരണം എന്നാണ് അർത്ഥം. വാക്ക് ദ ടോക്ക്. വാക്ക് ദ ടോക്ക് എന്ന് പറഞ്ഞാൽ കൺവേർട്ട് വേർഡ്സ് ഇൻ ടു ആക്ഷൻ. പറയുന്ന കാര്യം പ്രവർത്തിക്കുക, അതാണ് വാക്ക് ദ ടോക്ക്. ഗുഡ് ലീഡേഴ്സ് വാക്ക് ദ ടോക്ക്. നല്ല നേതാക്കന്മാർ ദേ വാക്ക് ദ ടോക്ക്. അവരെന്ത് ചെയ്യും? അവർ പറയുന്ന കാര്യങ്ങൾ അവർ നടപ്പിലാക്കും. അതാണ് നല്ല നേതാക്കന്മാർ. അത് പ്രാക്ടീസ് വാട്ട് യു പ്രീച്ചുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമ്മളിപ്പോൾ ഏകദേശം ഒരു 10ഓളം ഇഡിയംസ് പഠിച്ചു. അടുത്ത് നോക്കി, ഷോൾഡർ റെസ്പോൺസിബിലിറ്റി. തോളത്ത് എന്തെടുത്ത് വെക്കണം? ഉത്തരവാദിത്തം എടുത്തു പറയും. എന്ന് വെച്ചാൽ അക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി വില്ലിംഗ്ലി. നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് തന്നെയാണ് അർത്ഥം. നോക്കി, എവരി സിറ്റിസൺ മസ്റ്റ് ഷോൾഡർ റെസ്പോൺസിബിലിറ്റി. ഓരോ പൗരനും ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഇൻ ഗുഡ് ഹാൻഡ്സ്. നല്ല കൈകളിൽ മീൻസ് ബീങ് പ്രോപ്പർലി കെയർഡ് ഫോർ. നമ്മൾ പറയുന്നത് നല്ല കൈകളിൽ എത്തിയാൽ മതിയായിരുന്നു അത് എന്ന് നമ്മൾ പറയത്തില്ല. നല്ല കൈകൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നല്ല പോലെ അത് സംരക്ഷിക്കാനും അത് നോക്കി നടത്താനും പറ്റുന്ന ആൾ. നോക്കിയേ, ദ പ്രൊജക്ട് ഇസ് ഇൻ ഗുഡ് ഹാൻഡ്സ്. ഇപ്പൊ ഞാൻ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്തു. ഞാൻ ഒരു പ്രൊജക്ട് നല്ലപോലെ കമ്പനിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നു. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് നല്ല കൈകളിൽ എത്തിയാൽ മതി, എന്നാലേ അതിന്റെ ഇംപ്ലിമെന്റേഷൻ കറക്റ്റ് ആവും. നോക്കി, ദ പ്രൊജക്ട് ഇസ് ഇൻ ഗുഡ് ഹാൻഡ്സ്. പ്രൊജക്ട് ഇപ്പോൾ നല്ല കൈകളിലാണ്. സ്റ്റാൻഡ് ഷോൾഡർ ഷുഡ് ഷോൾഡർ. തോളോട് തോൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് നിൽക്കുക. സ്റ്റാൻഡ് യുണൈറ്റഡ് എന്നാണ് അർത്ഥം. ഒന്നിച്ച് ഐക്യത്തോടെ നിൽക്കുക. ദ വോളണ്ടിയേഴ്സ് സ്റ്റുഡ് ഷോൾഡർ ടു ഷോൾഡർ ഡ്യൂറിംഗ് ദ ക്യാമ്പയിൻ. ആ ക്യാമ്പയിന്റെ സമയത്ത് വോളണ്ടിയേഴ്സ് എല്ലാവരും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചു. എ ബ്രത്ത് ഓഫ് ഫ്രഷ് എയർ. ഒരു നല്ല വായു അല്ലെങ്കിൽ നല്ല മണമുള്ള വായു, നല്ല സുഗന്ധമായ അന്തരീക്ഷം എന്നാണ് അർത്ഥം. എ ബ്രത്ത് ഓഫ് ഫ്രഷ് എയർ എന്ന് പറഞ്ഞാൽ സംതിങ് റിഫ്രഷിങ് ആൻഡ് ഇൻസ്പയറിങ്. നമ്മളെ പ്രചോദിപ്പിക്കുന്ന, നമ്മളെ ആനന്ദിപ്പിക്കുന്ന, നമുക്കൊന്ന് ചെറിയൊരു സന്തോഷം തരുന്ന എന്തോന്ന്. ഹിസ് ഐഡിയാസ് വെയർ എ ബ്രത്ത് ഓഫ് ഫ്രഷ് എയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവന്റെ ആശയങ്ങൾ എ ബ്രത്ത് ഓഫ് ഫ്രഷ് എയർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചെറിയ ഇൻസ്പിറേഷൻ തരുന്നതായിരുന്നു, നമുക്കൊരുത്തിരി പുതുമ നമ്മളിൽ തോന്നിപ്പിക്കുന്നതായിരുന്നു എന്നാണ് അർത്ഥം. ബ്രത്ത് ഓഫ് ഫ്രഷ് എയർ. ആക്ഷൻസ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതായത് വാട്ട് പീപ്പിൾ ഡു മാറ്റേഴ്സ് മോർ ദാൻ വാട്ട് ദേ സേ. അത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വളരെ പ്രധാനപ്പെട്ട ഇഡിയമാണ്. കാരണം ജപ്പാൻ ഫാൻസ് അവർ സംസാരിക്കുകയല്ല, അവർ പ്രവർത്തിച്ചു. ക്ലീനിങ് ദ സ്റ്റേഡിയംസ് പ്രൂവ്ഡ് ദാറ്റ്. സ്റ്റേഡിയംസ് ക്ലീൻ ചെയ്യുന്നത് തെളിയിച്ചു തന്നു ദാറ്റ് ആക്ഷൻ സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. അടുത്തത് മേക്ക് എ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മേക്ക് എ ഡിഫറൻസ്, ഒരു മാറ്റം കൊണ്ടുവരിക. മേക്ക് എ പോസിറ്റീവ് ചേഞ്ച്, നല്ല മാറ്റം കൊണ്ടുവരിക. വൺ റെസ്പോൺസിബിൾ സിറ്റിസൺ ക്യാൻ മേക്ക് എ ഡിഫറൻസ്. ഉത്തരവാദിത്ത ബോധമുള്ള ഒരു പൗരന് വലിയ മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കും. ദ ബോൾ ഇസ് ഇൻ യുവർ കോർട്ട്. നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ബോൾ ഇസ് ഇൻ യുവർ കോർട്ട് എന്ന് പറഞ്ഞാൽ നിന്റെ ടേൺ ആണ്, പ്രവർത്തിക്കാനുള്ള നിന്റെ അവസരമാണ്. നിന്റെ അവസരം എന്നാണ് അർത്ഥം. ആ പാസേജ് അവസാനിക്കുന്നതിനെ നോക്കിയേ. ദ വേൾഡ് ഹാസ് അഡ്മയർഡ് ജപ്പാൻ, നൗ ദ ബോൾ ഇസ് ഇൻ അവർ കോർട്ട്. ഓക്കെ, എക്സാമ്പിൾ നോക്കിയേ. ദ ഗവൺമെന്റ് ഹാസ് അനൗൺസ് ദ പോളിസി, നൗ ദ ബോൾ ഇസ് ഇൻ അവർ കോർട്ട്. ഗവൺമെന്റ് ആ പോളിസി അനൗൺസ് ചെയ്തിരിക്കുന്നു, പന്ത് ഇപ്പോൾ നമ്മുടെ കയ്യിലാണ് എന്ന് വെച്ചാൽ നമ്മുടെ ടേൺ ആണ്. റേസ് ദ ബാർ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് സ്റ്റാൻഡേർഡ്സ്. കണ്ടോളൂ, ജപ്പാൻ ഫാൻസ് ഹാവ് റേസ് ദ ബാർ ഫോർ സ്പോർട്സ്മാൻഷിപ്പ്. സ്പോർട്സ്മാൻഷിപ്പുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് അവർ ഉയർത്തി. ദ ടീം റേസ് ദ ബാർ ദിസ് സീസൺ. അതായത് ഒരു ടീം ഈ പറയുന്ന പോലെ ഒരു ഇത്ര നല്ല പോലെ പെർഫോം ചെയ്തു, അപ്പൊ അവരെന്താണ്, പെർഫോമൻസിന്റെ ബാർ അങ്ങ് അവർ ഉയർത്തി. ഇനി ഈ ലെവലിലേക്ക് ബാക്കിയുള്ളവർ പെർഫോം ചെയ്താലേ അവർ അംഗീകരിക്കത്തുള്ളൂ. അതാണ് ഈ റേസ് ദ ബാർ എന്ന് പറയുന്നത്. ലീവ് എ മാർക്ക്. ലീവ് എ മാർക്ക് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ. ലീവ് എ മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു ഐഡന്റിറ്റി, നമ്മുടെ ഒരു സിഗ്നേച്ചർ അവിടെ പതിപ്പിക്കുക എന്നാണ് അർത്ഥം. ഹിസ് കൈൻഡ്നസ് ലെഫ്റ്റ് എ മാർക്ക് ഓൺ എവരി വൺ. അവന്റെ ദയ, അവൻ മറ്റുള്ളവരോട് കാണിച്ച ദയ എല്ലാവരിലും ഒരു ഇംപ്രഷൻ ഉണ്ടാക്കി വെച്ചു. ബൈ എക്സാമ്പിൾ നോട്ട് ബൈ ഫോഴ്സ്. ഇതൊരു ട്രഡീഷണൽ ഇഡിയം അല്ല, ഒരു എക്സ്പ്രഷൻ ആണ് കേട്ടോ. ബൈ എക്സാമ്പിൾ നോട്ട് ബൈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ത്രൂ ആക്ഷൻ എന്നാണ് അർത്ഥം. പ്രവൃത്തിയിലൂടെ സ്വാധീനിക്കുന്നു, സംസാരത്തിലൂടെ അല്ല. ഇനി മറ്റൊരു കാര്യം, ഈ ഒരു പാസേജുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രൊവേർബ്സ് കേട്ടോ. ക്ലെൻലിനെസ് ഇസ് നെക്സ്റ്റ് ടു ഗോഡ്ലിനെസ് കേട്ടിട്ടുണ്ടല്ലോ. അതായത്
ശുദ്ധി എന്ന് പറയുന്നത്, വൃത്തി എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയമായ ശുദ്ധിയെയും കൂടാണ് കാണിക്കുന്നത്. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം കേട്ട് കാണും, ഇന്നത്തെ ചിന്താവിഷയത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഈ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് വെച്ചാൽ പൗരധർമ്മം കുട്ടിക്കാലത്ത് വളർത്തേണ്ടതാണ്. ആസ് യു സോ യു ഷാൽ റീപ്, നീ വിതയ്ക്കുന്നതേ നീ കൊയ്യുന്നുള്ളൂ എന്നാണ്. അതായത് ഗുഡ് ഹാബിറ്റ്സ്, നല്ല ശീലങ്ങൾ നല്ല സിറ്റിസൺസിനെ ഉണ്ടാക്കുന്നതാണ്. അതായത് ജാപ്പനീസ് എഡ്യൂക്കേഷൻ സിസ്റ്റം നല്ലത് വിതച്ചു, അതുകൊണ്ട് അവർക്ക് നല്ലത് കൊയ്യാൻ പറ്റി. യുണൈറ്റഡ് വി സ്റ്റാൻഡ്, ഡിവൈഡഡ് വി ഫോൾ, നമ്മൾ ഒന്നിച്ച് നിന്നുള്ള കൂട്ട ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിച്ച് ഐക്യമത്യം മഹാബലം. എക്സാമ്പിൾ ഇസ് ബെറ്റർ ദാൻ പ്രിസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദാഹരണമാണ് ഈ പറഞ്ഞ പറച്ചിലിനെയൊക്കെ കാട്ടി നല്ല ഉദാഹരണം. എക്സാമ്പിൾ ഇസ് ബെറ്റർ ദാൻ പ്രിസെപ്റ്റ്. ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷൻ, പലതുള്ളി പെരുവെള്ളം എന്ന് പറയത്തില്ല, അതാണ് ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷൻ. ചെറിയ പ്രവർത്തികൾ വലിയ ഇമ്പാക്ട്. വേർ there is a will there is a way, വേണയിൽ ചക്ക വേരിലും കായ്ക്കുന്നൊക്കെ പറയുന്ന പോലെ വേർ there is a will there is a way. ജനങ്ങൾ വിചാരിച്ചാൽ സിറ്റിസൺസ് ക്യാൻ ട്രാൻസ്ഫോം സൊസൈറ്റി, ജനങ്ങളുടെ ചെറിയ പ്രവർത്തികൾ വിചാരിച്ചാൽ സമൂഹത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു സെഷനിൽ ഫസ്റ്റ് പോസ്റ്റ് എന്ന ന്യൂസ് പോർട്ടലിൽ വന്ന ഒരു എഡിറ്റോറിയൽ അനാലിസിസ് ആയിരുന്നു ഒസോജി എന്ന ട്രഡീഷനെ കുറിച്ച്. ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമായതുകൊണ്ടാണ് ഇത് ഞാൻ അനാലിസിസിനായിട്ട് എടുത്തത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കോംപ്രിഹെൻഷൻ, എപ്പോഴത്തെ പോലെ തന്നെ പ്രസി, വൊക്കാബുലറി, ആൻറ്റോണിംസ്, സിനോണിംസ്, ഇഡിയംസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ, കൺഫ്യൂസ്ഡ് ആയിട്ട് വരുന്ന വേർഡ്സ് എല്ലാം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെഷൻ ഉദ്ദേശം തന്നെ അതാണ്, ഒറ്റ കാര്യത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ നല്ല റെസ്പോൺസിന്റെ ഒരു റിസൾട്ട് ആയിട്ടാണ് വീണ്ടും ഈ ഒരു സീരീസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ ഇതുപോലെയുള്ള നല്ല നല്ല വിഷയങ്ങൾ, ഏതെങ്കിലും പ്രധാനപ്പെട്ട എഡിറ്റോറിയൽസ്, ഇതിനൊരു അനാലിസിസ് നടത്തിയാൽ നന്നായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കമന്റ് രൂപത്തിൽ നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മാത്രമല്ല ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ബാച്ച് ഇപ്പോൾ റണ്ണിയാണ്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അതോടൊപ്പം നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പിക്കാനും സാധിക്കും. ആൻഡ് കീപ് വാച്ചിങ് ദി സ്പേസ് ഫോർ മോർ ഗുഡ് വീഡിയോസ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.